to discuss financial management MCOM third semester paper. First module we will discuss the basic concept, what is financial management, what is finance function, what is agency relationship and time value of money. So the basic concepts we are going to discuss in first module. We will start with the foundation of finance. Normally we used to say finance is the lifeblood of a business firm. So what is finance? Management of money. All the activities included in management of money collectively called as finance. നമ്മൾ ഒരു ഫേമിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ ആ ഫേമിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മണി മാനേജ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കളക്റ്റീവ്ലി നമ്മൾ പറയുന്നതാണ് എന്ത് ഫൈനാൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്? Financial management means planning, organizing, directing and controlling the financial activities such as procurement and utilization of funds for the business unit in order to realize the objective of the firm. ഒരു ഫേമിലെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും എന്തിനു വേണ്ടി? പ്രൊക്യൂർമെൻറ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. എന്താണ് മെയിനായിട്ടുള്ള ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഫണ്ട്സ് പ്രൊക്യൂർ ചെയ്യുക, അതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമ്മൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ വേർഡ്സിൽ എങ്ങനെ പറയാം? അപ്ലൈയിങ് ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടു ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ദ എന്റർപ്രൈസ്. ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒരു ഫേമിലെ ഫൈനാൻഷ്യൽ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക? അതിനെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം. It is broadly concerned with the mobilization and the use of funds by a business firm. ഇത് മൊബിലൈസേഷനും അതിൻ്റെ ആ ഫണ്ട് നമ്മൾ മൊബിലൈസ് ചെയ്ത ഫണ്ടിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷനാണ് ബ്രോഡ്ലി നമ്മൾ ഫൈനാൻസിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫൈനാൻസ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഫൈനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു പാർട്ടാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. So finance function mainly concerned with the process of procurement of funds and the judicious use of such funds with a view to realize the objectives of the firm. നമ്മൾ പറഞ്ഞ ഫൈനാൻസിലെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, മെയിൻ കൺസേൺസ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സും അതിൻ്റെ യൂട്ടിലൈസേഷനുമാണ്. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് ഇത് പറയുന്നത് ഫൈനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. So finance function is a part of financial management. It is concerned with the process of procurement of funds and its utilization of such funds. So now we will discuss the approaches to finance function. There are two approaches to finance function, the traditional approach and the modern approach. So according to traditional approach, the scope of finance function was confined to only procurement of funds needed by a business on most suitable terms. Traditional approach finance function എന്ന് പറയുന്നത് procurement of funds മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. ട്രഡീഷണൽ അപ്രോച്ചിൽ ഫൈനാൻസ് ഫംഗ്ഷൻ്റെ കീഴിൽ procurement of funds മാത്രമേ വരുന്നുള്ളൂ. സോ മോഡേൺ അപ്രോച്ചിൽ എന്താണ്? അത് കുറച്ചും കൂടി ബ്രോഡർ സെൻസിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് റേസിംഗ് ഓഫ് ഫണ്ട്സ് ആസ് വെൽ ആസ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ അണ്ടർ ദ പർവ്യൂ ഓഫ് ഫൈനാൻസ്. പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ് മാത്രമല്ല, അതിൻ്റെ എഫക്റ്റീവ്, അങ്ങനെ പ്രൊക്യൂർ ചെയ്ത ഫണ്ടിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷനും കൂടെ ഫൈനാൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്നുള്ള അപ്രോച്ചാണ് മോഡേൺ അപ്രോച്ച്. So the finance function does not stop only by finding out the sources of raising enough funds, and their proper utilization is also to be considered. നമ്മൾ ഫണ്ട് പ്രൊക്യൂർ ചെയ്യാനുള്ള സോഴ്സസ് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ പോരാ, ഫൈനാൻസിൻ്റെ അണ്ടറിൽ അതിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷനും കൂടി ഫൈനാൻസ് ഫങ്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്നുള്ളതാണ് മോഡേൺ അപ്രോച്ചിൽ പറയുന്നത്. ട്രഡീഷണൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് the main aims of
ഫൈനാൻസ് ഫംഗ്ഷൻ. ഫൈനാൻസ് ഫംഗ്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അക്വയറിങ് സഫിഷ്യൻറ്റ് ഫണ്ട്സ്, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അത് രണ്ടും നമുക്ക് ഫൈനാൻസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ഇറ്റ്സ് ജുഡീഷ്യസ് യൂസ് ഓഫ് സച്ച് ഫണ്ട്സ് ആണ്. അപ്പോൾ രണ്ടും ഫസ്റ്റ് ടു ഒബ്ജക്റ്റീവ്സ് പറയുന്നത് അക്വയറിങ് സഫിഷ്യൻറ്റ് ഫണ്ട്സ്, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. പിന്നെ പറയുന്നത് ഇൻക്രീസിങ് പ്രോഫിറ്റബിലിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റീസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത്? ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. സോ ഇൻക്രീസിങ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മാക്സിമൈസിങ് ഫേംസ് വാല്യൂ. ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാന്നുള്ള. അപ്പോൾ ഇതാണ് 4 മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഫൈനാൻസ് ഫംഗ്ഷൻ്റെ. The scope of financial management. The first point is estimating financial requirements. We should estimate both short-term and long-term financial requirements. Short-term financial requirements എന്താണ്? Working capital requirements. And long-term long-term funds എന്തിനൊക്കെയാണ് ആവശ്യമുള്ളത്? Capital expenditures-നാണ്. അതായത് ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുക, എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യുക, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനാണ് നമ്മൾ ലോങ് ടേം ഫണ്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ലോങ് ടേമും ഷോർട്ട് ടേം ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ദ ഇനാഡിക്വസി ഓഫ് ഫണ്ട്സ് വിൽ അഡ്വേഴ്സലി എഫക്ട് ദ ഫേംസ് ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ദ ഫേം. ഒരു ഇനാഡിക്വസി വന്നു കഴിഞ്ഞാൽ, ഫണ്ടിൻ്റെ ഒരു ഇനാഡിക്വസി വന്നു കഴിഞ്ഞാൽ അത് ഫേമിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യും. അല്ല, ഒരു എക്സസ് ഫണ്ട് വന്നു കഴിഞ്ഞാൽ അതും എന്തിനെ എഫക്റ്റ് ചെയ്യും? ഫേമിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ആസ് ദേ ടെം ടു എൻഗേജ് ഇൻ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് ഓർ എക്സ്ട്രാവസൻറ്റ് സ്പെൻഡിങ്. അവർക്ക് എക്സസ് ഫണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഫേമിന് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം കൂടുതലായിട്ട് ഫണ്ട് ഐഡിയലായിട്ട് നിൽക്കാൻ പാടില്ല, പക്ഷെ ഒരു ഷോർട്ടേജും വരാൻ പാടില്ല. ആ രീതിയിൽ ഫേമിൻ്റെ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. So the second point is deciding capital structure. What is capital structure? Proportion of different securities that comprise a firm's financing of its assets. ഒരു ഫേം ചിലപ്പോൾ 50% ഇക്വിറ്റിയിൽ നിന്ന് ഇക്വിറ്റി ഫൈനാൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ 50% ചിലപ്പോൾ ഡെപ്റ്റ് ഫൈനാൻസിങ് ആയിരിക്കും ചെയ്യുക. സോ ഇങ്ങനെയുള്ള ഒരു ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ, ക്യാപിറ്റലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് സെക്യൂരിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ദ ഡിസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ്റ്റ് ഓഫ് റേസിങ് ഫണ്ട്സ്. ഇതിൻ്റെ കോസ്റ്റിനെയാണ്, ഈ ഫണ്ട് റേസ് ചെയ്യാനുള്ള കോസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്. സോ നമ്മൾ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ സെറ്റ് ചെയ്യുമ്പം അതിൻ്റെ കോസ്റ്റ് എന്താണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. So the third one is selecting a source of finance. So after deciding proportion of various securities, an appropriate source of finance should be selected, such as share capital, debenture or financial institutions, etc. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസിന് നമ്മൾ സെറ്റ് ചെയ്ത ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ അനുസരിച്ച് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യലാണ് നമ്മൾ തേർഡ് സ്കോപ്പ് പറഞ്ഞിട്ടുള്ള. ഫോർത്ത് വൺ സെലക്ടിങ് എ പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഫണ്ട്സ് അക്വയർ ചെയ്തതിന് ശേഷം ഈ അക്വയർ ചെയ്ത ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് സെലക്ടിങ് എ പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. നമുക്ക് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഹൗ മച്ച് ഷുഡ് ബി അസൈൻഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ and how much should be spent on fixed asset, that is capital expenditure. Long term expenditure, അതായത് capital expenditure എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് എത്ര മാറ്റി വെക്കണം എന്നുള്ള ഡിസിഷനാണ് നമ്മൾ ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് പ്രോപ്പർ ക്യാഷ് മാനേജ്മെൻറ്റ്. ഒരു ഫേമിന് വരുന്ന ക്യാഷിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ക്യാഷ് സെയിൽസ് ഉണ്ട്, കളക്ഷൻ ഓഫ് ഡെബ്റ്റ്സ് ഉണ്ട്, ഷോർട്ട് ടേം അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഷോർട്ട് ടേം മണി മാർക്കറ്റ് പഠിച്ചിട്ടുണ്ട്. മണി മാർക്കറ്റിൽ
നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് ഫണ്ട് റേസ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള സോഴ്സിൽ നിന്ന് വരുന്ന സോഴ്സിൽ നിന്ന് വരുന്ന ക്യാഷിനെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. എന്തൊക്കെയാണ് എക്സ്പെൻസസ് വരുന്നത്, ക്യാഷിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസസ് എന്തൊക്കെയാണ് വരുന്നത്? പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ടാവും, പിന്നെ ഡേ ടു ഡേ എക്സ്പെൻസസ് വേറെ ഉണ്ടാവും, വേജ് ബിൽസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സോഴ്സിൽ നിന്ന് വരുന്ന ക്യാഷിനെ വെച്ച് ഇത്രയും എക്സ്പെൻസസിനെ മീറ്റ് ചെയ്യും. അതൊരു ഷോർട്ടേജ് ഇല്ലാണ്ട് നോക്കി മാനേജ് ചെയ്യുക എന്നുള്ളതും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കോപ്പിൽ വരുന്നതാണ്. ഷോർട്ടേജ് ഇല്ലാണ്ട് നിന്നാൽ മാത്രം പോരാ, എക്സസ് ആയിട്ട് ഫണ്ട് ഐഡിയലായിട്ട് കിടക്കുന്നതും ഫേമിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. So the proper cash management is coming under the scope of financial management. And the sixth one is implementing financial controls. എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ കൺട്രോൾ ടെക്നിക്സ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ. റേഷ്യോ അനാലിസിസ്, കോസ്റ്റ് കൺട്രോൾ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഇന്റേണൽ ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ കൺട്രോൾ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ അസസ് ചെയ്യുക, അതിന് വേണ്ട കറക്റ്റീവ് മെഷേഴ്സ് അഡീക്വേറ്റ് ആയിട്ട് പ്രോംപ്റ്റ് ആയിട്ട് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ സിക്സ്ത് പോയിന്റിൽ പറയുന്നത്. So, the use of financial control techniques to evaluate financial performance in various areas and to take corrective measures. And seventh one is proper use of surpluses. The utilization of profits or surpluses is also an important factor in financial management. നമ്മൾ പ്രോഫിറ്റിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനിലോട്ട് എത്ര അസൈൻ ചെയ്യണം, എത്ര ഫേംസിൻ്റെ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി എത്ര അസൈൻ ചെയ്യണം എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കോപ്പിൽ വരുന്നതാണ്. അപ്പോൾ ദീസ് ആർ ദ പോയിന്റ്സ് ഇൻ സ്കോപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇപ്പം ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. Next is objectives of financial management or goals of financial management. So നമ്മൾ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഗോൾ എന്താണ് ഒരു ഫേമിൽ? either to increase firm's value or to maximize the earnings. ഏർണിങ്സ് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക. ഈ രണ്ട് പേഴ്സ്പെക്റ്റീവാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് പേഴ്സ്പെക്റ്റീവാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. So what is proper profit maximization? So profit maximization refers to the process or approach that will result in increasing the profit of the business, or more specifically increases the earning per share of the business. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാതെ ഇൻ ടേംസ് ഓഫ് ഏർണിംഗ് പെർ ഷെയർ ആണ് നമ്മൾ പൊതുവെ ഒരു മെഷർ ഓഫ് സ്റ്റാൻഡേർഡ് എടുക്കുക പ്രോഫിറ്റിൻ്റെ. അപ്പം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിലെ അപ്രോച്ച്. അതിന് ഒരുപാട് ക്രിട്ടിക്സ് പറയുന്നുണ്ട്, ഒരുപാട് അഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. അഡ്വാൻറ്റേജ് പറയുന്നതെന്ന് വെച്ചാൽ ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റീസ് എയിംസ് ടു ഗെയിൻ പ്രോഫിറ്റ്. ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണെങ്കിലും എയിം ചെയ്യുന്നത് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളത് ഒരു എക്കണോമിക് സർവൈവലിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്. നമുക്ക് ഒരു എക്കോണമിയിൽ റിസഷൻ ഉണ്ടാവും, അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഒരു ബിസിനസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പാസ്റ്റ് ഏർണിങ്സ് ആണ്. സോ പ്രോഫിറ്റ് maximization is a part of economic survival. And the second point is measurement standard. Profitability is a barometer for measuring efficiency and economic prosperity of a business enterprise. So profit maximization is justified on the grounds of rationality. പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ആണ് ഒരു ഫേമിൻ്റെ സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ എക്കണോമിക് പ്രോസ്പെറിറ്റി മെഷർ ചെയ്യാനുള്ളൊരു മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പം അത് ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിനെ ആ ഒരു ഇതിലാണ് നമ്മൾ റാഷണലൈസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് സോഷ്യൽ വെൽഫെയർ. പ്രോഫിറ്റബിലിറ്റി കൂടുമ്പോഴാണ് ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിന് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അതിന് സോഷ്യൽ ഗോൾസ് മീറ്റ് ചെയ്യാൻ പറ്റുക, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുക പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്താലാണ്. സോഷ്യൽ വെൽഫെയർ ആയാലും എക്കണോമിക് വെൽഫെയർ ഒക്കെ ആയാലും
ബിസിനസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക അതിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അപ്പം ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അപ്രോച്ചിനെ കുറിച്ച് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഓഫൺ firms fail to meet the needs of workers and consumers while focusing on the profit maximization. പ്രോഫിറ്റ് മാക്സിമൈസേഷന് കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പം പലപ്പോഴും അത് വർക്കേഴ്സിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകാറുണ്ട്. സെക്കൻഡ് വൺ പറയുന്നത് ആംബിഗിറ്റി. ആംബിഗിറ്റിയിൽ പറയുന്ന ഒരു കാര്യം, ഈ പ്രോഫിറ്റ് എന്ന ടേം തന്നെ ഒരു പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലാത്ത കൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. മേ ബി പ്രോഫിറ്റ് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ ടാക്സ് ആണോ ബിഫോർ ടാക്സ് ആണോ കൺസിഡർ ചെയ്യേണ്ടത്, ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ ആണോ കൺസിഡർ ചെയ്യേണ്ടത്, ടോട്ടൽ പ്രോഫിറ്റ് ആണോ കൺസിഡർ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് ഒരു പ്രിസൈസ് അല്ലാത്തൊരു അല്ലെങ്കിൽ ആംബിഗസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അഫ്കോഴ്സ് ഇറ്റ് ഇഗ്നോർസ് ദ ടൈം വാല്യൂ ഓഫ് മണി. ഇപ്പം നമുക്ക് ഒരു കമ്പനിയിൽ ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും ഏർണിങ്സ് ഉണ്ടാവുമ്പം ആ ഏർണിങ്സ് ഏത് ടൈമിൽ ഏത് പീരീഡിലായാലും അതിന് ഈക്വൽ വാല്യൂ ആണ് കൊടുക്കുന്നത്. അത് ഈ പീരീഡിൽ കിട്ടിയാലും ഇനി നെക്സ്റ്റ് ഇയറിൽ കിട്ടിയാലും ഈക്വൽ വാല്യൂ ആണ് ആ പ്രോഫിറ്റിന് കൊടുക്കുക. ഇത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതേ പറയുന്നുള്ളൂ, പക്ഷെ അതിൻ്റെ ടൈം വാല്യൂ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇഗ്നോർസ് ദ ടൈം വാല്യൂ ഓഫ് മണി and it ignores the risk. Profit maximization often it ignores the risk and it ignores the quality also. So these are the critics regarding the profit maximization concept. So the next concept is wealth maximization always focuses on long term. It means maximizing the wealth of the shareholders in terms of market value of the share and value of the firm. So wealth maximization is regarded as operationally and managerially the better objective because it considers time value of money, it considers the risk of uncertainty of future earnings, and it also considers effect of dividend policy on the market price of the share. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ഇഗ്നോർ ചെയ്യുന്നു എന്ന് പറയുന്ന ടൈം വാല്യൂ ഓഫ് മണി, റിസ്ക്, എഫക്റ്റ് ഓഫ് ഡിവിഡൻഡ് പോളിസി ഒക്കെ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഈ വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് പറയുന്നത്? എംഫസൈസ് ദ ലോങ് ടേം. ഇതൊരു ലോങ് ടേം എംഫസിസ് ആണ്. ആൻഡ് റെക്കഗ്നൈസ് റിസ്ക്. ഇറ്റ് ആൾസോ റെക്കഗ്നൈസ് ദ ടൈമിംഗ് ഓഫ് റിട്ടേൺസ്. കൺസിഡർ സ്റ്റോക്ക് ഹോൾഡേഴ്സ് റിട്ടേൺസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേണും കൺസിഡർ ചെയ്യുന്നു. ഇനി ക്രിട്ടിക്സിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ്സ് എ പ്രിസ്ക്രിപ്റ്റീവ് ഐഡിയ. It means the objective is not descriptive of what the firms actually do. ഫേം ആക്ച്വലി ചെയ്യുന്ന കാര്യങ്ങളെ മെൻഷൻ ചെയ്യാത്തൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഫേമിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല ഈ കൺസെപ്റ്റിൽ. അതാണ് പ്രിസ്ക്രിപ്റ്റീവ് ഐഡിയ എന്ന് പറയുന്നത്. സോ the second one, not necessarily socially desirable, because ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് പലപ്പോഴും സോഷ്യലി അതൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആവണമെന്നില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കോൺട്രവേഴ്സി. There is some controversy as to whether the objective is to maximize stockholders' wealth or the wealth of the firm, which includes other financially claim holders such as debenture holders, preference shareholders. അതായത് ഇതൊരു ചില സമയത്തൊരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാത്രമാണോ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ, അതായത് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഇവരുടെയൊക്കെ വെൽത്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ടോ, അങ്ങനൊരു കോൺട്രവേഴ്സി പലപ്പോഴും ഈ കൺസെപ്റ്റിൽ പറയുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. അത് നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അതായത് മാനേജ്മെൻ്റ് ആണ് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി ഡിസിഷൻസ് എടുക്കുന്നത്. മാനേജേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി, ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി ഡിസിഷൻ എടുക്കാനാണ്. അപ്പം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാനേജേഴ്സും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ പലപ്പോഴും ഈ കൺസെപ്റ്റിൽ ഉണ്ടാവാറുണ്ട്.
on behalf of shareholders. Sometimes the managers considers their better more than the wealth of the shareholders. അങ്ങനെ ഒരു conflict of interest പലപ്പോഴും ഉണ്ടാകാറുണ്ട്. But these are the other pros and cons of wealth maximization. So then discussing financial decisions. There are three important financial decisions are there: investment decisions, financial decisions and dividend decisions. അതിൽ investment decisions നമ്മൾ പറഞ്ഞു, where to invest, how much should be assigned for capital expenditure and how much should be assigned for working capital decisions. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ എടുക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യാം, ക്യാഷ് ഫ്ലോസ്, അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. അപ്പം ഈ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന ഫണ്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, അത് എത്രത്തോളം ലോങ് ടേം ക്യാപിറ്റൽ ഡിസിഷൻ, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് എത്രത്തോളം അസൈൻ ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റലിൽ എത്രത്തോളം അസൈൻ ചെയ്യണം, ഈ കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ വരുന്നത്. ഇനി സെക്കൻഡ് വൺ ഈസ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. ഫൈനാൻഷ്യൽ ഡിസിഷൻസിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ദീസ് ആർ റിലേറ്റഡ് ടു ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊപ്പോർഷൻ ഇൻ വിച്ച് ഡെബ്റ്റ് ആൻഡ് ഇക്വിറ്റി ആർ ടു ബി റേസ്ഡ്. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞു, പ്രൊപ്പോർഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ ഏതൊക്കെ പ്രൊപ്പോർഷനിൽ ഏതൊക്കെ സെക്യൂരിറ്റീസ് വേണം എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്. ഫൈനാൻഷ്യൽ ഡിസിഷൻസിൽ മെയിനായിട്ട് വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർമേഷൻ ആണ്. എത്രത്തോളം ഡെബ്റ്റ്, എത്രത്തോളം ഇക്വിറ്റി ക്യാപിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ഫൈനാൻഷ്യൽ ഡിസിഷൻസിലാണ് വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡിവിഡൻഡ് ഡിസിഷൻസ്. So these are concerned about the how much profit is to be distributed among shareholders and how much to retain for further investment. Dividend decisions-ൽ നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസിനെ എത്രത്തോളം ഫേമിൽ ഫർദർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് റീറ്റെയിൻ ചെയ്യണം, എത്ര ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻസിൽ വരുന്നത്. So these are the important three decisions under financial decisions. So what are the factors influencing financial decisions? That can be divided into internal factors and external factors. Internal factors nature of business, size of business, legal forms of business and business cycle, ownership structure, earnings, liquidity, asset, economic life, term of credit, management of the firm. These are the internal factors which affect the financial decision. So the external factors are economy, markets efficiency, government regulations, taxes policy, lending policy of financial institutions. So these kind of external factors also affect the financial decisions. So what are the functions of a finance manager? നമുക്ക് നമ്മൾ സ്കോപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്കിതിൽ ഒരു ഫങ്ഷൻസ് ഓഫ് ഫൈനാൻസ് മാനേജർ ആയിട്ട് മാറ്റി എഴുതാവുന്നതാണ്. ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, നമ്മൾ എത്രത്തോളം ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഉണ്ടെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക, അതെങ്ങനെ റേസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക, ഇതൊക്കെ ഒരു ഫൈനാൻസ് മാനേജറുടെ ഫങ്ഷൻസ് ആണ്. സോ അക്വിസിഷൻ ഓഫ് ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ്, helping in valuation decisions, maintain proper liquidity. So these are the functions of finance manager. So agency relationship. What is agency relationship? It is also called agent-principal relationship. It arises when a person or entity appoints legally another person or entity to act on behalf of the person or entity. ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി അയാൾക്ക് പകരമായിട്ട് അയാളുടെ റെസ്പോൺസിബിലിറ്റി, ഡിസിഷൻസ് എടുക്കാനും അല്ലെങ്കിൽ അയാൾക്ക് പകരം ആക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി വേറൊരാൾക്കോ അല്ലെങ്കിൽ വേറൊരു എൻറ്റിറ്റിക്കോ അസൈൻ ചെയ്യുന്നതിനാണ്, ലീഗലായിട്ട് അസൈൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഏജൻസി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. പ്രിൻസിപ്പൽ ആരാണ്? Principal is the person or the entity who appoints another person or entity to act on its behalf. ഇപ്പം പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അപ്പോയിന്റ് ചെയ്യുന്ന ആളെ, അതായത് അസൈൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ എന്ന ആള് വേറൊരാളെ
പകരം ഡിസിഷൻസ് എടുക്കാനും അയാൾക്ക് പകരം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ട്സ് ഹെൽഡ് ചെയ്യാനും അപ്പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നതാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഏജന്റ് എന്ന് പറയുന്ന ആരാണ്? ഏജന്റ് ഈസ് ദ പേഴ്സൺ ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ബൈ ദ പേഴ്സൺ ഓർ എൻറ്റിറ്റി ടു വർക്ക് ഓൺ ഇറ്റ്സ് ബിഹാഫ്. പ്രിൻസിപ്പൾ അപ്പോയിന്റ് ചെയ്യുന്ന ആളെ, പ്രിൻസിപ്പൾ അയാൾക്ക് പകരം അയാളുടെ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഡിസിഷൻസ് എടുക്കാനും കാര്യങ്ങൾ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അയാൾക്ക് പകരം അയാൾ അപ്പോയിന്റ് ചെയ്യുന്ന ആളെയാണ് എന്ത് പറയുന്നത്? ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. ഈ ഏജൻസി എന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻസ് ഈസ് കോൾഡ് ഏജൻസി. ഈ പ്രിൻസിപ്പളും ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഏജൻസി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കൊരു ബിസിനസ് ഫേം എടുക്കാം. ബിസിനസ് ഫേംസിൽ എങ്ങനെയാണ് വരിക? ബിസിനസ് ഫേംസിൽ ആരാണ് പ്രിൻസിപ്പൾ ആയിട്ട് വരിക? പ്രിൻസിപ്പൾ എപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഷെയർ ഏജൻസ് ആരാണ്? മാനേജേഴ്സ്. അപ്പം ഷെയർ ഹോൾഡേഴ്സ് മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാണ് അവർക്ക് പകരം ഡിസിഷൻസ് എടുക്കാനും അവർക്ക് പകരം ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് നടത്താനും ഷെയർ ഹോൾഡേഴ്സ് ഏജൻസിനെ, അതായത് ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് മാനേജേഴ്സ്. അപ്പം ഒരു ബിസിനസ് ഫേമിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് പ്രിൻസിപ്പൾ, മാനേജേഴ്സ് ഏജൻസും ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇൻ ഏജൻസി റിലേഷൻഷിപ്പ് ദ ഏജൻസ് ആക്ട്സ് ആൻഡ് ടേക്സ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പളിന് പകരമായിട്ട് പ്രിൻസിപ്പളുടെ സ്ഥാനത്ത് നിന്നിട്ട് ഡിസിഷൻസ് എടുക്കുന്നതും ആക്ടിവിറ്റീസ് ഹെൽഡ് ചെയ്യുന്നതും ആരാണ്? ഈ മാനേജേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് മാനേജേഴ്സ് ടു വർക്ക് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മാക്സിമൈസ് ദെയർ വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സ് എന്തിനാണ് മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ, ഷെയർ ഹോൾഡേഴ്സിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് കണക്കിലെടുത്തുകൊണ്ട് ഡിസിഷൻസ് എടുക്കാനും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഷെയർ ഹോൾഡേഴ്സ് മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ഏജൻസി റിലേഷൻഷിപ്പിന്റെ ബേസ്. ഏജൻസി പ്രോബ്ലം ഇൻ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഏജൻസി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? Sometimes there will be a conflict of interest inherent in any relationship where one party is expected to act in another best interest. അപ്പം ഏതൊരു പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എടുത്താലും അവിടെ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പ്രിൻസിപ്പൾ അയാളുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ അയാളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ ഡിസിഷൻ എടുക്കാനുമാണ് മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഈ ഏജൻസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ ഈ രണ്ട് പേരുടെയും ഇൻട്രസ്റ്റ് പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പം ഏജൻസ് പ്രിൻസിപ്പളുടെ ഇൻട്രസ്റ്റിന് കുറച്ച് വിപരീതമായിട്ട് അല്ലെങ്കിൽ കുറച്ച് അതിൽ നിന്ന് ഒന്ന് മാറി ഡിസിഷൻസ് എടുക്കുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഏജൻസി കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. So in corporate finance, an agency problem usually refers to a conflict of interest between company's management and company's shareholders. കോർപ്പറേറ്റ് ഫൈനാൻസിൽ ഏജൻസി പ്രോബ്ലത്തിനെ പറയുന്നത് കമ്പനി മാനേജ്മെന്റും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് മാനേജേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ ഡിസിഷൻസ് എടുക്കാനും അതിനനുസരിച്ച് ബിസിനസ് ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. But sometimes managers forgo the shareholders' interest and they act on their best interest. Managers അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുമ്പം അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. സോ ഇത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ എന്താണ് ചെയ്യാറ് വെച്ചാൽ ചിലപ്പം ഇൻസെൻറ്റീവ് ഓഫർ ചെയ്യും. അപ്പം ഒരു മാനേജർക്ക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്താലേ സാലറി കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പ്രവർത്തിക്കുന്നതിൻ്റെ അവർക്കൊരു മോട്ടിവേഷൻ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവും. അപ്പം അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബേസിക് സാലറിയുടെ പുറമെ അവരുടെ പെർഫോമൻസിനനുസരിച്ച് ഒരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇൻസെൻറ്റീവ് അങ്ങനൊരു ഇൻസെൻറ്റീവ് ഓഫർ ചെയ്തുകൊണ്ട് ലോ പ്രകാരം ഇപ്പം ഇവരെ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ തന്നെ ക്ലോസുകൾ കറക്റ്റായിട്ട് ലീഗലി ഫോം ചെയ്തിട്ട് ഇൻസെൻറ്റീവിൻ്റെയും എല്ലാത്തിൻ്റെയും ക്ലോസുകൾ ഫോം ചെയ്തിട്ട് അവർക്ക് ആ എഗ്രിമെൻറ്റിൻ്റെ മുകളിൽ അവർ പ്രവർത്തിക്കുന്നതിലും ഇപ്പോൾ ഏജൻസി പ്രോബ്ലം റെഡ്യൂസ് ചെയ്യാൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പറ്റും. ഈ ഇൻസെൻറ്റീവ് ഓഫർ ചെയ്യുക,
അവരെ ബെറ്റർ അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ ഈ ഏജൻസി കോൺഫ്ലിക്റ്റ് അവർക്ക് പ്രിൻസിപ്പൽസിന് അതായത് ഷെയർ ഹോൾഡേഴ്സിന് മാനേജ് ചെയ്യാൻ കഴിയും. ഇതിന് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാരണം വരുന്ന കോസ്റ്റിനെയാണ് എന്ന് പറയുന്നത് ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. So the next concept is time value of money. What is time value of money? നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിലൊരു 100 രൂപ ഇന്ന് പ്രസൻ്റ്ലി അവൈലബിൾ ആണെങ്കിൽ ആ 100 രൂപയ്ക്ക് നിങ്ങൾ ഇന്ന് വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ അതേ 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആ ടൈം വാല്യൂ ഓഫ് മണി ആ എമൗണ്ടിൻ്റെ വാല്യൂ കുറയാണ് ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച്. So what is time value of money means that a sum of money is worth more now അതായത് പ്രസന്റിൽ കൂടുതൽ വർത്ത് ഉണ്ട് than the same sum of money in the future. ഫ്യൂച്ചറിലുള്ളതിനേക്കാളും വാല്യൂ അതിന് പ്രസന്റിലാണ് ഉള്ളത്. അതിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, money received in the future is not as valuable as money received today. The sooner one receives the money, the better it is. എത്ര പെട്ടെന്ന് പൈസ കിട്ടുന്നോ അത്രയും ബെറ്റർ ആയിരിക്കും. So the time value of money is also referred to as present discounted value. ഇതിനെ present discounted value എന്നാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ടൈം പ്രിഫറൻസ് ഓഫ് മണിക്ക് പറയുന്ന റീസൺസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്. ഫ്യൂച്ചർ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള പ്രസൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് അല്ലെങ്കിൽ മണിക്ക് വരുന്ന വാല്യൂ ഭാവിയിൽ നമുക്ക് ഫ്യൂച്ചറിൽ അതിന് ആ സെയിം എമൗണ്ട് ഓഫ് മണിയിൽ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നടന്നോളന്നില്ല. So the people generally prefer to use their money for satisfying their present needs. Present needs satisfy ചെയ്യാനാണ് പൊതുവെ ആളുകൾ പ്രിഫർ ചെയ്യുക. അത് ഫ്യൂച്ചറിൽ എടുത്തു വെച്ച് ഫ്യൂച്ചറിൽ ഈ സെയിം നീഡ്സ് വരുമ്പം ആ കോസ്റ്റ് ആവില്ല ഉണ്ടാവുക. So and the third one is money has time value because of the opportunities available to invest money received at earlier dates and at some interest or otherwise to enhance future earnings. പ്രസൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഏർലിയർ ഡേറ്റിൽ ഇൻട്രസ്റ്റ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാ ആളുകളും പ്രിഫർ ചെയ്യുക. കാരണം ഇത് ഫ്യൂച്ചറിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റിനും ഇപ്പം ലഭിക്കുന്ന ഇൻട്രസ്റ്റിനും ടൈം വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. So there are two techniques of time value of money. To calculate time value of money, there are two techniques. The first one is compounding techniques and the second one is discounting or present value technique. So the first one, the time preference for money encourages a person to receive the money at present instead of waiting for the future. So if he may like to wait if he is duly compensated for the waiting time by way of ensuring more money in the future. ഒരാൾ എത്രയും പെട്ടെന്ന് അയാൾക്ക് കിട്ടാനുള്ള കാശ് അയാൾക്ക് കിട്ടുക എന്നുള്ളതാണ് അയാളുടെ ആവശ്യം. ഇൻ കേസ് അയാൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആ ടൈം വാല്യൂവിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് കിട്ടാനാണ് അയാൾ പ്രിഫർ ചെയ്യുക. So it can be calculated using the equation V1 equal to V0 into 1 plus interest. V1 future value at the period ആണ്. V0 എന്ന് പറയുന്നത് value of money at time, അതായത് presently നമ്മളെ കയ്യിലുള്ള cash. And the I is interest rate. So we will look at an example. In this example, the present he has 100 rupees. He is ready to wait for a year if we get 110 at the end of the 1 year. So his preference for an interest of 10%. Interest അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് 10% ആണ്. So നമുക്ക് പ്രസന്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ V1
അതായത് 1 ഇയർ കഴിഞ്ഞിട്ട് എത്രയാണ് വാല്യൂ എന്നുള്ളതാണ് V1. അതിൽ V0 നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള എമൗണ്ട് 100 ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പറഞ്ഞു 10% ആണ്. സോ 1 + 10. ആക്ച്വലി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 1 + 10% എന്ന് പറയുമ്പോൾ നമ്മൾ 1 + 0.10 0.10 ആണ് എടുക്കുക. അപ്പം 100 × 1.10 that is equal to 110. അപ്പോൾ ആഫ്റ്റർ 1 ഇയർ ഈ 100ന്റെ വാല്യൂ എത്രയാണ്? 110 ആണ്. പിന്നെ സെക്കൻഡ് ഇയറിലാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എത്ര രൂപ കിട്ടും? സെക്കൻഡ് ഇയർ ആകുമ്പോൾ V1 എത്രയായി? 110 ആയി. നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ കാൽക്കുലേറ്റ് ചെയ്തു, 110 ആയി. അപ്പോൾ സെയിം ഇൻട്രസ്റ്റ് തന്നെയാണ് അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം 1 + 0.10 ദാറ്റ് ഈസ് 121. ഇനി സെയിം ഇതുപോലെ തേർഡ് ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ V2 എന്തായി? ഇവിടെ എന്തായും 121 ആണ് വരിക. 121 × 1.10 that is 133.10. ഇങ്ങനെ നമുക്ക് ഏത് ഇയറിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ 10 ഇയറിൻ്റെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കാൽക്കുലേഷൻസ് വരും. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ടേബിളൊക്കെ അവൈലബിൾ ആണ്. കാൽക്കുലേഷൻസ് ഒരുപാട് ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ കാൽക്കുലേഷൻസ് കൂടുതലായിരിക്കും. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾസ് ഉണ്ട്. കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾസ് ഇങ്ങനെയായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. 1ഉം 2ഉം 3 ഒക്കെ ഉണ്ടാവും, എല്ലാ ഇൻട്രസ്റ്റ് റേറ്റ്സും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് 2, 4, 6, 8, 10 വരെയാണ് തന്നിട്ടുള്ളത്. അതിൽ എങ്ങനെയാണ് നോക്കുക ഈ കോമ്പൗണ്ട് ഫാക്ടറിൽ? കോമ്പൗണ്ട് ഫാക്ടറിൽ നമ്മൾക്ക് 10th ഇയറിൻ്റെ അല്ലേ, 10th ഇയറിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. 10th ഇയറിൻ്റെ അറ്റ് 10% ഇൻട്രസ്റ്റിൽ എത്രയാണ് എമൗണ്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ എത്രയാണ്? 2.594. അപ്പോൾ നമ്മൾ 100 × 2.594 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ 1.10 raised to 10 ചെയ്താലും ഈ റേറ്റ് ഇതന്നെയാണ് വരിക. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾസ് വെച്ചിട്ട് ഈ 2.594നെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താലും നിങ്ങൾക്ക് എന്ത് വരും? 259.4 സെയിം വാല്യൂ വരും. അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് സെയിം വാല്യൂ തന്നെ വരും. അപ്പം ഇതാണ് കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾസ്. Next method is discounting or present value technique. Present value is the exact opposite of compound or future value. So while future value shows how much a sum of money becomes at some future period, present value shows what the value is today of some future sum of money. നമ്മൾ നേരത്തെ പഠിച്ച കോമ്പൗണ്ട് ഫാക്ടർ മെത്തേഡിൽ നമ്മൾ ഇപ്പോൾ ഒരു 100 rupees കിട്ടിയാൽ ആ 100 rupeesന്റെ വാല്യൂ ആഫ്റ്റർ 1 ഇയർ എത്രയാവും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ ഡിസ്കൗണ്ടിങ് ഓർ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിലുള്ളൊരു എമൗണ്ട് ഓഫ് മണിയുടെ വാല്യൂ പ്രസൻ്റ്ലി എത്രയാണെന്നാണ് നോക്കുന്നത്. അപ്പം ആഫ്റ്റർ 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്കൊരു 1000 rupees കിട്ടുകയാണെങ്കിൽ ആ 1000 rupeesന്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ഓർ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കിൽ നോക്കുന്നത്. നമ്മൾ മുന്നത്തെ മെത്തേഡിൽ എന്താണ് നോക്കിയത്? ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു 100 rupees ഉണ്ടെങ്കിൽ ഈ 100 rupeesന്റെ വാല്യൂ ആഫ്റ്റർ 1 ഇയർ കഴിഞ്ഞിട്ട് എത്രയാവുമെന്ന് നമ്മൾ നോക്കി. അപ്പോൾ എക്സാക്ട് ഓപ്പോസിറ്റ് ആണിത്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? നമ്മൾ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നമ്മൾ എന്താണ്, ഒരു ഡിബഞ്ചർ ആഫ്റ്റർ 1 ഇയർ കഴിഞ്ഞിട്ട് ഒരു 1000 rupees കിട്ടുന്ന പറഞ്ഞൊരു ഡിബഞ്ചറിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ, അതായത് 10% ഇൻട്രസ്റ്റ് റേറ്റിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ VN ആണ് നമുക്ക് തന്നിട്ടുണ്ടാവുക, അതായത് ഫ്യൂച്ചറിലുള്ള എമൗണ്ട് ഓഫ് മണിയാണ് നമുക്ക് തന്നിട്ടുള്ളത്, അതാണ് 1000 VN. V0 എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ നമുക്ക് V0 ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? V0 = VN divided by 1 plus ഇൻട്രസ്റ്റ് റേറ്റ്. സോ VN എത്രയാണ് നമ്മൾ പറഞ്ഞു? 1000 ആണ്. ഫ്യൂച്ചറിലുള്ള എമൗണ്ടിനെയാണ് നമ്മൾ VN എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം 1000 ആണ് ഫ്യൂച്ചറിലുള്ള എമൗണ്ട്.
1000 divided by 1 plus interest rate 10%. അപ്പം 1.10. എത്ര എമൗണ്ട് വരിക? 909 വരും. അപ്പം ആഫ്റ്റർ 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് 1000 റുപ്പീസ് കിട്ടുമെങ്കിൽ ആ 1000 റുപ്പീസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 909 ആണ്. നമുക്ക് ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് ഫാക്ടർ ടേബിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ ടേബിളിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ആഫ്റ്റർ 1 ഇയർ ആണ്. അപ്പം 1 ഇയർ കഴിഞ്ഞിട്ട് 10% ഇൻട്രസ്റ്റ് റേറ്റിൽ എത്രയാണ് ഡിസ്കൗണ്ട് ഫാക്ടർ വരുന്നത്? 0.909. 1000 ഇൻറ്റു ഈ 1000 ഇൻറ്റു 0.909 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ 909 തന്നെ കിട്ടും. അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ആ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിസ്കൗണ്ട് ഫാക്ടർ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഈ ഇക്വേഷൻസ് വെച്ചിട്ട്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വി വിൽ സി പ്രസന്റ് വാല്യൂ ഓഫ് എ സീരീസ് ഓഫ് പേയ്മെന്റ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മുന്നേ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഒക്കെ നിങ്ങൾ UG ടൈമിൽ പഠിച്ചതാണ്. പ്രസന്റ് വാല്യൂ, നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ. അതിൽ നിങ്ങൾ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയെന്നേ ഉള്ളൂ. അപ്പം ഇതിൽ നമുക്ക് 5 ഇയേഴ്സ് തന്നിട്ടുണ്ട്. 5 ഇയേഴ്സിന് ഡിഫറെൻറ്റ് ക്യാഷ് ഫ്ലോസ് ആണുള്ളത്. നമ്മൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇയറിൽ 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രസന്റ് വാല്യൂ എടുക്കുക. ഫസ്റ്റ് ഇയർ 10% 0.909, സെക്കൻഡ് ഇയറിൽ 0.826. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ഓരോന്നും ഇവിടെ 5000, അതായത് ഇവിടെ R1 5000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.10 ഇങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ പ്രസന്റ് വാല്യൂ ഫാക്ടർ തന്നിട്ടില്ലെങ്കിൽ. പ്രസന്റ് വാല്യൂ ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് 5000 ഇൻറ്റു 0.909 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് എത്രയാണ് വരുന്നത്? 23,606. അപ്പം പ്രസന്റ് വാല്യൂ ഫാക്ടർ പൊതുവെ ക്വസ്റ്റ്യനിൽ തരും. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോൾ 5000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10. ഇവിടെ ആണെങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഈ വാല്യൂ നമുക്ക് ഇത് ഓരോന്നും ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഈ 4545 ആവും. നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 8260 ആവും. ഇനി തേർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 7510 കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ അവൈലബിൾ ആവും. ഇതാണ് ഈ ടൈം വാല്യൂ ഓഫ് മണിയിൽ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. So these are the important areas in first module. One more topic is there, an overview of capital investment decisions. Capital investment decisions എടുക്കുമ്പോൾ ഒരു ഫൈനാൻസ് മാനേജർ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട 2 dimensions ഉണ്ട്. അത് ഫസ്റ്റ് വൺ ഈസ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ആണ്. അപ്പം റിസ്ക് റിട്ടേൺ എന്ന് പറയുന്നത് ഏതൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻസിലും ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ റിസ്ക് ആൻഡ് റിട്ടേൺ ഈസ് ഓൾവേസ് പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ ഹൈ റിട്ടേണും ഉണ്ടാവും, ലോ റിസ്ക് ആണെങ്കിൽ ലോ റിട്ടേൺ ആയിരിക്കും. അപ്പം ഈ റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്തിട്ട് വേണം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടത്. ഹൈ റിസ്ക് ഉണ്ടാവുമ്പം ഹൈ റിട്ടേൺ ഉണ്ടാവും, പക്ഷെ അത് എഫക്റ്റീവായിട്ട് ഹെഡ്ജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ലോസ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സെറ്റ് ബാക്ക് ആയിരിക്കും ബിസിനസ്സിനെ സംബന്ധിച്ച്. സോ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ ടേക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ട്രേഡ് ഓഫ്. ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ഇതുപോലെ തന്നെ എല്ലാ ഫൈനാൻഷ്യൽ ഡിസിഷൻസിലും ഇൻഹറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം എപ്പോഴും പ്രോഫിറ്റബിലിറ്റി ചോയ്സസ് എടുക്കണമെങ്കിൽ. ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്നൊരു ക്രൈസിസ് വന്നാൽ അത് മാനേജ് ചെയ്യാൻ പ്രയാസമായിരിക്കും. സോ liquidity and profitability choices should be maintained while taking financial decisions. So these are the important areas in first module. So we will go to next module now.
In the second module, we are going to discuss the source of long-term finance and conventional and innovative sources of finance and different cost of capitals, cost of debt, cost of preference capital, cost of retained earnings. So all these areas we are going to discuss in second module. Start with the source of long-term finance. നമുക്കറിയാം ലോങ് ടേം ഫൈനാൻസിന് നമുക്ക് ബേസിസ് ഓഫ് ടൈം ക്ലാസിഫൈ ചെയ്യാം, ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ക്ലാസിഫൈ ചെയ്യാം, ബേസിസ് ഓഫ് സോഴ്സസ് ഓഫ് ജനറേഷൻ ക്ലാസിഫൈ ചെയ്യാം. അപ്പം ലോങ് ടേം ആയിട്ട് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഇന്റേണൽ അക്രൂവൽസ്, ടേം ലോൺസ്, വെഞ്ചർ ഫണ്ടിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഷോർട്ട് ടേം ആയിട്ട് വരുമ്പോൾ ട്രേഡ് ക്രെഡിറ്റ്, ക്രെഡിറ്റേഴ്സ്, പേയബിൾസ്, ഫാക്ടറിങ് സർവീസസ്, അങ്ങനെ ഷോർട്ട് ടേം ഫൈനാൻസ് വേറെ ഉണ്ട്. മീഡിയം ടേം ആയിട്ട് വരുമ്പോൾ പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും, അതന്നെ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും ഒക്കെ ആകുമ്പോൾ അത് ലോങ് ടേം ആയിട്ട് വരും. ഇങ്ങനെയുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്യാം. First one is we are discussing conventional and traditional source of finance. So we will just go through the different securities of financing. So first we will discuss what is equity shares and preference shares. You have been studying these topics from +1 itself. So we will just compare the equity part of the equity shares and preference shares, and we will discuss very fast. Okay. And equity shares are ordinary shares. It's a part of ownership of the shareholders in the company. The ordinary shares are preference shares in the case, it carry preferential rights over payment of dividend and repayment of capital. Dividend pay ചെയ്യുന്ന കാര്യത്തിലും capital repay ചെയ്യുന്ന കാര്യത്തിലും ഈ preference shareholdersന് ഒരു preferential right ഉണ്ട്. അപ്പം നമ്മൾ dividend pay ചെയ്യുമ്പോൾ dividends are paid to equity shareholders only after settlement of all other liabilities. ബാക്കിയുള്ള എല്ലാ ലയബിലിറ്റീസും സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് പേ ചെയ്യുള്ളൂ. മാത്രമല്ല ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു അവർക്ക് ഈ ലോസ് ഉള്ള ഇയർ അവർക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഡിവിഡൻഡ് നെക്സ്റ്റ് സബ്സിക്വൻറ്റ് ഇയറിൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ, ഒരു ഇയർ ലോസ് ആണ്, അവർക്ക് ഡിവിഡൻഡ് ആ വർഷം കിട്ടിയിട്ടില്ലെങ്കിൽ they can claim for arrears of dividend. അവർക്ക് ആ ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയറിൽ സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ അരിയേഴ്സ് ആയിട്ട് പേ ചെയ്യണം. In case of rate of dividend in equity shares, there is no fixed rate of dividend for the equity shareholders. But in case of preference shareholders, the rate of dividend remains fixed every year. അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് റേറ്റ് ഉണ്ടാവും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. വോട്ടിംഗ് റൈറ്റ്സിൻ്റെ കേസിലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ്, ബട്ട് preference shareholders does not have any voting rights in the general. And convertibility equity shares can never be converted, but in case of preference shares that can be converted into equity shares. And in case of repayment of capital, in the event of winding up of the company, the equity shareholders are repaid at the last only after settling all other liabilities. എല്ലാ ലയബിലിറ്റീസും സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ റീപേ ചെയ്യുന്നുള്ളൂ. ബട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർസിന് പേ ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ റീപേ ചെയ്തിരിക്കണം. Redeemability കാര്യത്തിൽ equity shares are not redeemable. Preference shares are redeemable. Redeemable preference shares ആണെങ്കിൽ അവർക്ക് അവരുടെ ക്യാപിറ്റൽ redeem ചെയ്യാൻ പറ്റും. So what is sweat equity shares? Sweat equity is a reward that companies offer to their employees. ഒരു റിവാർഡ് ആയിക്കൊണ്ട് അവരുടെ പെർഫോമൻസിന് അല്ലെങ്കിൽ അവർ കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എഫേർട്ടിന് അവർക്കൊരു റിവാർഡ് പോലെ കൊടുക്കുന്ന ഡിസ്കൗണ്ടിൽ അവർക്ക് റിവാർഡ് പോലെ കൊടുക്കുന്ന ഷെയർസിനാണ് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. So such shares are offered to certain employees or directors of the company for reasons like remarkable contribution or efforts of an employee or a director in completion of any project, or technical expertise in the field, or value addition to the company through extraordinary contribution, or gaining intellectual property rights. ഇപ്പം ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒരു കമ്പനിയുടെ അതിൻ്റെ ഒരു റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവർ ആ കമ്പനിയുടെ
വാല്യൂ അഡീഷണൽ എടുത്ത എഫേർട്ട് അനുസരിച്ച് അവർക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇക്വിറ്റി ഷെയർസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസും മെൻഷൻ ചെയ്യാം. And there are different types of preference shares also, cumulative and non-cumulative preference shares. Cumulative and non-cumulative എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിവിഡൻഡ് ഒരു വർഷം പേ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി കുമുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് പേ ചെയ്യുക. നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അങ്ങനെ കുമുലേറ്റീവ് ആയിട്ട് അവർക്ക് ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് മാനേജീരിയൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റും കൂടെ ഉണ്ടാകുമ്പോഴാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആവുന്നത്. ആൻഡ് നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് കൺവേർട്ടിബിൾ ആൻഡ് നോൺ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസിൽ ഒരു സർട്ടൺ പീരീഡ് കഴിഞ്ഞാൽ അത് അവർക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. നോൺ കൺവേർട്ടിബിളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പം these are the different types of preference shares. These are things you have been studying for the last 4 years. So just go through these topics. One is debentures. You know what is debentures. You have been studying these debentures also from 3 to 4 years. So debentures are a debt instrument used by companies and government to issue the loan. So the loan issued to corporates based on their reputation at a fixed rate of interest. So there are different types of debentures are available: secured debentures and unsecured debentures. In case of secured debentures, they are given a security on the asset of the company. ഒരു കമ്പനി അസറ്റ് അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. So in case of any default in the payment of interest or principal amount, the debenture holders can sell that asset to satisfy their claim. But in case of unsecured debentures, there are not given any security on the asset, so they have no priority as compared to other creditors. And in case of redeemable debentures, they can redeem the debentures on the expiry of a certain period. But in case of irredeemable debentures, that option is not available. It can't be redeemable during the lifetime of the company. And in case of convertible debentures, that debentures can be converted into equity shares after certain period of time. But in case of non-convertible debentures, it cannot be convertible to equity shares. So there is zero coupon rate debentures and a specific coupon rate debentures. Specific coupon rate debentures, they are having fixed interest rate on the debenture. But in case of zero coupon rate debentures, it does not carry any interest, but it is sold by the issuing company at a deep discount from its eventual maturity value. ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിലായിരിക്കും സീറോ കൂപ്പൺ റേറ്റ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനൊരു കൂപ്പൺ റേറ്റ് ഉണ്ടാവില്ല. And next one is registered debentures. In case of registered debentures, it can't be transferred as a negotiable instrument. There are certain procedures to follow for the transfer of debentures. But in case of bearer debentures, it can act as just an negotiable instrument. So it can be easily transferred to another purchaser. Conventional source of finance is public deposits. So public deposits refer to the unsecured deposit invited by companies from the public, mainly to finance working capital needs. So a company wishing to invite public deposits makes an advertisement in the newspapers. And any member of public can fill up the prescribed form and deposit the money with the company. So the company in return issues a deposit receipt. So this deposit is an acknowledgement of debt by the company. And the terms and conditions of the deposit are printed on the back of the receipt. So the rate of interest on public deposit depends on the period of deposit and reputation of the company. So a company can invite public deposits for a period of 6 months to 3 years. So therefore, public deposits are primarily a source of short-term finance. വേറെ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് conventional source of finance എന്ന് പറയുന്നത് പബ്ലിക് ഡെപ്പോസിറ്റ് ആണ്.
നമ്മൾ ടേം ഡെപ്പോസിറ്റ് ബാങ്കിൽ ടേം ഡെപ്പോസിറ്റേഴ്സ് ഒക്കെ പോലെ തന്നെ ഒരു അൺസെക്യൂർഡ് ഡെപ്പോസിറ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻവൈറ്റഡ് ബൈ ദ കമ്പനീസ് ഫ്രം ദ പബ്ലിക്കിൽ നിന്ന് കമ്പനീസ് ആണ് ഇൻവൈറ്റ് ചെയ്യുക. അവർ ത്രൂ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനി മെമ്പർ ഓഫ് ദ പബ്ലിക് ക്യാൻ ഫിൽ അപ്പ് ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ആൻഡ് ഡെപ്പോസിറ്റ് ദ മണി. സോ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആ ഡെപ്പോസിറ്റ് റെസിപ്റ്റിൽ ഉണ്ടാവും. ആൻഡ് പൊതുവെ 6 months to 3 yearsനാണ് ഈ ഡെപ്പോസിറ്റ്സ് ഇൻവൈറ്റ് ചെയ്യാറ്. സോ നാച്ചുറലി ഇതൊരു ഷോർട്ട് ടേം ഫൈനാൻസിങ് മെത്തേഡാണ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്. And the other one is retained earnings or pluffing back of profits. Retained earnings എന്താണെന്ന് നമുക്കറിയാം. പ്രോഫിറ്റ്സിനെ നമ്മൾ ഫെർദർ എക്സ്പാൻഷന് വേണ്ടി അല്ലെങ്കിൽ ഫെർദർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് റിട്ടൈൻ ചെയ്യുന്നതാണ്. കമ്പനിയിൽ തന്നെ റിട്ടൈൻ ചെയ്തിട്ട് അത് ഫെർദർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫെർദർ ഇൻവെസ്റ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതിനാണ് റീറ്റൈൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ റീറ്റൈൻഡ് ഏർണിങ്സിന്റെ എത്രത്തോളം റിട്ടൈൻ ചെയ്യണം എന്നുള്ളത് ഡിവിഡൻഡ് എത്ര പേ ചെയ്യുന്നു എന്നുള്ള ഡിസിഷനോട് റിലേറ്റഡ് ആയിരിക്കും. So the necessity of pluffing back for the replacement of old assets which have become obsolete, for the expansion or growth of the business, for contributing towards the fixed as well as working capital needs of the company, for improving the efficiency of the plant and equipment, for making the company self-dependent for finance from outside sources, and for redemption of loans and debentures. അപ്പം ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് സാധാരണ കമ്പനി പ്രോഫിറ്റ് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നത്. Also financing is loan financing. It is mainly used for short-term loans and credits or medium and short-term loans. So the first one is indigenous bankers. So before the establishment of commercial banks, business units are depends on the private money lenders. Private money lenders അടുത്തുനിന്ന് short-term credits അല്ലെങ്കിൽ medium term loans acquire ചെയ്തിരുന്നു. And the second one is trade credit. It refers to the credit extended by the suppliers of goods in the normal course of business. Suppliers raw material provide ചെയ്തിട്ട് പേയ്മെന്റ് നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി സമയം തരും. അപ്പം ഇറ്റ്സ് എ ക്രെഡിറ്റ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. നോർമൽ ഡേ ടു ഡേ ബിസിനസ്സിൽ സംഭവിക്കുന്ന ചെറിയ ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് ട്രേഡ് ക്രെഡിറ്റ്. ഇറ്റ്സ് എ ഷോർട്ട് ടേം ഫൈനാൻസിങ് മെത്തേഡ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ്. ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് തരുന്നത്. അപ്പോൾ ബിസിനസ് യൂണിറ്റിനെ സംബന്ധിച്ച് അവരൊരു എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യുമ്പോൾ അതെന്താണ്, ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ് ആണ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് അഡ്വാൻസസ്. So some business houses get advances from their customers or agents. അപ്പം ചില കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ട് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യും. So that is a kind of short-term financing, that is advances. And the fifth one is factoring or accounts receivable credit. നമ്മൾ അക്കൗണ്ട്സ് റെസീവബിൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. സോ ഒരു ഫാക്ടറിങ് യൂണിറ്റിൻ്റെ അടുത്തോ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഷോർട്ട് ടേം ഫൈനാൻസ് റേസ് ചെയ്യുന്നതിനാണ് ഫാക്ടറിങ് ഓർ അക്കൗണ്ട് റെസീവബിൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ എ ഫാക്ടർ ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫേഴ്സ് services relating to management and financing of debts arising out of the credit sale. നമുക്ക് പൈസ തരാനുള്ള ബിസിനസ് യൂണിറ്റിന് ക്യാഷ് തരാനുള്ള ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഫാക്ടറിങ്ങിനെ നമ്മൾ അസൈൻ ചെയ്യാണ്. പക്ഷെ ഓൾറെഡി നമുക്ക് അവർ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും. പിന്നെ ആ ഡെപ്റ്റ് കളക്ട് ചെയ്യുന്നതും എല്ലാ റെസ്പോൺസിബിലിറ്റീസും ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഫാക്ടറിങ് യൂണിറ്റിനായിരിക്കും. So that is factoring or accounts receivable credit. And the sixth one is accrued expenses. So these are the expenses which have been incurred already but not yet paid also. നമ്മൾ ഓൾറെഡി ആ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട് പക്ഷെ പേ ചെയ്തിട്ടില്ല. സോ ദിസ് സിംപ്ലി റെപ്രസെൻറ്റ് എ ലയബിലിറ്റി ദാറ്റ് എ ഫേം ഹാസ് ടു പേ ഫോർ ദ സർവീസസ് ഓൾറെഡി റിസീവ്ഡ് ബൈ ഇറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ സർവീസസ് റിസീവ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. ദാറ്റ് ഈസ് ആൾസോ എ കൈൻഡ് ഓഫ് ലോൺ ഫൈനാൻസിങ്, ദാറ്റ് ഈസ് ഷോർട്ട് ടേം ഫൈനാൻസിങ്, ദാറ്റ് ഈസ് അക്രൂഡ് എക്സ്പെൻസ്. എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്, വേജസും സാലറീസൊക്കെ നമ്മൾ ഓൾറെഡി അവരുടെ സർവീസസ് എംപ്ലോയീസിൻ്റെ സർവീസസ്
ആക്സസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അവർക്ക് still we have to pay them. That is a kind of accrued expenses. And the seventh one is deferred income. These are the incomes received in advance before supplying goods and services. It's also a form of advances. That is, നമ്മൾ goods already സപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് സ്റ്റിൽ നോട്ട് റിസീവ്ഡ്. ദാറ്റ് ഈസ് ഡെഫേർഡ് ഇൻകംസ്. കിട്ടാനുള്ള ഇൻകംസിനെയാണ് ഡെഫേർഡ് ഇൻകംസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെഫേർഡ് ഇൻകം. ആൻഡ് ദ eighth one is commercial paper. Commercial paper is an unsecured promissory note issued by a firm to raise short-term funds. So it's an important money market instrument. And the other one is commercial banks. Commercial banks ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഫൈനാൻസിന് സോഴ്സ് വരുന്നത്? ത്രൂ ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്സ്, ഓവർ ഡ്രാഫ്റ്റ്, പർച്ചേസിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ലോൺസ് ടേം ലോൺസ് ഉണ്ടാവും, മീഡിയം ആൻഡ് ഷോർട്ട് ടേം ലോൺസ് ഉണ്ടാവും. ആൻഡ് ക്യാഷ് ക്രെഡിറ്റ്സ് ഒക്കെ ഷോർട്ട് ടേം ഫൈനാൻസിങ്ങിനാണ്. It's an arrangement by which a bank allows his customer borrow money up to a certain limit against some tangible securities or guarantees. ഒരു ഗ്യാരണ്ടിയുടെ മുകളിൽ അല്ലെങ്കിൽ ടാഞ്ചിബിൾ സെക്യൂരിറ്റിയുടെ മുകളിൽ അവർക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുന്നതിനാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അഗ്രിമെൻറ്റ് വിത്ത് എ ബാങ്ക് ബൈ വിച്ച് എ കറണ്ട് അക്കൗണ്ട് ഹോൾഡർ ഈസ് അലൗഡ് ടു വിഡ്രോ മോർ ദാൻ ദ ബാലൻസ് ടു ഹിസ് ക്രെഡിറ്റ് അപ് ടു എ സർട്ടൺ ലിമിറ്റ്. അവരുടെ അക്കൗണ്ടിലുള്ളതിനേക്കാളും, അത് കറണ്ട് അക്കൗണ്ട് ഹോൾഡറിനാണ് പൊതുവെ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഫെസിലിറ്റി കിട്ടുക. അപ്പോൾ അവരുടെ എമൗണ്ട്, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ബാലൻസിനേക്കാളും കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ്. ആൻഡ് പർച്ചേസിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. സോ ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഇൻ വിച്ച് എ ബാങ്ക് ലെൻസ് വിത്തൗട്ട് എനി കൊളാട്രൽ സെക്യൂരിറ്റി. ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാണ്ട് ഷോർട്ട് ടേം ഫൈനാൻസ് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമാണ് പർച്ചേസിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. So the other one is term loans. Term loans, commercial banks term loans issue ചെയ്യുന്നുണ്ട് സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, അതായത് ICICI, IDBI, IFCI, IRCI, SFCs. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സും ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൺവെൻഷണൽ സോഴ്സ് ഓഫ് ഫൈനാൻസിങ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ടേം ലോൺസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ടേം ലോൺസ്, സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടേം ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ലോൺ ഫൈനാൻസിങ്, equity shares, preferential shares. Conversion, if they ask for conventional source of financing, you have so many points. There are some other innovative sources of finance. Which are the first one is venture capital. Venture capital endana? It is the investment of risky capital. Risky capital invest ചെയ്യുന്നതിനാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിംഗ് ഇൻ എ ഹൈലി റിസ്കി പ്രോജക്ട്സ് എക്സ്പെക്ടിങ് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഹൈലി റിസ്കി ആയിട്ടുള്ള പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ നമ്മൾ സെക്കൻഡ് വൺ സീഡ് ക്യാപിറ്റൽ. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവരുടെ കയ്യിൽ ഇല്ലാണ്ട് വരുമ്പോൾ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? അവർക്ക് ഇക്വിറ്റി സ്റ്റേക്ക് ഓഫർ ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. അതിനെയാണ് സീഡ് ക്യാപിറ്റൽ ഫൈനാൻസിങ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ബ്രിഡ്ജ് ഫൈനാൻസ്. ബ്രിഡ്ജ് ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലോണിന് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ട് പിന്നെ ആ പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ, അതായത് പിന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട്, ഫേമിൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത് വരെയുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? അവർക്ക് ഈ ഗ്യാപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ലോൺസ് ഇഷ്യൂ ചെയ്യും. ഇതിനെയാണ് ബ്രിഡ്ജ് ഫൈനാൻസ് എന്ന് പറയുന്നത്. ആ ഒരു ലോണിൻ്റെ അപ്രൂവൽ പീരീഡും അത് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് ഈ ഗ്യാപ്പിലാണ് ഈ ഷോർട്ട് ടേം ലോൺസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ that kind of finance is called
bridge finance. So there is usually a time gap between the date of sanctioning of term loan and its disbursement by the financial institution to the concerned borrowing firm. അപ്പം ഈ ഗ്യാപ്പിനെ ഫൈനാൻസ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം ലോൺസ് ഉപയോഗിച്ച് ഈ ഗ്യാപ്പിനെ ഫൈനാൻസ് ചെയ്യുന്നതിനാണ് ബ്രിഡ്ജ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. സോ ഫോർത്ത് വൺ ഈസ് ലീസ് ഫൈനാൻസിങ്. ലീസ് ഫൈനാൻസിങ് എന്താണ്? It's an agreement that provides a firm with the use and control over asset without buying. ഒരു അസറ്റ് വാങ്ങാണ്ട് അത് യൂസ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് കിട്ടുന്നതിനെയാണ് ലീസ് ഫൈനാൻസ് എന്ന് പറയുന്നത്. സോ ദ കോസ്റ്റ് ഓഫ് ലീസിങ് ദ അസറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ കോസ്റ്റ് ഓഫ് ഫൈനാൻസിങ് ദ അസറ്റ് ത്രൂ നോർമൽ സോഴ്സ് ഓഫ് ഫൈനാൻസിങ്. അപ്പോൾ നമ്മളൊരു ലീസ് ഫൈനാൻസിങ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ അസറ്റ് ആക്ച്വലി നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര ഫൈനാൻസ് വരും, ലീസ് ഫൈനാൻസിങ്ങിലാവുമ്പോൾ എത്ര കോസ്റ്റ് വരുമെന്നുള്ളത് കമ്പയർ ചെയ്തിട്ടായിരിക്കണം. ബെനഫിഷ്യൽ ആണെങ്കിലായിരിക്കും ലീസ് ഫൈനാൻസിങ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഓപ്പറേറ്റിംഗ് ലീസ് ഉണ്ട്, ഫൈനാൻഷ്യൽ ലീസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് ലീസ് പൊതുവെ ഒരു ഷോർട്ട് ടേം ലീസ് ആയിരിക്കും. ഷോർട്ട് ടേം ലീസ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന അസറ്റിൻ്റെ ലൈഫിനേക്കാളും ഷോർട്ടായിട്ടുള്ള പീരീഡിലായിരിക്കും ഈ ലീസ് ഇഷ്യൂ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് ലീസ്. ഇത് ക്യാൻസലബിൾ ആയിരിക്കും. ഒരു ഷോർട്ട് നോട്ടീസ് കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ലീസ് എഗ്രിമെൻ്റ് ആണ് ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ്? ഈ അസറ്റിൻ്റെ ഇൻഷുറൻസും അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ ലെസ്സർ, അതായത് ആ അസറ്റിൻ്റെ യഥാർത്ഥ ഓണർ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ലെസ്സിക്ക് അതിൻ്റെ ഇൻഷുറൻസിൻ്റെയും മെയിൻ്റനൻസിൻ്റെ ഒന്നും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. സോ ദാറ്റ് കൈൻഡ് ഓഫ് ലീസ് ഈസ് കോൾഡ് ഓപ്പറേറ്റിംഗ് ലീസ്. പക്ഷെ ഫൈനാൻഷ്യൽ ലീസിൽ ഇതൊരു ലോങ് ടേം ലീസ് ആയിരിക്കും. അതിൻ്റെ അമോർട്ടൈസേഷനും ഡിപ്രിസിയേഷനും മെയിൻ്റനൻസും ഇൻഷുറൻസും ഒക്കെ ലെസ്സി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ നോൺ ക്യാൻസലബിൾ ആയിരിക്കും. ആൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ടോട്ടൽ ലീസ് റെൻ്റൽസ് പേയബിൾ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദ ലീസ് എക്സീഡ്സ് and is equal to substantially all of the fair value of the leased asset. And it also usually non-cancelable by the lessee prior to its expiration period. And lessee is generally responsible for the maintenance, insurance and service of the asset. അപ്പോൾ ഫൈനാൻഷ്യൽ ലീസിൽ ഇതിൻ്റെ ഇൻഷുറൻസും മെയിൻ്റനൻസും ഒക്കെ ആരായിരിക്കും? ഈ ലസ്സിയാണ്. ലസ്സി എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്ന ആൾ. ലെസ്സർ എന്ന് പറയുന്നത് ഈ അസറ്റിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഓണർ. അവരാണ് ലീസ് എഗ്രിമെൻറ്റിൽ ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് ഈ ലീസ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ലീസ് ഫൈനാൻസിങ്. സോ ദീസ് ആർ ദ സം ഇന്നോവേറ്റീവ് സോഴ്സസ് ഓഫ് ഫൈനാൻസ്. ആൻഡ് ഫാക്ടറിങ് ഒക്കെ വരും. ഫാക്ടറിങ് ഒക്കെ നമ്മൾ റെസീവബിൾസ് മാനേജ്മെൻറ്റിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നോവേറ്റീവ് സോഴ്സസ് ഓഫ് ഫൈനാൻസ് എഴുതുമ്പോൾ ഫാക്ടറിങ് എഴുതാം, ഈ വെഞ്ചർ ക്യാപിറ്റൽ, സീഡ് ക്യാപിറ്റൽ, ബ്രിഡ്ജ് ഫൈനാൻസിങ്. അപ്പം നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് അറിയാവുന്ന എല്ലാ സോഴ്സസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, so what is cost of capital? The cost of capital of a firm is the minimum rate of return expected by its investors. നമ്മൾ ഫൈനാൻസിൻ്റെ സോഴ്സസ് പഠിച്ചു, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡെപ്റ്റ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഒരു ഫേമിൽ പ്രിഫറൻസ് ഷെയർസ് വാങ്ങുമ്പോൾ അയാൾ ഒരു മിനിമം റിട്ടേൺ, അതായത് അയാൾ ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഡിവിഡൻഡ് ആണ് ഒരു കമ്പനീനെ സംബന്ധിച്ച് ആ ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ്. ഒരു ഡിബഞ്ചർ ആണെങ്കിൽ ആ കേസിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ആ കോസ്റ്റ്. പക്ഷേ ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ ആ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. കാരണം ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് അല്ല. അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിൽ ഫണ്ട് അക്വയർ ചെയ്യുമ്പോൾ അതിനൊരു മിനിമം കോസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ആ കോസ്റ്റിനെ എങ്ങനെയാണ് അവർ കാണുന്നത്? ദാറ്റ് ഈസ് ദെയർ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ മുകളിൽ അവർക്ക് കിട്ടുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണത്, ആ കോസ്റ്റ്. So the cost of capital of a firm is the minimum rate of return expected by its investors. And Solomon Ezra defines cost of capital as the minimum required rate of earnings or the cut-off rate of capital expenditures. Hampton John J. defines cost of capital as the rate of return the firm requires from the investment in order to increase the value of the firm in the marketplace. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്
ഇൻവെസ്റ്ററെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ബിസിനസ്സിനെ സംബന്ധിച്ച് ആ ക്യാപിറ്റൽ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റ്. So there are three basic concepts of cost of capital. Cost of capital is not a cost as such. ഇപ്പോൾ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ കോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ആ കോസ്റ്റിൻ്റെ ഒരു ആസ് സച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻഫാക്ട് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം റിക്വയർസ് ടു ഏൺ ഫ്രം ഇറ്റ്സ് പ്രോജക്റ്റ്. അതിൽ നിന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ which will at least maintain the market value of shares. And it comprises of three important components. That is, first one, expected normal rate of return at zero risk level, and the premium for business risk and the premium for financial risk. കാരണം ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർ ബിസിനസ് റിസ്ക്കും ഫൈനാൻഷ്യൽ റിസ്ക്കും അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും കൂടിയുള്ള പ്രീമിയം ആയിട്ടാണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാണുന്നത്. So what is the significance of cost of capital? As an acceptance criterion in capital budgeting. ഒരു capital expenditure decision എടുക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. അതായത് ഇപ്പോൾ രണ്ട് പ്രൊജക്റ്റുകൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് നമ്മളുടെ മുന്നിലുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കിയിട്ടായിരിക്കും ഈ പ്രൊജക്റ്റിൽ ഏത് ആക്സെപ്റ്റ് ചെയ്യണം ഏത് റിജക്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് സിഗ്നിഫിക്കൻറ്റ് ആസ് ആൻ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ആൻഡ് ആസ് എ ഡിറ്റർമിനൻറ്റ് ഓഫ് ക്യാപിറ്റൽ മിക്സ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, പ്രപ്പോർഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ. അപ്പം ഈ പ്രപ്പോർഷൻ ഫിക്സ് ചെയ്യുന്നതിൽ ബേസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇപ്പോൾ ഡെപ്റ്റ് വഴി അക്വയർ ചെയ്യണമെങ്കിൽ ആ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എന്താണ്, പ്രിഫറൻസ് ഷെയർസ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്താണ്, ഇതിൻ്റെയൊക്കെ കോസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് സിഗ്നിഫിക്കൻറ്റ് ആസ് എ ഡിറ്റർമിനൻറ്റ് ഓഫ് ക്യാപിറ്റൽ മിക്സ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ and as a basis for evaluating the financial performance. ഒരു ഫേമിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ബേസിസ് ആയിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ യൂസ് ചെയ്യുന്നു. ആൻഡ് ആസ് എ ബേസിസ് ഫോർ ടേക്കിംഗ് അതർ ഫൈനാൻഷ്യൽ ഡിസിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോഴൊക്കെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഒരു ബേസിക് ക്രൈറ്റീരിയയായി യൂസ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. And there are certain classification of cost of capital. The first one is historical cost and future cost. നമുക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആ പേരിൽ നിന്ന് അറിയാം എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഓൾറെഡി ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റാണ് ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആർ കോസ്റ്റ് റിലേറ്റഡ് ടു ദ പാസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് കോസ്റ്റ് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഇൻകർ ചെയ്താണ്. ഒരു ഫിക്സഡ് അസറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മൾ ഓൾറെഡി അത് ഇൻകർ ചെയ്ത് കഴിഞ്ഞാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ് ആർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. നമ്മളൊരു പ്രൊജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. Specific cost refers to the cost of a specific source of capital, and composite cost is combined cost of various source of capital. Specific cost എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റും പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഉണ്ടെങ്കിലും അതിൽ ഓരോ സോഴ്സിൻ്റെയും സ്പെസിഫിക് കോസ്റ്റ് ഓരോ ഇതിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോസ്റ്റിനെയാണ് എന്ന് പറയുന്നത് സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റിയും ഡെപ്റ്റും എല്ലാം കൂടിയ കമ്പൈൻഡ് കോസ്റ്റ് ആണ് നമ്മൾ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. So composite cost is the weighted average cost of capital or overall cost of the capital. And the third one is explicit cost and implicit cost. Explicit cost is the internal rate of return which equals the present value of cash inflows with the present value of cash outflow.
Present value of cash inflow, present value of cash outflow equate ചെയ്യുന്ന value ആണ് explicit cost എന്ന് പറയുന്നത്. It can be also called internal rate of return. And implicit cost is the opportunity cost foregone in order to take up the particular project. അതായത് നമ്മളൊരു ആൾട്ടർനേറ്റീവ് ഓപ്പർച്യൂണിറ്റിയിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, അതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നും പറയും. അതായത് നമ്മൾ ഫോർഗോ ചെയ്ത, നമ്മൾ ഒഴിവാക്കിയ ആൾട്ടർനേറ്റീവ് സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിലുള്ള കോസ്റ്റിനെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. Then average cost and marginal cost. Average cost of capital refers to the combined cost of various sources of capital as debentures, preferential shares, equity shares, and retained earnings. It is the weighted average cost of various sources of finance. And marginal cost of capital refers to the average cost of capital to be incurred to obtain additional funds required by a firm. അപ്പോൾ നിലവിലുള്ള ഫണ്ടിനേക്കാളും ഒരു യൂണിറ്റ് ഫണ്ടും കൂടി അക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എക്സ്ട്രാ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 1 യൂണിറ്റും കൂടെ അല്ലെങ്കിൽ ഒരു 1 റുപ്പിയും കൂടെ എക്സ്ട്രാ അക്വയർ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. Now the determination of cost of capital. In determination of cost of capital, we are going to discuss computation of specific cost of capital and also computation of weighted average cost of capital. So in cost of, first we are discussing cost of debt capital. In cost of debt capital, we are discussing cost of irredeemable debt and cost of redeemable debt. So going cost of irredeemable debt, again we have to classify it by two, that is cost of irredeemable debt after tax and before tax. In redeemable debt also it will be the after tax and before tax. So here normally we used to denote cost of debt as KD. Here it's like KDB, that is cost of debt before tax, that is by KDB. So KDB, how we will calculate? Interest divided by principal amount. If it is issued at a par value, it is principal amount. Par value ലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെ ഇക്വേഷനിൽ യൂസ് ചെയ്താൽ മതി. ബിഫോർ ടാക്സ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇനി issued at പ്രീമിയം ഓർ ഡിസ്കൗണ്ട്, പ്രീമിയത്തിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? KDB ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് പ്രീമിയം ആണെങ്കിൽ അത് ആഡ് ചെയ്തിട്ടും ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് ലെസ് ചെയ്തിട്ടും, അതായത് പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത നെറ്റ് എമൗണ്ട്, ദാറ്റ് ഈസ് നെറ്റ് പ്രൊസീഡ്സ്, അതാണ് നമ്മൾ ഇക്വേഷൻസിൽ യൂസ് ചെയ്യേണ്ടത്. So KDB equal to interest divided by net proceeds. ഇനി നമുക്ക് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? KDA എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. KDA ഈക്വൽ ടു KDB ഇൻറ്റു 1 മൈനസ് T. T ഈസ് ടാക്സ് റേറ്റ്. T എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ആണ്. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? KDB എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട് ഓർ നെറ്റ് പ്രൊസീഡ്സ് ആണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. സോ ദാറ്റ് ഈസ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. An example, X Limited issues 50 rupees 50,000 8% debentures at par. So it is issues at par and the tax rate is 50%. So after tax we have to calculate after tax denoted as KDA, that is interest divided by net proceeds. Here net proceeds will be the principal amount because there is no premium and discount is given. So the same 50,000 will taken and the tax rate is 50%, that is 50 divided by 100, 0.50. So the 8% interest on 50,000 will be 4,000. So 4,000 divided by 50,000 equal into 1 minus 0.50. It will come 0.04.
When it multiplied by 100, we will get 4%. So the next example is Y Limited issues 50,000 8% debentures at a premium of 10% and the tax rate is 60%. So first we have to calculate the interest. Interest we will calculate on the principal amount, that is 50,000, the 8% of 50,000, that is 4,000. But now we have to calculate the net proceeds. How we will calculate? 50,000 at 10%, that is 5,000. So 50,000 plus 5,000 is 55,000. Net proceeds will be 55,000. So 4,000 divided by 55,000 into 1 minus 0.60. 60% is the tax rate. It will be 0.0291. When multiplied by 100, it will be 2.91%. And the next example is A Limited issues rupees 50,000 8% debentures at a discount of 5%. 5% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം 50,000 5% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2,500. അപ്പോൾ 50,000 minus 2,500, 47,500 will be the net proceeds. But the interest we will calculate on the principal amount, that is 50,000 8% തന്നെയാണ്. അപ്പം interest will be 4,000 and the tax rate is 50%. So 4,000 divided by 47,500 into 1 minus 0.50 will be 4.21%. And the next example is B Limited issues 1 lakh 9% debentures at a premium of 10% and the cost of flotation are 2% and tax rate applicable is 60%. Here one more additional adjustment is that is flotation cost. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ എപ്പോഴും നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെറ്റ് പ്രൊസീഡ്സിൻ്റെ മുകളിലാണ് നമ്മൾ ആ 2%. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാണോ തന്നിട്ടുള്ളത് ആ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് എത്രയായിരിക്കും? 1 ലാഖിൻ്റെ 10% ആണ് പ്രീമിയം. 1 ലാഖിൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000. So 1 lakh plus 10,000, that is 1 lakh 10,000. ഈ 1 lakh 10,000 2% ആണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കണക്കാക്കേണ്ടത്. അപ്പം 1 lakh 10,000 2% എത്രയായിരിക്കും? 2,200. ഈ 1 lakh 10,000 2,200 മൈനസ് ചെയ്ത വാല്യൂ ആയിരിക്കും നെറ്റ് പ്രൊസീഡ്സ് വരിക. So the net proceeds will be 1,07,800. So what is the interest rate? 1 ലാഖിൻ്റെ 9%, 9,000. അത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം 1 ലാഖിൻ്റെ 9% 9,000 ആയിരിക്കും. 9,000 divided by 1,07,800 into 1 minus 0.60. That will be 3.34%. This is the calculation of irredeemable cost of debt or perpetual cost of debt. We are going to see cost of redeemable debt. എന്താണ് redeemable debt? Redeemable debt can be redeemed after certain period of time. ഒരു certain period കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് redeem ചെയ്യാൻ പറ്റും. So cost of redeemable debt calculate ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡ് yield to maturity and trial and error മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പം ഇതിലും ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും ഉണ്ട്. നമ്മൾ yield to maturity കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം yield to maturity വെച്ചിട്ടാണ് ഈ കോസ്റ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ബിഫോർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. KDB കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം KDBന്ന് 1 മൈനസ് ടാക്സ് റേറ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ കേസിൽ ഇപ്പോൾ റെഡീമബിൾ ഡെപ്റ്റ് ആകുമ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ് വരിക? റെഡീമബിൾ ഡെപ്റ്റ് ആകുമ്പോൾ എന്ത് വരും? റിഡംഷൻ വാല്യൂ ഉണ്ടാവും. റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സർട്ടൺ പീരീഡ് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണ് ഇവർക്ക് തിരിച്ച് പേ ചെയ്യുന്നത്, അതാണ് റിഡംഷൻ വാല്യൂ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 100 റുപ്പീസിലാണ്. പാർ വാല്യൂ 100 റുപ്പീസാണ്. പിന്നെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും ഓരോ ഇയറിലും. അത് കഴിഞ്ഞ ശേഷം റിഡംഷൻ വാല്യൂ, ഇപ്പോൾ അവർ പറയും ഞങ്ങൾ പ്രീമിയത്തിൽ റെഡീം ചെയ്യാമെന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലായിരിക്കും റെഡീം ചെയ്യാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റിഡംഷൻ വാല്യൂ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ്.
ഇത് മനസ്സിലാക്കിയതാണ് റിഡംഷൻ വാല്യൂ. അപ്പം ഇത് ഇൻട്രസ്റ്റ് മാത്രമല്ല ഒരു കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ ഇത് വരിക, ഈ ടോട്ടൽ റിഡംഷൻ വാല്യൂ അടക്കമുള്ള ഈ കോസ്റ്റ്, ഇതിലൊരു ഈ എല്ലാ വാല്യൂയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വരുന്നത്. നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. So here we will see an example of trial and error method. A 5-year debenture at rupees 100 FM can be sold for a net price of 95.60, and the coupon rate of interest rate is 14%, and the debenture will be redeemed at 5% on 5% premium on maturity, and the tax rate is 35%. So the debenture value is 100 and the current market price is 95.90 and the interest is 14%. So we will draw a line, and the debenture value is 100, that is inflow, and the interest is 14% per annum, that is 14 each year. No, 14 each year. So the interest will be paid for 5 years, and the redemption value is, what is the redemption value? It is redeemed at a 5% premium on maturity. 5% of 100, it is 5. So the redemption value will be 105. So you have understood, no? So the current market price of that debenture is 95.60. 95.60. So the present value of cash inflow is 95.60. So now we will calculate the cost of debt, as we will assume 15%. It can be 12%, 13%. So first we will calculate here. First we will calculate the discount factor at 15%. So here you can see the current market price, that is V0 is 95.90 and redemption value is 105 and the interest rate for each year is 14. So we have to calculate this KD. So how we will calculate? 14 can be multiplied with the discount factor. So first 15% discount factor we will multiply. So 14 multiplied by 0.870 plus 14 multiplied by 756. Like this we will calculate the present value at 15%. So what is the present value to 15%? 99.12. So this present value is greater than the current market price, the present value of inflow. So we have to assume greater discount factor to make it as negative. We will try more discount factors till the NPV is negative. We have studied in IRR, no? So now we will try with the 17%. So what is the NPV? We have calculated at 17%, 92.68. It's the same way we have calculated the 15%. 14 into discount factor of 17% plus 14 into discount factor of 17% discount factor. So we will get 92.68. So this is less than the present value of current present value. No. So now we will use the IRR interpolation formula to calculate the cost of debt. The cost of debt will be in between 15 and 17. So what is the interpolation formula? The lower rate plus the rate difference, higher rate minus lower rate multiplied by the lower rate NPV divided by present value at lower rate minus present value at higher rate. So what is the lower rate is 15% and the higher rate is 17% and lower rate is 15%. And the NPV at lower rate is how we have calculated this 3.22, that is
99.12 minus 95.60. We have calculated the NPV 3.22. And what is this 6.44? This is the difference between these two. The present value of lower rate minus present value of higher rate, that is 99.12 minus 92.68, that is 6.44. The same equation you have followed in calculation of internal rate of return. Okay, now we will get it is 16%. So the cost of debt is 16%. After getting the cost of debt before tax, we have to calculate the after tax cost of debt, that is KDP multiplied by 1 minus tax rate. Tax rate is given 35%. So 16 multiplied by 1 minus 0.35 is equal to 10.4%. So like this we have to calculate the cost of debt using trial and error method. We will discuss the shortcut method to compute cost of redeemable debt. So first we will see that before tax cost of redeemable debt. What is the equation? KDB equal to I plus 1 by n into RB minus NP divided by 1 by 2 RB plus NP. So here I is the interest rate and n is the number of years and RV is the redemption value. Redemption value we have already discussed, and NP is the net proceeds. So you have to remember the equation to calculate cost of redeemable debt. And after tax cost of redeemable debt, here it will come 1 minus T, interest multiplied by 1 minus T plus 1 by n into RV minus NP divided by 1 by 2 into RV plus NP. So in after tax cost of redeemable debt, interest should be multiplied by 1 minus tax rate. Okay, so we will see an example. Here a company issues 10 lakh 10% redeemable debentures at a discount of 5%, and cost of flotation amount is 30,000, and the debentures are redeemable after 5 years, and we have to calculate before tax and after tax cost of debt assuming tax rate of 50%. 50% ആണ് tax rate. So നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 10 ലാക്കിൻ്റെ 10% ആണ് ഇൻട്രസ്റ്റ്. എത്രയാണ്? 1 ലാക്ക് വരും. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താണ് വരുന്നത്? NP കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഈ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% ആണ്. അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% ആണ്. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ എത്രയായി? 10 ലാക്കിൻ്റെ 50,000 വരും. അപ്പം 9,50,000 ആണ് നെറ്റ് പ്രൊസീഡ്സ് വരുന്നത് അല്ലേ? 9,50,000 ആണ് നെറ്റ് പ്രൊസീഡ്സ് വരുന്നത്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്ത് ലെസ് ചെയ്യണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് 30,000 തന്നിട്ടുണ്ട്. ഈ 30,000 ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 9,20,000 ആയി. ഓക്കെ, അപ്പോൾ NP നമ്മളിപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? 10 lakh minus 50,000. 50,000 എന്താണ്? 5% ഡിസ്കൗണ്ട്. 5% ഡിസ്കൗണ്ട് 50,000 ലെസ് ചെയ്തു. അതിനുശേഷം ആ വാല്യൂന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ 30,000 ലെസ് ചെയ്തു. എത്രയായി? 9,20,000. ഇനി ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇങ്ങനെ എമൗണ്ട് പറയുന്നതിന് പകരം ഒരു പെർസെൻറ്റേജ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വാല്യൂമിലാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ ഡിസ്കൗണ്ട് ലെസ് ചെയ്ത് 9,50,000 മുകളിലായിരിക്കും നിങ്ങൾ ആ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പം നമ്മൾ അങ്ങനത്തെ പ്രോബ്ലം നമ്മൾ റെഡീമബിൾ ഡെപ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്തു. അത് ശ്രദ്ധിക്കുക, ഇവിടെ ഫ്ലോട്ടേഷൻ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 10 ലാക്കിന്ന് ഡിസ്കൗണ്ട് 50,000 കുറച്ചു, അത് 9,50,000. അതിൽ നിന്ന് 30,000 ഫ്ലോട്ടേഷൻ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്തു. അപ്പം 9,20,000. അപ്പം നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്? 9,20,000 ആണ്. പിന്നെ റിഡീം ചെയ്യുന്ന റിഡംഷൻ വാല്യൂ എത്രയാണ്? ഇവിടെ പ്രത്യേകിച്ച് പെർട്ടിക്കുലർ ആയിട്ട് ക്വസ്റ്റ്യനിലൊന്നും പറയാത്ത സ്ഥിതിക്ക്
redemption value 10 lakh തന്നെയാണ്. ഓക്കെ, സോ നമ്മളിനി ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് 1 lakh പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5 ഇയേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1 ഡിവൈഡഡ് ബൈ 5 മൾട്ടിപ്ലൈഡ് ബൈ 10 lakh മൈനസ് 9,20,000 divided by 1 by 2 into 10 lakh plus 9,20,000. So what we will get 12.08%. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ പേഴ്സൻറ്റിലോട്ട് മാറ്റുന്നത് 0.01208 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ it can be converted into percentage, that is 12.08%. Okay, and now we will calculate after tax redeemable debt. After tax redeemable debt ആകുമ്പോൾ എന്താണ് ഇക്വേഷനിലെ ഡിഫറൻസ് വരുന്നത്? ഇൻട്രസ്റ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ്. അപ്പോൾ ടാക്സ് റേറ്റ് ഇവിടെ എത്രയാണ്? 50% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷനിലോട്ട് ഈ സെയിം വാല്യൂസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 lakh മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് 0.5, 50%, that is 0.5 plus 1 divided by 5 multiplied by 10 lakh minus 9,20,000 divided by 1 by 2 into 10 lakh plus 9,20,000. എത്രയാണ് കിട്ടുന്നത്? 6.875 കിട്ടും. So this is the method to calculate cost of redeemable debt through shortcut method. Okay. So we will see some more examples. A 5-year of rupees 100 debenture of a firm can be sold for a net price of 96.50. The coupon rate of interest is 14% per annum, and the debenture will be redeemed at a 5% premium on maturity, and firm tax rate is 40%. Here they told to calculate after tax cost of debenture, but here in solution both before tax cost of debt and after cost debt is calculated. So we will see what are the things they have given and how we will substitute in equation. Now here the net proceeds is 96.50 because the current market value is 96.50. So the net proceeds we will take it as 96.50, and redemption value is 5% premium on maturity. 5% premium on maturity, that is 100 plus 5. So the redemption value is 105. So the current market price we will take it as net proceeds, and the redemption value is 105. Okay, and the interest is 14% on rupees 100, that is 14. So the interest is 14, and 5-year n is 5-year. So we will substitute all these values in equation. 14, that is interest, plus 1 divided by 5 into 105 minus 96.50 divided by 1 by 2 multiplied by 105 plus 96.50. So the answer will be 15.58%. So here you should be careful when you take net proceeds. The current market price will be considered as net proceeds. Okay, and after tax cost of debt redeemable, we will calculate interest, that is 14 multiplied by 1 minus 0.4, that is 40% is the tax rate. So 1 minus 0.4 plus 1 divided by 5 into 105 minus 96.50 divided by 1 by 2 multiplied by 105 plus 96.50. So the answer will be 10.025%. Okay, so here you should be careful when you take the net proceeds. Net proceeds will be the current market price. Okay,
And now the next problem is assuming that a firm pays tax rate at a 50%. Compute the after-tax cost of debt capital in the following cases. So the perpetual bond sold at par, coupon rate of interest being 7%. Par value ഇഷ്യൂ ചെയ്യുന്നത് പെർപെക്ച്വൽ ബോണ്ടാണ്, അതായത് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് കേസിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 7% തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എ 10-year 8% rupees 1000 per bond sold at 950 less 4% underwriting commission. ഇത് ഇവിടെ ഇറഡീമബിൾ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെയും നമ്മൾ 50% ഇൻട്രസ്റ്റ് ടാക്സ് റേറ്റ് ആണ്, 50% ആണ് ടാക്സ് റേറ്റ്. അപ്പം ഈ പ്രോബ്ലത്തിൽ ഇറഡീമബിൾ ഡെപ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാണ്ട് റെഡീമബിൾ ഡെപ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുക കോസ്റ്റ് ഓഫ് പെർപെക്ച്വൽ ബോണ്ട്. കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആഫ്റ്റർ ടാക്സ് ഇക്വേഷൻ എന്തായിരുന്നു? I divided by NP. I is interest divided by net proceeds multiplied by 1 minus tax rate. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 7% ആണ്. അപ്പോൾ 7 divided by 100 multiplied by 1 minus 0.50. The answer will be 3.5%. The cost of redeemable debt after tax എന്താണ് ഇക്വേഷൻ? I multiplied by interest multiplied by 1 minus tax rate plus 1 divided by n multiplied by redemption value minus net proceeds divided by 1 by 2 multiplied by redemption value plus net proceeds. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മളുടെ വാല്യൂസ് ഉള്ളത്? ഇവിടെ 1000 ആണ് ഡിബഞ്ചർ വാല്യൂ, ബോണ്ട് വാല്യൂ 1000 ആണ്. ഈ 1000 8% ആണ് എന്ത് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ഇൻട്രസ്റ്റ് അപ്പോൾ എത്രയാണ്? 1000 8% 80 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. നെറ്റ് പ്രൊസീഡ്സ് 950 സെൽ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. 950 എന്ത് ലെസ് ചെയ്യണം? 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ലെസ് ചെയ്യണം. 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട് വരുന്നത്? 9. സോ ഈ 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 950 മുകളിലാണ്. 950 ഇൻറ്റു 4/100 എത്രയാണ്? 38. അപ്പോൾ 950 മൈനസ് 38 എത്രയാണ് ആൻസർ വരുന്നത്? 912. 950 മൈനസ് 38 ഇതാണ് 912. എങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായല്ലോ? 950 മുകളിൽ ഈ 4% അണ്ടർ റൈറ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്തപ്പം 38 ആണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ വരുന്നത്. ഈ 38 950 ലെസ് ചെയ്തിട്ടാണ് ഈ 912 കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ വാല്യൂസ്. 80 ഇൻട്രസ്റ്റ് 80 ആണ്. 80 multiplied by 1 minus 0.5 plus 1 divided by 10. 10 year ഇവിടെ തന്നിട്ടുണ്ട്. n 10 year ആണ്. 1 divided by 10 into 1000 minus 912 divided by 1 by 2 multiplied by 1000 plus 912. So what will be the answer? 5.1%. So now we are going to calculate cost of zero coupon bonds. What is zero coupon bonds? Sometimes companies issues bonds or debentures at a deep discount without any interest rate. Interest rate illande deep discount issue ചെയ്യുന്ന bonds അല്ലെങ്കിൽ debentures നെയാണ് zero coupon bonds എന്ന് പറയുന്നത്. So how we will calculate the cost of zero coupon bonds? Because it does not carry any interest rate. So we will use present value of cash flow method, that is trial and error method. So here we are having an example. So X Limited has issued redeemable zero coupon bonds at rupees 100 each at a discount rate of 60. So the cash outflow is 60. It is repayable at 60. Cash inflow is 100. So repayable at the end of 4th year. So now first you have to assume a discount factor. You can assume 10%, 11%.
So here we are assuming 12%. So what is the discount factor at this 12%? 0.636. You know how we can calculate discount factor. We have discussed it in time value of money itself. So the discount factor is 0.636. So 100 multiplied by 0.6636, the present value of inflow is 63.60. So how we will calculate the NPV? 63.60 can be 60 can be deducted from 63.60, that is 3.60, and now the NPV is positive. So we have to assume a larger discount factor to get a negative NPV. So we will assume 14% now. The discount factor is 0.592. So 100 into 0.592. The present value is 59.20. So what is the NPV? Negative 0.80. So here the NPV negative. So the cost of debt will be in between 12% or 14%. So now we will use the interpolation formula that we have used in calculation of IRR and trial and error method. So here the lower rate, this is the equation, and here the lower rate is 12, and 12 plus NPV at the lower rate, NPV at lower rate, NPV at 12%, that is 3.60, and PV at lower rate minus PV at higher rate, that is 3.60 minus 0.80. So we will substitute these values in the equation, and we will get the answer 13.64%. So here we used to calculate the cost of zero coupon bonds. So the another topic is cost of preference share capital. It is moreover similar to cost of debt calculation. So here also first we will discuss the cost of irredeemable preference shares, cost of perpetual preference shares or irredeemable preference shares. So how we will calculate KP, that is we will denote cost of preference shares as KP. KP equal to dividend divided by principal amount. In cost of debt it was interest, in preference shares it will become dividend. So dividend divided by principal amount. If it is issued at par, it will be principal amount, or if it is issued at a discount or premium, it will become net proceeds. Discount or premium, whichever it is, we have to adjust it in principal amount and we have to take net proceeds. So what is the equation for cost of preference share capital calculation? KP equal to dividend divided by principal amount or dividend divided by net proceeds. Okay, that is for irredeemable preference shares or perpetual preference shares. Now we will see how we will calculate cost of redeemable preference shares. So cost of redeemable preference shares equal to dividend plus maturity value. MB is maturity value, that is redeemable value, minus net proceeds, and divided by n, that is number of years, divided by 1 by 2, multiplied by maturity value plus net proceeds. So this is the equation. You have to remember the equation. MV is the maturity value, that is redemption value, and NP is the net proceeds, and dividend is the annual dividend. We'll see some examples for irredeemable preference share capital and cost of redeemable preference share capital. So first we will see how we will calculate cost of irredeemable preference share capital. So the first example is a company issues 10,000 10% preference shares of rupees 100 each, and the cost of issue is 2 per share, and calculate cost of preference share capital if these shares are issued at a par and at a premium of 10% and at a discount of 5%. So what is the equation? Cost of preference share capital equal to dividend divided by net proceeds. ഇവിടെ irredeemable preference shares ആണ്.
സോ ഡിവിഡൻഡും നെറ്റ് പ്രൊസീഡ്സും ആണ് രണ്ട് വേരിയബിൾസ് വരുന്നത്. സോ ദ ഡിവിഡൻഡ് വിൽ ബി 10% of 10 lakh. 10 lakh, 10,000 shares of rupees 100 is 10,000 into 100, 10 lakh. 10 lakh in the 10% ആണ് ഡിവിഡൻഡ് വരുന്നത്. That is 1 lakh. ഇനി നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അറ്റ് പാർ ആവുമ്പം 10,000 into 100 10 lakh ആണ്. ഇതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 2 per share. 10,000 ഷെയർസിൽ ഓരോ ഷെയർസിനും ₹2 വെച്ച് കോസ്റ്റ് ഓഫ് ഇഷ്യൂ വരുന്നത്. സോ 10,000 into 2 20,000. സോ ഈ 10 lakh നിന്ന് 20,000 മൈനസ് ചെയ്തിട്ട് നെറ്റ് പ്രൊസീഡ്സ് 9,80,000. So dividend is 1 lakh. 1 lakh divided by 9,80,000 equal to 10.20%. And the next case is at the shares are issued at a premium of 10%. So 10 lakh into 10% എത്രയാണ് 1 lakh. So 10 lakh plus 1 lakh 11 lakh ആയിരിക്കും ടോട്ടൽ എമൗണ്ട് വരുന്നത്, ഷെയർസിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഇഷ്യൂ മൈനസ് ചെയ്യണം 20,000. സോ the net proceeds will be 10,80,000. Dividend will be the same 1 lakh. 10 lakh in the 10% is 1 lakh. So the answer will be 9.26%. And in case of discount, it is 5% discount. Then 10 lakh in the 5% is 50,000. So 10 lakh minus 50,000, 9,50,000. Then again 20,000 cost of issue minus ചെയ്യണം. So the net proceeds will be 9,30,000. So the dividend will be the same 1 lakh. 1 lakh divided by 9,30,000. The answer will be 10.75%. So now we will see an example of cost of irredeemable preference share capital. So a company issues 10,000 10% preference shares of ₹100 each, redeemable after 10 years at a premium of 5%. The cost of issue is 2 per share. Calculate cost of preference share capital. ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് മെച്യൂരിറ്റി വാല്യൂ വരുന്നുണ്ട്, നെറ്റ് പ്രൊസീഡ്സ് വരുന്നുണ്ട്. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആകുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ് മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. ഇവിടെ മെച്യൂരിറ്റി വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂ എത്രയാണ് പറയുന്നത്? അറ്റ് പ്രീമിയം ഓഫ് 5%. 5% പ്രീമിയത്തിനാണ്. അപ്പം 10 ലാഖിൻ്റെ 5% എത്രയാണ്? 50,000. So the maturity value will be 10,50,000. Okay. And what will be the net proceeds? It is 10 lakh. At par ആണ് ഇഷ്യൂ ചെയ്യുന്നത്, കാരണം വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അറ്റ് പാർ ആകുമ്പോൾ 10,000 into 100 10 lakh. പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് ഇഷ്യൂ 20,000 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 per share. 10,000 ഷെയർസ് ആണുള്ളത് into 2, that is 20,000. ഈ 20,000 10 lakh മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9,80,000 will be net proceeds. സോ നമ്മളിവിടെ മെച്യൂരിറ്റി വാല്യൂ എത്രയാണെന്ന് പറഞ്ഞു, നെറ്റ് പ്രൊസീഡ്സും കാൽക്കുലേറ്റ് ചെയ്തു. ഇനിയുള്ള എന്താണ്? ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് എത്രയാണ്? 10,000 ഷെയർസിന് 100 ഈച്ച് ഇഷ്യൂ ചെയ്യുമ്പോൾ 10 lakh. 10 ലാഖിൻ്റെ 10% ആണ് ഡിവിഡൻഡ് വരുന്നത്. ദാറ്റ് ഈസ് 1 lakh. So now we can substitute all the values in the equation. So what is the equation? Dividend plus maturity value minus net proceeds divided by n. n എന്താണ്? ഇയേഴ്സ് ആണ്. എത്ര ഇയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്? 10 ഇയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡിവൈഡഡ് ബൈ 1/2 into maturity value plus net proceeds. So we will substitute all the values. 1 lakh plus 10,50,000 minus 9,80,000 divided by 10 divided by 1/2 into 10,50,000 plus 9,80,000. So the answer will be 10.54%. So equation ഓർത്തു വെക്കുക. ഇക്വേഷനിൽ വാല്യൂസ് ഏത് ഡിവിഡൻഡ് മെച്യൂരിറ്റി വാല്യൂ ഒക്കെ ആദ്യം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. മെച്യൂരിറ്റി വാല്യൂവിന് എന്തെങ്കിലും അഡ്ജസ്റ്റ് പ്രീമിയം പറഞ്ഞിട്ടുണ്ടോ, ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മെച്യൂരിറ്റി വാല്യൂ. നെറ്റ് പ്രൊസീഡ്സ് ആണെങ്കിലും പ്രീമിയം ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഫ്ലോട്ടേഷൻ കോസ്റ്റോ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻസ് നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ മെത്തേഡ്. ഇവിടെ നമ്മളൊരു എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് വെച്ചിട്ടാണ് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസിന്റെ കേസിൽ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടാവില്ല എന്ന് പഠിച്ചില്ലേ നിങ്ങൾ? ഇനി ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് മാത്രമല്ല, ലോസ് ഉള്ള ഇയേഴ്സ് ആണെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ളത് ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ല. സോ എപ്പോഴും ഡിവിഡൻഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൽ നമ്മളൊരു എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് റേറ്റ് വെച്ചിട്ടാണ് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So the equation is KE equal to dividend divided by net proceeds. ഇവിടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. അപ്പം കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ. ആ ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് ഈ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂ. നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഫ്രഷ് ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത്. കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ എടുക്കുക. സോ ഹിയർ ദ KE is cost of equity capital. D is equal to expected dividend per share. NP is the net proceeds per share. MP is the market price per share. So we will see an example. A company issues 1000 equity shares of ₹100 each at a premium of 10%. So the company has been paying 20% dividend to equity shareholders for the past 5 years and expect to maintain the same in the future also. So the expected dividend rate is 20%. കഴിഞ്ഞ 5 ഇയേഴ്സിൽ 20% കൊടുത്തിട്ടുണ്ട്. അതേ റേറ്റ് തന്നെ നെക്സ്റ്റ് ഇയറിലും മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് എന്തുകൊണ്ട് 20% ഡിവിഡൻഡ് റേറ്റ് പറയുന്നത്. So to compute the cost of equity capital, will it make any difference if the market price of equity share is 160? So first നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഡിവിഡൻഡ് എത്രയാണ്? 20%. 100ൻ്റെ 20% 20. സോ നെറ്റ് പ്രൊസീഡ്സ് ഈസ് 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം 100ൻ്റെ 10% 10. സോ 110ലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുന്നത്? 20 ഡിവൈഡഡ് ബൈ 110 ഇസ് ഈക്വൽ ടു 18.18%. സോ ഇനി ഇത് ഓൾറെഡി ഇഷ്യൂ ചെയ്ത എക്സിസ്റ്റിംഗ് ഷെയർ ആണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 160 ആണെങ്കിൽ എത്രയാണ് വരുന്നത്? ഡിവിഡൻഡ് 20 ആണ്. 20 ഡിവൈഡഡ് ബൈ 160 ഈക്വൽ ടു 12.50%. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് ഓർ ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ മെത്തേഡിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ് മെത്തേഡ്. ഒരു ഫേമിൻ്റെ ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റും ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആവുമ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് മെത്തേഡ് ഈസ് used to compute cost of equity capital when the dividends of the firm are expected to grow at a constant rate or the dividend payout ratio is constant. അപ്പോൾ എന്താണ് ഇക്വേഷൻ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു ഡിവിഡൻഡ് D1. What is D1? Expected dividend per share at the end of the year. ആ ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് D1 എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് പ്ലസ് ഗ്രോത്ത് റേറ്റ്. In case the D1 is not given but the previous year dividend is given, then the equation will be D0 into 1 plus growth rate divided by net proceeds plus growth rate. So to calculate cost of equity share capital, net proceeds in the above equation should be replaced by the market price. Existing equity share capital ആണെങ്കിൽ net proceeds പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? മാർക്കറ്റ് പ്രൈസ് യൂസ് ചെയ്യും. ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് ആണ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 1000 ന്യൂ ഷെയർസ് ഓഫ് ₹100 each.
and the flotation costs are expected to be 5%, and the company pays dividend of rupees 10 per share. Initially, the growth in dividend is expected to be 5%. So compute the cost of new issue of equity shares. First, cost of equity of new issue ആണ് calculate ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ net proceeds ആണ് യൂസ് ചെയ്യുന്നത്. So ഇവിടെ എന്തൊക്കെ values ആണ് തന്നിട്ടുള്ളത്? Dividend തന്നിട്ടുണ്ട്. 10 rupee ആണ് dividend initially pay ചെയ്യുന്നത്. So D1 ആണ്. Initially expect ചെയ്യുന്ന dividend ആണ്. And the net proceed is 100 minus 5% flotation cost is there. Flotation cost on 100 rupees value will be 5. So 100 minus 5, 95. 95 will be the net proceeds. 100 minus 5. Okay. So 10 divided by 95 plus 5% is equal to 15.53 will be the answer. And in case of the second case is if the current market price of an equity share is 150. So that is existing equity share capital. So there we have to calculate cost of equity using the market price. So the dividend will be the same, but the market price will be the 150 and plus 5% growth rate. So the answer will be 11.67%. So another example, the shares of a company are selling at 40. So that is existing equity share capital. So the market price is 40 and it had paid a dividend of 4 per share. It's already paid a dividend of 4 rupees per share. So the investors market expects a growth rate of 5%. Growth rate is given 5%. So first case lendan calculate and compute the company's equity cost of capital. So here the D0 is given. The 4 rupee dividend is already given. So the equation will be D0 into 1 plus growth rate divided by net proceeds plus growth rate. So we will substitute the values in equation. Dividend is 4 multiplied by 1 plus growth rate is 5%. So 1 plus 0.05 divided by 40. 40 is the market price plus 5% growth rate. So the answer will be 15.5%. Okay. Then here the second case is if the anticipated growth rate is 7% per annum. Anticipated growth rate is 7% ആണെങ്കിൽ എന്താണ് calculate ചെയ്യാൻ പറ്റുള്ളത്? Calculate the indicated market price. അപ്പം ഇക്വേഷനിൽ മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതുണ്ട്. അപ്പോൾ 7% ഗ്രോത്ത് റേറ്റ് 7% ആവുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്ര ആയിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So here in the equation, cost of equity is given, dividend is given, growth rate is given. So market price we have to calculate. So cost of equity 15.50 equal to 4 into 1.7. Growth rate is 1.7%. So 1.07 divided by market price plus 7%. So how we will calculate this? 7% plus will be negative when it go to this side. Okay, so 15.50 minus 7% plus 7 ഈ അതർ സൈഡിലോട്ട് വരുമ്പോൾ അത് -7 ആവും. അപ്പോൾ 15.50 minus 7 equal to 4.28 divided by market price. So the market price will be 4.28 divided by 8.50. So the answer will be 50.35. ഇത് ശ്രദ്ധിക്കുക, ഇവിടെ 7% അതർ സൈഡിലോട്ട് വരുമ്പോൾ അത് -7 ആവും. ഇത് മൈനസ് ചെയ്യുമ്പോൾ 8.50 കിട്ടും. മാർക്കറ്റ് പ്രൈസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഈ 4.28നെ നമ്മൾ 8.50 ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ദ ആൻസർ വിൽ ബി 50.35. Okay. So the next method is earning yield method or earning price ratio. So under this method, the cost of equity is the discount rate that equals earning per share. That is future earning per share
with the net proceeds or the current market price. That means cost of equity equal to earning per share divided by net proceeds. Existing capital ആണെങ്കിൽ earning per share divided by market price. Okay. അപ്പം earning yield മെത്തേഡിൽ വളരെ സിമ്പിൾ ആണ്. Earning per share divided by net proceeds ആണ് cost of equity and cost of existing capital ആണെങ്കിൽ EPS divided by market price ആയിരിക്കും. EPS എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Earnings divided by number of outstanding shares അല്ലെങ്കിൽ earnings divided by number of existing equity shares. Okay. So we will see an example of earning yield method. A firm is currently earning 2 lakh. Earnings 2 lakh ആണ് and its share is selling at current market price of rupees 200. Current market price 200 തന്നിട്ടുണ്ട്. So the company has 10,000 shares outstanding. It decided to raise additional funds of rupees 5 lakh. If the flotation cost are 10 per share, the company can sell the share at for rupees 180. So what is the cost of equity? അപ്പം ന്യൂ ഇഷ്യൂ 180ൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഏർണിങ്സ് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏർണിങ്സ് 2 lakh തന്നെയാണ്. അപ്പം 2 lakh ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് തന്നിട്ടുണ്ട് 10,000. 2 lakh ഡിവൈഡഡ് ബൈ 10,000 rupees 20 will be the earning per share. So net what will be the net proceeds? 180 ആണ് ഇനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി ക്യാൻ സെൽ ദ ഷെയർ ഫോർ 180. ഓക്കെ. സോ 180 നമ്മൾക്ക് എന്താണ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് 10 പെർ ഷെയർ തന്നിട്ടുണ്ട്. അപ്പോൾ 180 എന്ത് മൈനസ് ചെയ്യണം? 10 rupee മൈനസ് ചെയ്യണം. സോ ദ നെറ്റ് പ്രൊസീഡ്സ് വിൽ ബി 170. So EPS we have already calculated and the net proceeds we got rupees 170. So the cost of equity will be 20 divided by 170. That will be 11.76%. Okay. And another example, a firm is considering an expenditure of rupees 60 lakh for expanding its operation. So the number of existing equity shares is given and market value of existing share is given and the net earnings 90 lakhs is given. And what are the other information? Compute the cost of existing equity share capital and the new equity capital assuming that the new shares will be issued at a price of 52. So cost of existing share capital calculate ചെയ്യണം. The cost of new equity capital calculate ചെയ്യണം. അപ്പോൾ new equity capital എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത്? rupees 52 ആണ്. And the cost of new issue will be rupees 2 per share. rupees 2 cost of issue ഉണ്ട്. So first we will calculate cost of existing equity share capital. So how we will calculate the EPS? We have given the earnings that is 90 lakh. 90 lakh divided by number of existing equity shares that is 10 lakh. So 90 lakh divided by 10 lakh EPS will be rupees 9. Okay. So what is the market value of existing share? 60 rupees. So EPS we have calculated and the market price is given that is 60. So the cost of existing share capital is EPS divided by market price, that is 9 divided by 60 equal to 15%. Okay. So now we have to calculate cost of new equity capital. So the issue price is 52. 52 is given in the question. And what we have to adjust? The cost of new issue will be 2 per share. So 52 minus 2. So the net proceeds will be 50. So 9 by 50 equal to 18%. Okay. So this is the way we are calculating cost of equity through earning yield method. So we will move on to the next method. Okay. So the next is CAPM models, capital asset pricing model. Capital asset pricing model describes the relationship between expected return and risk factor. Expected return risk factor consider ചെയ്തിട്ട് cost of equity determine ചെയ്യുന്ന മോഡലാണ് capital asset pricing model. അപ്പം ഇതിൽ expected return എന്താണ്? Expected return equal to risk-free rate of return plus risk premium. So what is the equation?
Which risk factor we are taking under capital asset pricing model? Systematic risk, that is beta. Okay. So what is the equation? RF plus beta into market return minus RF. So here the risk premium is the RM minus RF. This is the risk premium factor. Okay, RM minus RF is the risk premium factor. So we will see an example. Here the beta coefficient of A limited is 1.40, risk-free rate of interest is 7%, and the expected rate of return on equity shares is 15%. So calculate cost of equity based on CAPM. So all the values are given. You have to substitute these values in the CAPM equation. So RF is given 7% plus beta value, that is 1.4, into 15% minus 7%. Here it is 15%. That is a typing error. So it is 15%. Okay. 15% minus 7%. So 15% minus 7% is 8%. 8% into 1.4 is 11.2%. So 7 plus 11.2, the answer will be 18.2%. Okay. So another example, you are given the following facts about a firm. Risk-free rate is given 11% and the beta coefficient is 1.25. So compute the cost of equity capital using capital asset pricing model, assuming a maximum return of 15%. So the market return is given 15%. So what would be the cost of equity? അപ്പം നമ്മൾ രണ്ട് കേസിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ഒന്ന് ബീറ്റ കോഎഫിഷ്യൻ 1.25 ആയിട്ടും നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇഫ് ദ ബീറ്റ കോഎഫിഷ്യൻ rises to 1.75. Okay, so we will calculate the cost of equity in first case when the beta is 1.25%. So here the risk-free rate is 11%. It is given RF plus beta. Beta is 1.25. Market return is 15%. Is given 15% minus 11%. So the answer will be 16%. So and the cost of equity when the beta is 1.75. The same equation. The risk-free rate is same 11% plus 1.75 into 15% minus 11%. So the answer will be 18%. Okay. So this is the way we calculate cost of equity under CAPM model. We'll discuss calculation of cost of retained earnings. So what is retained earnings? It is the plugging back of profit. കമ്പനിയിൽ നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെ കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പ്രോഫിറ്റിൽ ഒരു ഭാഗം അത് കമ്പനിയുടെ ഫെർദർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യാണ്, റീഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫൈനാൻസിങ്. ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ സോഴ്സാണ് ഫൈനാൻസിങ്ങിനുള്ള ഇൻറ്റേർണൽ സോഴ്സാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പം ഇത് ഇൻറ്റേർണൽ സോഴ്സ് ആണെന്ന് കരുതിയിട്ട് റിട്ടേൺഡ് ഏർണിങ്ങിന് കോസ്റ്റ് ഇല്ലാണ്ടാവുന്നില്ല. എങ്ങനെയാണ് റിട്ടേൺഡ് ഏർണിങ്സിന് കോസ്റ്റ് ഉണ്ടാകുന്നത്? ഈ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുന്നതിന് പകരം കമ്പനിക്ക് വേണമെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. ഷെയർ ഹോൾഡേഴ്സ് അത് വേണ്ടാന്ന് വെച്ചാൽ അവർക്ക് ആ ഇൻകം വേണ്ട, അവരത് കമ്പനിയിലോട്ട് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. സോ അവർ ആ ഇൻകം ഫോഗോൺ ചെയ്യാണ് ചെയ്തത്. അപ്പം ആ ഇൻകം ഫോഗോൺ ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കും റിട്ടേൺഡ് ഏർണിങ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഡിവിഡൻഡ് കളക്ട് ചെയ്തിട്ട് അത് വേറെ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. അവർക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുമായിരുന്നു. അപ്പം അവർ ഫോഗോൺ ചെയ്തിട്ടുള്ള ആ കോസ്റ്റ്, ആ റിട്ടേൺ ആണ് എന്ത് റിട്ടേൺഡ് ഏർണിങ്സിൻ്റെ കോസ്റ്റ് ആയിട്ട് വരിക. So the cost of income foregone by the shareholders will be the cost of retained earnings. Okay. So we will see how we will calculate the cost of retained earnings. So cost of retained earnings is denoted by KR. KR equal to KE. What is KE? Cost of equity multiplied by 1 minus flotation cost
into 1 minus tax rate. Okay, so we will see an example. Here a firm's cost of equity is 15% and the average tax rate of shareholders is 40% and it is expected 2% is brokerage cost that shareholders will have to pay while investing their dividends in alternative securities. So what is the cost of retained earnings? KR equal to KE. KE is given, it is 15%. 15% into 1 minus 0.02. What is it? 2% brokerage cost that shareholders will have to pay while investing their dividends in alternative securities. അവർ ഷെയർഹോൾഡേഴ്സ് അത് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ അവർക്ക് പേ ചെയ്യേണ്ടി വരുന്ന ബ്രോക്കറേജ് കോസ്റ്റ്, അപ്പം ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത്. So the brokerage cost is 2%. Okay, so 1 minus 0.02 into 1 minus 0.40. What is 0.40? It is tax rate is 40%. Okay, so the cost of retained earnings will be 8.82%. So now we will see another example. A Limited is currently earning a net profit of 60,000 per annum. The shareholders' required rate of return is 15%, that is cost of equity. And if earnings are distributed among shareholders, they can invest in securities of similar type carrying a return of 15% per annum. However, the shareholders will have to incur 2% brokerage charges for making new investment. So they are also in 30% tax bracket. So compute the cost of retained earnings. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്. ഇനി ഷെയർ ഹോൾഡേഴ്സ് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? 15% പെർ ആനം. അവർക്ക് അതിന് 2% ബ്രോക്കറേജ് ചാർജസും കൊടുക്കണം. 30% ടാക്സ് റേറ്റും പറഞ്ഞിട്ടുണ്ട്. സോ ദ KR is cost of equity is 15%, brokerage rate is 2%, and tax rate is 30%. So 15% multiplied by 1 minus 0.02 and 1 minus 0.30. So the answer will be 10.29. So we will see if the company's payout ratio is 100%. Companies in the payout ratio 100% ആയിരുന്നെങ്കിൽ ഈ 60,000 ആർക്ക് പേ ഔട്ട് ചെയ്യായിരുന്നു? ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ ഡിവിഡൻസ് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 60,000 ആയിരിക്കും. ഈ 60,000 എന്ത് ടാക്സ് ഡിഡക്ട് ചെയ്യണം? പേഴ്സണൽ ഇൻകം ടാക്സ് ഡിഡക്ട് ചെയ്യണം ഷെയർ ഹോൾഡേഴ്സിന്. പേഴ്സണൽ ഇൻകം ടാക്സ് 30% ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് എത്രയായിരിക്കും? 42,000 ആയിരിക്കും. 42,000 അവർക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ബ്രോക്കറേജ് റേറ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് 840. So the net amount available for investment എത്രയായിരിക്കും? 41,160 ആയിരിക്കും. So the net amount available for investment after adjustment of tax rate and brokerage is 41,160. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഡിവിഡൻഡ് 15% റേറ്റ് ഓഫ് റിട്ടേൺ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സോ 41,160ൻ്റെ 15% എത്രയാണ്? 6,174. ഇതാണ് അവർ വേറൊരു ആൾട്ടർനേറ്റീവിൽ ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്? 6,174 ആണ്. So this is the opportunity income foregone by the shareholders if the company retain 60,000. അപ്പം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ ഫോർഗോൺ ചെയ്തുള്ള ഇൻകം എത്രയാണ്? 6,174 ആണ്. 60,000ഉം അവർ കമ്പനിയിൽ റിട്ടൈൻ ചെയ്യാണ്. അപ്പോൾ അവർക്ക് ഇത് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര റിട്ടേൺ കിട്ടുമായിരുന്നു? 6,174 കിട്ടുമായിരുന്നു. ആ 6,174 ഇവർ വേണ്ടാന്ന് വെക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദ ഇൻകം ഫോർഗോൺ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഇതിൻ്റെ ഈ ഇൻകം ഫോർഗോൺ ചെയ്തതിൻ്റെ കോസ്റ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക?
6,174 divided by 60,000 into 100. So the answer will be 10.29%. So the same answer we are getting. Oh, we have calculated cost of retained earnings here 10.29 percentage. So the cost of income foregone is also 10.29 percentage. So the cost of retained earnings is equal to cost of income foregone by the shareholders. Okay. അവർ വേണ്ടാന്ന് വെച്ച് വേറൊരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് കിട്ടാവുന്ന റേറ്റ് ഓഫ് റിട്ടേൺ വേണ്ടാന്ന് വെക്കാണ് ഷെയർ ഹോൾഡേഴ്സ് ചെയ്യുന്നത് ഈ ഇൻകം കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യുന്നതിലൂടെ. അപ്പം ഈ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇൻകം ഫോർഗോൺ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കെ ആർ ഈക്വൽ ടു കെ ഇ ഇൻറ്റു 1 മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓർ ബ്രോക്കറേജ് കോസ്റ്റ് ആൻഡ് 1 മൈനസ് ടാക്സ് റേറ്റ്. ഓക്കെ. സോ ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇൻകം ഫോർഗോൺ ചെയ്തതിൻ്റെ കോസ്റ്റ്, ഷെയർ ഹോൾഡേഴ്സ് ഫോർഗോൺ ചെയ്ത ഇൻകത്തിൻ്റെ കോസ്റ്റ് ആയിരിക്കും കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം അത് ടാക്സ് റേറ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ബ്രോക്കറേജ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ മുകളിൽ അവർക്ക് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്താൽ അവർക്ക് കിട്ടുമായിരുന്ന ഇൻകം എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. ദാറ്റ് ഈസ് the cost of retained earnings or cost of income foregone by the shareholders. Okay. So now we will discuss weighted average cost of capital. So what is weighted average cost of capital? It is also called the overall cost of capital, composite cost of capital and the average cost of capital. It is the weighted average of the cost of various sources of funding. ഒരു capital structure ഡെപ്റ്റ് ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും, ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും, റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ടോട്ടൽ ആയിരിക്കും ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പം ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? കെ ഒ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിനോട്ടഡ് ബൈ കെ ഒ ഈസ് ഈക്വൽ ടു total of specific source of fund into proportion divided by total of proportions. അപ്പം ഈ ടോട്ടൽ വെയിറ്റ് ആണ് നമ്മൾ ടോട്ടൽ വെയിറ്റ് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പം ഒരു കമ്പനിയുടെ ക്യാപിറ്റലിൽ എന്തൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്? ഇവിടെ ക്വസ്റ്റ്യനിൽ ഡെപ്റ്റ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. അപ്പോൾ ഡെപ്റ്റ് 15 lakh ആണ്. ടോട്ടൽ ക്യാപിറ്റൽ ഇവിടെ 60 lakh ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യാം. എങ്ങനെയാണ്? 15 lakh ഡിവൈഡഡ് ബൈ 60 lakh ഇൻറ്റു 100, ദാറ്റ് വിൽ ബി 25%. ഇനി പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ 12 lakh ഡിവൈഡഡ് ബൈ 60 lakh ഇൻറ്റു 100, ദാറ്റ് വിൽ ബി 20%. ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്, ആഫ്റ്റർ ടാക്സ് കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഈ പ്രൊപ്പോർഷനെ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ടോട്ടൽ കാണുക, അതിനെ ടോട്ടൽ വെയിറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. So here in case of debt the proportion is 25, that is 0.25. 0.25 into cost is 5 is given, so 0.25 into 5 is 1.25. In case of preference shares 0.20 into 10, that is 2. And in case of equity shares 0.3 into 12, that is 3.60. So the total will be 9.60. Okay. So the weighted average cost of capital is 9.60. So we will see another example. Here the particulars are given: equity capital, share, preference share capital and secured debt, and market value also given, book value also given, and the cost of each source of fund also given. So you have to calculate weighted average cost of capital based on market value and based on book value. ഇവിടെ നിങ്ങൾക്ക് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ മാർക്കറ്റ് വാല്യൂ 80, പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെത് 30, സെക്യൂർഡ് ഡെപ്റ്റ് ഇസ് 40.
So the total market value of total capital is 150. So total market value, total capital total market value എത്രയാണ് വരുന്നത് 150 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രപ്പോർഷൻസ് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രപ്പോർഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് പ്രപ്പോർഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? 80 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 ദാറ്റ് വിൽ ബി 53.33. ഇവിടെ 8/15 എന്ന് എഴുതിയിട്ടുള്ളത് ഇത് സിംപ്ലിഫൈ ചെയ്തതാണ്. 80/150നെ സിംപ്ലിഫൈ ചെയ്തതാണ്. സെയിം ആൻസർ തന്നെയാണ് വരിക. അപ്പോൾ 8 divided by 15 into 100, 53.33. And 3/15, that is 30/150. 3/15 is 20%, and 4/15 is 26.67%. So cost is already given 18, 15, 14. So you have to multiply this cost with the weight. About 18 into 53.33, it will be 9.60. That is 18 into 53.33. The answer should be divided by 100. That will be 9.60. Otherwise, you have to multiply like 18 into 0.5333. Then it will be 9.60. Okay. ഇവിടെ നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ട് ടോട്ടൽ ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ഓരോന്നിനെയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത സ്ഥിതിക്ക് ഇപ്പം നമ്മൾ ലാസ്റ്റ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ടോട്ടൽ പ്രൊപ്പോർഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ ദ 53.33 into 18, 9.60, and 15 into 20, 20 is 15 into 0.20 is 3, and 14 into 0.26, 3.73. So the total will be 60.33. So the weighted average cost of the company based on market value will be 16.33%. So according to the book value, how we will calculate? Book value is given 120, 20 and 40. So the what will be the total? 180. അപ്പം ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 120 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 100 ദാറ്റ് വിൽ ബി 66.67. ഇവിടെ 120 ഡിവൈഡഡ് ബൈ 180നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തതാണ് ഈ 6.9. ദാറ്റ് ഈസ് നമ്മൾ 12/18നെ വീണ്ടും ഹാഫ് ആക്കിയപ്പം അങ്ങനെ സിംപ്ലിഫൈ ചെയ്തതാണ് ഈ 6.9 എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്താലും മതി, നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. 120 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 100 ചെയ്താലും 66.67 കിട്ടുക. അതുപോലെ 20 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 100 ചെയ്താലും 11.11 കിട്ടും. 40 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 100 ചെയ്താലും 22.22 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 100. സോ കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 18, 15, 14. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 18നെ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 18 into 66.67 divided by 100 will be 12, and 15 into 11.11 divided by 100 will be 1.67, and here 14 into 22.22 divided by 100 will be 3.11. So the total will be 16.78. So weighted average cost of capital based on book value will be 16.78%. So in this way you have to calculate the proportion and multiply the proportion with the cost and total it. Okay. We will discuss marginal cost of capital. What is marginal cost of capital? It is the cost of additional funds to be raised. നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയിൽ 50,000 ആണ് ഇപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഫണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 50,000 കൂടി റേസ് ചെയ്യാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നതെങ്കിൽ അഡീഷണൽ ആയിട്ട് റേസ് ചെയ്യുന്ന 50,000 കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. So how we will calculate weighted marginal cost of capital? It can be calculated by using marginal weights of additional funds. Additional funds in the marginal weights വെച്ചിട്ടാണ് നമ്മൾ weighted average marginal cost of capital calculate ചെയ്യുന്നത്. അപ്പോൾ weighted average marginal cost of capital എങ്ങനെയാണ് calculate ചെയ്യുന്നത് നോക്കാം. So firm has the following capital structure and after tax cost of different sources of funds used. അപ്പം ഒരു കമ്പനിയുടെ പെർട്ടിക്കുലേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്.
debt 4,50,000, preference share capital 3,75,000, equity capital 6,75,000. അതിൻ്റെ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്, ആഫ്റ്റർ ടാക്സ് കോസ്റ്റും തന്നിട്ടുണ്ട്. ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്? 15 lakh ആണുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം യൂസിങ് ബുക്ക് വാല്യൂ വെയ്റ്റ്സ്. നമുക്ക് ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, അപ്പം അതിൻ്റെ ബുക്ക് വാല്യൂ വെയ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇതിൻ്റെ പ്രൊപ്പോർഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ദ ഫേം വിഷസ് ടു റേസ് ഫർദർ 6 lakh ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ഒരു ഫർദർ 6 lakh അവർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് റേസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് റേസ് ചെയ്യുന്നത്? അതിൽ ഡെപ്റ്റ് ആണ് 3 lakh അവർ ഉദ്ദേശിക്കുന്നത്, ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,50,000, ഇക്വിറ്റി ക്യാപിറ്റൽ 1,50,000. ഇങ്ങനെയാണ് ആ 6 lakh റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സെക്കൻഡ് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഡെപ്റ്റ് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ള പ്രൊപ്പോർഷൻ? 30 തന്നിട്ടുണ്ട്, ആൻഡ് പ്രിഫറൻസ് ക്യാപിറ്റൽ 25, ഇക്വിറ്റി ക്യാപിറ്റൽ 45. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എത്രയാണ്? 7, 10 and 15. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ വെയ്റ്റഡ് കോസ്റ്റ് കിട്ടും. അപ്പോൾ 0.30 into 7, that will be 2.10. 0.25 into 10 will be 2.50. 0.45 into 15, that will be 6.75. So the total will be 11.35%. So the weighted average cost of capital is 11.35%. So now we will calculate weighted marginal cost of capital. നമുക്ക് ടോട്ടൽ എത്രയാണ് റേസ് ചെയ്യാനുള്ളത്? 6 lakh ആണ് റേസ് ചെയ്യാനുള്ളത്. അതിൽ പ്രൊപ്പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എങ്ങനെയാണ് പ്രൊപ്പോർഷൻ? നമ്മൾ പറഞ്ഞു ഡെപ്റ്റ് എത്രയാണ് കാൽക്കുലേറ്റ്, ഈ 6 lakh 3 lakh ആണ് ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം 6 lakh 3 lakh, 6 lakh 3 lakh എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് എത്ര പ്രൊപ്പോർഷൻ ഉണ്ട്? 50%. പിന്നെ റിമൈനിങ് ഇനി എത്രയാണുള്ളത്? 3 lakh. ആ 3 lakh പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,50,000, ഇക്വിറ്റി ക്യാപിറ്റലിന് 1,50,000. അപ്പം ഈച്ച് 25% ഈച്ചാണ് പ്രിഫറൻസ് ക്യാപിറ്റലും ഇക്വിറ്റി ക്യാപിറ്റലും റേസ് ചെയ്യുന്നത്. സോ ദ പ്രൊപ്പോർഷൻ വിൽ ബി 50, 25 and 25. ഇത് മനസ്സിലായല്ലോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന്? 3 lakh divided by 6 lakh into 100 ആണ് 50%. 1,50,000 divided by 6 lakh into 100 ആണ് 25%. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രൊപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്തത്. പിന്നെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, അപ്പം അത് റിമൈനിങ് സെയിം ആണ്. സോ 7, 10, 15. ഇനി നമുക്ക് വെയ്റ്റഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 0.50 into 7, 3.50. 0.25 into 10, 2.50. 0.25 into 15, 3.75. So the total will be 9.75%. So the weighted marginal cost of capital will be 9.75%. ഇങ്ങനെയാണ് നമ്മൾ ഈ ആവറേജ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പം ഇത്രയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുന്നത്. നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തു, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പം ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഇത്രയും നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് മൊഡ്യൂൾ. Is working capital management. So every business needs fund for two purposes: long-term expenditure and for meeting day-to-day operations. Long-term expenditures എന്തൊക്കെയാണ് വരുന്നത്? Purchase of fixed assets like plant and machinery, building, furniture, etc. പിന്നെ day-to-day operations എന്താണ് വരുന്നത്? Short-term funds are also needed for the purpose of purchase of raw materials, payment of wages and other day-to-day expenses. എന്തൊക്കെയാണ് ഷോർട്ട് ടൈം എക്സ്പെൻസസ് വരുന്നത്? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് വേജസ്, അല്ലെങ്കിൽ അതർ ഡേ ടു ഡേ എക്സ്പെൻസസ് ഉണ്ടാവും. സോ ദീസ് കൈൻഡ് ഓഫ് ഫണ്ട്സ് ആർ കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഇൻ സിമ്പിൾ വേർഡ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദ ഫേംസ് ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ഫൈനാൻസിങ് ഷോർട്ട് ടേം ഓർ കറണ്ട് അസറ്റ്സ്. എന്തൊക്കെയാണ് ഈ ഷോർട്ട് ടേം കറണ്ട് അസറ്റ്സ് വരുന്നത്? ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഡെപ്റ്റേഴ്സ്, ഇൻവെൻ്ററീസ്.
സോ ഇങ്ങനെയുള്ള ഷോർട്ട് ടേം അല്ലെങ്കിൽ ഓർ കറണ്ട് അസറ്റ്സിനെ ഫൈനാൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. സോ ഇൻ വേർഡ്സ് ഓഫ് ഷുബിൻ, working capital is the amount of funds necessary to cover the cost of operating the enterprises. ഒരു enterprisesന്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. According to Gerstenberg, circulating capital means current assets of a company are changed in the ordinary course of business from one form to another. ഗേസ്റ്റൻബർഗ് വർക്കിംഗ് ക്യാപിറ്റലിനെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഫോമിൽ നിന്ന് ഒരു ഫോമിലോട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു സൈക്കിൾ പോലെയാണ്. ഫ്രം ക്യാഷ് ടു ഇൻവെന്ററീസ്, ഇൻവെന്ററീസ് ടു റെസീവബിൾ, റെസീവബിൾസ് ടു ക്യാഷ്, ക്യാഷ് കൊടുത്തിട്ട് ഇൻവെന്ററീസ് പർച്ചേസ് ചെയ്യുന്നു, ഇൻവെന്ററീസ് റെസീവബിൾസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഈ റെസീവബിൾസ് വീണ്ടും ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിനാണ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഗേസ്റ്റൻബർഗ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റ് കൺസെപ്റ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓർ സർക്കുലർ ഫ്ലോ കൺസെപ്റ്റ്. ബാലൻസ് ഷീറ്റിലെ കൺസെപ്റ്റിൽ തന്നെ ടു ഇൻ്റർപ്രിട്ടേഷൻസ് ആണുള്ളത്. ദാറ്റ് ഈസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ അപ്രോച്ച് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ലെസ് ചെയ്തിട്ടുള്ള നെറ്റ് എമൗണ്ടിനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ഇറ്റ് ഈസ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ബിൽസ് റെസീവബിൾസ് വരുന്നുണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് വരുന്നുണ്ട്, അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം വരുന്നുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇൻവെന്ററീസ്, ദാറ്റ് ആൾസോ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്. ഇതൊക്കെയാണ് കറണ്ട് അസറ്റ്സിൽ വരുന്ന ഐറ്റംസ്. ഈ കറണ്ട് ലയബിലിറ്റീസിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾസ്, അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം ലോൺസ്, അഡ്വാൻസസ് ആൻഡ് ഡെപ്പോസിറ്റ്സ്, ഡിവിഡൻഡ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ or if it does not amount to appropriation of profits. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസിൻ്റെ എക്സാമ്പിൾസ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി പോസിറ്റീവ് or negative. So when the current assets exceeds the current liabilities, the working capital will be positive. At the same way, the negative working capital results when the current liabilities are more than the current assets. Current assets current assets കൂടുതലും current liabilities കുറവാകുമ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ കറണ്ട് ലയബിലിറ്റീസ് കറണ്ട് അസറ്റ്സിനേക്കാളും കൂടിയാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ഫൈനാൻഷ്യൽ ഓർ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ നോക്കാം. So we will see the both concept of working capital. The balance sheet of Pearl India Limited is given. So all the particulars of balance sheet is here. Fixed capital, fixed assets, current liabilities. So all the balance sheet items are here. So we have to calculate gross working capital and net working capital. So what is the gross working capital? Total of current assets. ഇവിടെ current assets ഏതൊക്കെയാണ്? ഇൻവെന്ററീസ് തൊട്ട് ക്യാഷ് വരെയുള്ള ഐറ്റംസ് ആണ് കറണ്ട് അസറ്റ്സിൽ വരുന്നത്. സോ ദ ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റെസീവബിൾ, cash and bank balance. So the total will be 3,80,000. So gross working capital is 3,80,000. So now we will calculate net working capital. What is net working capital? Current assets minus current liabilities. So current assets, total of current assets we have already calculated 3,80,000.
So what is the total of current liabilities? From sundry creditors to proposed dividend. So sundry creditors is 1,50,000, bills payable is 30,000, bills outstanding expense is 20,000, bank overdraft 50,000, and provision for taxation for 20,000, and proposed dividend is 30,000. So the total of these current liabilities will be 3 lakh. So what will be the net working capital? 3,80,000 minus 3 lakh. Net working capital will be 80,000. Okay. So this is the concept of gross working capital and net working capital. Concept is operating cycle or circular flow concept. ഇതിൽ എന്താണ് പറയുന്നത്? Funds invested in current assets keep revolving fast and being constantly converted into cash, and these cash flows out again in exchange for other current assets. ഇങ്ങനെ കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഫോം അല്ലെങ്കിൽ മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ ഇത് വീണ്ടും ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യും, വീണ്ടും റോ മെറ്റീരിയലിലോട്ട് കൺവേർട്ട് ചെയ്യും, വീണ്ടും ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യും, വീണ്ടും അത് അക്കൗണ്ട്സ് റിസീവബിൾ ആവും, പിന്നെയും അത് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഒരു സർക്കുലർ ഫോമിൽ ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ റിവോൾവിംഗ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നും പറയും. നമ്മൾ ഡെഫിനിഷൻസ് പഠിച്ചപ്പോൾ പറഞ്ഞു, ഗേസ്റ്റൻബർഗ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നാണ്. വാട്ട് ഹി സെഡ്, the current assets of a company are changed in the ordinary course of business from one form to another. അത് one form to another ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാം, ഇത് ക്യാഷിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യും? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതിനു ശേഷം ഈ റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് മാറും. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് വീണ്ടും ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സെയിലിന് ഇടുമ്പോൾ അത് അക്കൗണ്ട്സ് റെസീവബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ അക്കൗണ്ട് റെസീവബിൾസ് കളക്ട് ചെയ്യുമ്പോൾ അത് വീണ്ടും ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം ഇവിടെ ഓരോ സർക്കുലർ മോഷനും, ഇപ്പം ക്യാഷ് നിന്ന് റോ മെറ്റീരിയലിൻ്റെ ഡിലേ, റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ ദീർഘം കൂടിക്കൊണ്ടിരിക്കും. റോ മെറ്റീരിയൽ വലിയ പ്രൊഡക്ഷൻ പ്രോസസ് ആണെങ്കിൽ, കുറച്ച് നീണ്ട പ്രൊഡക്ഷൻ പ്രോസസ്സ് ആണെങ്കിൽ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് വരുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും. ഡിലേ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ റീസൺസ് കൊണ്ട് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ ടൈം വീണ്ടും ഇൻക്രീസ് ആവും. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിൻ്റെ ടൈം ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റും കൂടും. അപ്പം ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അക്കൗണ്ട്സ് റിസീവബിൾ കളക്ട് ചെയ്യുന്ന സമയത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ടൈമിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇങ്ങനെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ടോട്ടൽ ടൈം വെച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓർ സർക്കുലർ ഫ്ലോ കൺസെപ്റ്റ്. ഓക്കെ, calculate this gross operating cycle. It is equal to raw material conversion period plus work in progress conversion period plus finished goods conversion period plus receivable conversion period. ഈ 4 കൺവേർഷൻ പീരീഡും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന് പേയബിൾ ഡെഫറൽ പീരീഡും കൂടി ലെസ് ചെയ്തിട്ട് വേണം നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം ഈ കൺവേർഷൻ പീരീഡ് വെച്ചിട്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രത്തോളം വേണമെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓരോ ഇക്വേഷൻസ് നമുക്ക് നോക്കാം, പ്രോബ്ലംസ് അനലൈസ് ചെയ്യാം, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, we will see an example of calculation of operating cycle in days. So the period covered is 365 days. Average period of credit allowed to suppliers 16 days. Average total debtors outstanding 480. Raw material consumption 4,400. Total production cost is 10,000. Total cost of goods sold for the year 10,500.
Sales for the year 16,000, raw material 320, work in progress 350, and finished goods is 260. These are the particulars given in the problem. So first we have to calculate raw material consumption period. So the equation is average stock of raw material divided by raw material consumption per day. So it is raw material is 320 is here. So 320 divided by 4,400. It is mistakenly given 440. It is 4,400. 320 divided by 4,400 into 365 days. So you will get 26.54 something. So we will round it to 27 days. So the length of raw material inventory period is 27 days. Now length of work in progress conversion period. So average stock of work in progress divided by total cost of production per day. So what is the total cost of production per day? It has given total production cost is 10,000 and the work in progress stock of work in progress is 350. So 350 divided by 10,000 into 365 is equal to 13 days. And length of finished goods is stock of finished goods is 260 and total cost of goods sold per day is 10,500. It is given here total cost of goods sold for the year. So 260 divided by 10,500 into 365, it is 9 days. And period of credit allowed to debtors. So average total of debtors outstanding divided by sales per day. So average of total debtors എത്രയാണ്? It is 480 and sales per day is 16,000. Sales per day, sale of the year is 16,000. So we have to multiply with the 365. So 480 divided by 16,000 into 365 is equal to 11 days. Okay. So now we will calculate gross total period of operating cycle. So we have to add these four values 27, 13, 9 and 11. It will be 60 days. Gross operating cycle will be 60 days. So less average period of credit allowed by suppliers. So credit allowed by suppliers, how many days? It is 16 days. That is the deferral period. So deferral period is 16 days. It should be deducted from the gross total period of operating cycle. So the net total period of operating cycle will be 44 days. Okay. That deferral period നമുക്ക് directly തന്നിട്ടുണ്ട്. ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് ഡെഫറൽ പീരീഡ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായി. ഇവിടെ നമുക്ക് ഡെഫറൽ പീരീഡ് ഡയറക്റ്റ്ലി തന്നിട്ടില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയാണ് പെർട്ടിക്കുലേഴ്സ് തന്നിട്ടുള്ളത്? റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് തന്നിട്ടുണ്ട്, എക്സ് ലിമിറ്റഡിൻ്റെയും വൈ ലിമിറ്റഡിൻ്റെയും, പിന്നെ അതിൽ റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസും ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട്. പിന്നെ പർച്ചേസ് കൺസംപ്ഷൻ ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, ഓൾ ക്രെഡിറ്റ് സെയിലാണ്, ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. So first we will calculate raw material conversion period. How we will calculate? Stock of raw material divided by raw material consumption per day. What is stock of raw material for X Limited? It is 40,000 and raw material consumption per day is 1,60,000. So 40,000 divided by 1,60,000 into 360 days. ഇവിടെ 360 days നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അസ്യൂം 360 days per year for computational purpose. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 360 days എടുക്കാം. ഇനി ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 365 days തന്നെ എടുക്കാം. അപ്പം 360 days തന്ന സ്ഥിതിക്ക് 40,000 divided by 1,60,000 into 360 days is equal to 90 days. So raw material conversion period for the X Limited is 90 days. For Y Limited it is 60,000 divided by 2,70,000 into 360 days. So it is 80 days. And for work in progress conversion period,
Stock of work in progress is 30,000 in X Limited and cost of goods sold is 3 lakh. So 330,000 divided by 3 lakh into 360 days, it is 36 days. For Y Limited, 45,000 divided by 3,80,000 is equal to 43 days. Next, we have to calculate finished goods holding period. So stock of finished goods is 25,000 in X Limited and 38,000 in Y Limited. And cost of goods sold per day is 3 lakh and 3,80,000. So in case of X Limited, the finished goods holding period is 30 days and in Y Limited it is 36 days. So now we will calculate receivable conversion period. So debtors divided by credit sale per day. So the debtors is 72,000 in X Limited and in Y Limited it is 1,08,000. So credit sales per day, the sales is all credit. The full sales is go on credit only. So 3,60,000 in X Limited and 4 lakh for the 32,000 in Y Limited. So 72,000 divided by 3,60,000 into 360, 72 days will be receivable conversion period for X Limited. And 1,08,000 divided by 4,32,000 into 360 days, 90 days will be the Y Limited receivable conversion period. And we have to calculate payable deferral period also. So here the creditors is 20,000 for X Limited and for Y Limited it is 27,000. And purchases per day is 1,60,000 for X Limited and 2,70,000 for Y Limited. So the deferral period will be 45 days for X Limited and 36 days for Y Limited. Now we can calculate gross operating cycle. So we will add 90 days plus 36 days plus 30 days plus 72 days. 228 days will be gross operating cycle for X Limited and for Y Limited it will be 249 days. So for getting net operating cycle we will deduct the payable deferral period from the gross operating cycle. So it will be 183 days. 228 minus 45 days. That is 183 days. And in case of Y Limited, it is 213 days. Okay. So likewise, you have to calculate the 4 conversion periods: raw material conversion period, work in progress conversion periods, finished goods holding period, and receivable conversion period. And if the credit is given, you have to calculate payable deferral period also. Then you have to calculate gross operating cycle and net operating cycle. Okay. Working capital can be classified into 2 ways: on the basis of concept and on the basis of time. So on the basis of concept, it can be divided into 2, that is gross working capital and net working capital, that we have already discussed. And on the basis of time, it can be classified into permanent or fixed working capital and temporary or variable working capital. So what is permanent or fixed working capital? ഒരു ഫേം എപ്പോഴും ഒരു മിനിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു മിനിമം ലെവൽ ഓഫ് റോ മെറ്റീരിയൽ, മിനിമം ലെവൽ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് ഫെസിലിറ്റീസ് ആൻഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ സർക്കുലേഷൻ ഓഫ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൻ്റെ സർക്കുലേഷൻ എഫക്റ്റീവ് ആക്കാൻ, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഒരു മിനിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഈ മിനിമം ലെവലിനെയാണ് നമ്മൾ പെർമനൻറ്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ടെമ്പററി ഓർ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ? ടെമ്പററി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സീസണൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ നീഡ്സ് ഉണ്ടാകുമ്പോൾ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. പെട്ടെന്ന് സീസണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് വരുമ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്
ടെമ്പററി ആയിട്ട് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നീഡ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള വർക്കിംഗ് ക്യാപിറ്റലിനാണ് എന്ത് പറയുന്നത്, ടെമ്പററി ഓർ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ സീസണൽ ചേഞ്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. അപ്പം ടെമ്പററി or variable working capital is the amount of working capital which is required to meet the seasonal demands or some special exigencies. Okay. So permanent working capital നെ regular working capital അല്ലെങ്കിൽ reserve working capital എന്നും പറയാം. ടെമ്പററി or variable working capital നെ seasonal working capital അല്ലെങ്കിൽ special working capital ആയിട്ടും പറയാം. Okay. Next one is importance of adequate working capital. The first point is solvency of business. So adequate working capital enables to maintain solvency of business so that the flow of production can be carried out uninterruptedly. And the second one is goodwill. Adequate capital ensures prompt payment so that the business can maintain goodwill. And the third one is easy loans. ഹൈ സോൾവൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ തന്നെ നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് എൻഷുർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈസി ലോൺസ്, ഷോർട്ട് ടേം ലോൺസ് ഒക്കെ പെട്ടെന്ന് അവൈലബിൾ ആവും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ക്യാഷ് ഡിസ്കൗണ്ട്. Adequate capital ensures prompt payment so that they can avail cash discounts on purchase, and it also reduces cost. കോസ്റ്റും റെഡ്യൂസ് ചെയ്യും. നമ്മൾ പ്രോംപ്റ്റ് പേയ്മെൻ്റ് ആകുമ്പം റെഗുലർലി പ്രോംപ്റ്റ് പേയ്മെൻ്റ് ആകുമ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആയിരിക്കും. അതുകൂടാണ്ട് അത് ക്യാഷ് ഡിസ്കൗണ്ട്സ് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ. അഡീക്വേറ്റ് ക്യാപിറ്റൽ ഉണ്ടായതുകൊണ്ട് തന്നെ റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ ക്യാൻ ബി എൻഷുർഡ്. And the sixth one is regular payment of salaries, wages and other day-to-day commitments. Payment of salaries, wages പോലുള്ള day-to-day commitments regular ആയിട്ട് prompt ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. And exploitation of favorable market conditions. എപ്പോഴും അഡീക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുമ്പം മാർക്കറ്റിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അഡീക്വേറ്റ് ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ആൻഡ് ദ എയ്ത്ത് വൺ ഈസ് എബിലിറ്റി ടു ഫേസ് ക്രൈസിസ്. ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ തന്നെ പെട്ടെന്നൊരു ക്രൈസിസ് വന്നാലും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അഡീക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ആൻഡ് ദ നയൻത്ത് വൺ ഈസ് ക്വിക്ക് ആൻഡ് റെഗുലർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. So every investor wants a quick and regular return on his investment. So sufficiency of working capital enables concern to pay quick and regular dividends to its investors. ഇൻവെസ്റ്റേഴ്സിന് റെഗുലർ ആയിട്ട് ഡിവിഡൻസ് പേ ചെയ്യാനും അവരുടെ കൺസേൺസിനെ സോൾവ് ചെയ്യാനും അഡിക്വേറ്റ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം. See the factors determining the working capital requirements. What are they? The first one is nature or character of business and size of business, production policy, manufacturing process, seasonal variations. നമ്മൾ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചു. സീസണൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, പ്രൊഡക്ഷൻ പ്രോസസ്സ് ലെങ്തി ആകുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടും. സോ റേറ്റ് ഓഫ് സ്റ്റോക്ക് ടേൺ ഓവറിൻ്റെ റേറ്റ്, ക്രെഡിറ്റ് പോളിസി, ബിസിനസ് സൈക്കിൾസ്, rate of growth of business and earning capacity and dividend policy, and price level changes. So these are the factors affecting working capital requirements. What are the methods of estimating working capital requirements? Percentage of sales method, regression analysis method, cash forecasting method, and operating cycle method, and projected balance sheet method. So we will see one by one with examples. Okay. First one is percentage of sales method. Percentage of sales method level of working capital for any firm is directly related to its sales value. ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആ ഫേമിൻ്റെ സെയിൽസിനോട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തിട്ടാണുള്ളതെന്നാണ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡിൽ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് സെയിൽസ് വാല്യൂ വെച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസും അസറ്റ് സൈഡും തന്നിട്ടുണ്ട്. അതിൽ പെർട്ടിക്കുലേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് സെയിൽസ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2015 അമൗണ്ടഡ് റുപ്പീസ്
10 lakh. സെയിൽസ് തന്നിട്ടുണ്ട് 10 lakh ആണെന്ന്. ഇപ്പോൾ 2015 ഇയറിൽ സെയിൽസ് 10 lakh ആണ്. അപ്പം ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ സെയിം വിൽ amount to 12 lakh for the year 2015-16. 15-16 അത് 12 lakh ആയിരിക്കുമെന്ന് അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. 2015 സെയിൽ 10 lakh ആണ്. 2015-16 അത് 12 lakh ആയിട്ട് മാറുന്ന എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെയിൽസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അസർട്ടൈൻ ചെയ്യേണ്ടത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അസർട്ടൈൻ ചെയ്യാൻ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് എന്തൊക്കെ വാല്യൂസ് ആണ് എടുക്കുന്നത്? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. So we will see how we will estimate the working capital requirement. So we will prepare a statement estimation of working capital requirement. അപ്പം നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 2015 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. 2015 സെയിൽസ് എത്രയാണ്? 10 lakh. സെയിൽസ് എടുത്തെഴുതിയതിനു ശേഷം നമ്മൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസിൻ്റെയും വാല്യൂസ് എടുത്തെഴുതണം. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസിൻ്റെ വാല്യൂസും. അപ്പോൾ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ്? ഇൻവെൻറ്ററീസ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ആൻഡ് ബാങ്ക്. ഇൻവെൻറ്ററീസ് 1 lakh, സൺട്രി ഡെപ്റ്റേഴ്സ് 70,000, ക്യാഷ് ആൻഡ് ബാങ്ക് 10,000. ടോട്ടൽ കറണ്ട് അസറ്റ്സ് 1,80,000. ഇത്രയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്തിട്ട് ഇനി കറണ്ട് ലയബിലിറ്റീസ് എടുത്തെഴുതണം. സൺട്രി ക്രെഡിറ്റേഴ്സ് 80,000, ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് 80,000. കാരണം സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമേ ലയബിലിറ്റീസിൽ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ടുള്ളൂ. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് 80,000 മാത്രമേ ഉള്ളൂ. ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് 80,000. അപ്പോൾ നമ്മൾ പറഞ്ഞു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ചെയ്താൽ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? 1 lakh. അപ്പം ഈ 2015 അതായത് ഓൾറെഡി ട്രാൻസാക്ഷൻസ് നടന്ന ഇയറിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ ഈ 2015 ഇയറിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി 2015-16 വരാനിരിക്കുന്ന വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ സെയിൽസിനെ നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? 100 ആയിട്ട് എടുക്കുന്നു. ടോട്ടൽ സെയിൽസിനെ നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ടോട്ടൽ സെയിൽസിൻ്റെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പെർസെൻറ്റേജിൽ നമ്മൾ ടോട്ടൽ സെയിൽസ് 100 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വാല്യൂസിനെയും കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂസിനെയൊക്കെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10 lakh 1 lakh എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്? 1 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. അപ്പം 10% ആയിരിക്കും. ഇനിയൊന്ന് മനസ്സിലായല്ലോ? 1 lakh divided by 10 lakh into 100, that is 10. അപ്പോൾ 10% ആണ് ഇൻവെൻറ്ററീസ് വരുന്നത്. ഇനി സൺട്രി ഡെപ്റ്റേഴ്സ് 70,000. 70,000 divided by 10 lakh into 100, that will be 7%. And cash and bank 10,000 divided by 10 lakh into 100, that will be 1%. And total current assets 1,80,000 divided by 10 lakh into 100, that is 18%. And in sundry creditors 80,000 divided by 10 lakh into 100, so that will be 8. And total current liabilities also it will be 8 only. So working capital is 1 lakh. 1 lakh divided by 10 lakh into 100, that will be 10%. So in 2015 working capital requirement was 10% of the sales. 10% of the sales, that is 1 lakh. So using this we will estimate the working capital requirement of 2015-16. So in 2015-16 they told they estimate 12 lakh sales. So in 2015-16 12 lakh sales they are estimating. That already given in the question. So what will be the inventories in 2015-16? This 10% of
10% of 12 lakh. നമ്മൾ 10% ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 2015 വാല്യൂ വെച്ചിട്ട്. അപ്പം ഈ 2015 പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ 2015 റിക്വയർമെൻറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 12 ലാക്കിൻ്റെ 10% ആയിരിക്കും ഇൻവെൻറ്ററീസിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർ ആയിട്ട് വരുന്നത്. അപ്പം 12 ലാക്കിൻ്റെ 10% എന്ന് പറയുമ്പോൾ 1,20,000 ആയിരിക്കും ഇൻവെൻറ്ററീസ് റിക്വയർമെൻറ്റ് വരുന്നത്. ഇനി 12 ലാക്കിൻ്റെ 7% ആയിരിക്കും സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. സോ ക്യാഷ് ആൻഡ് ബാങ്ക് 1% ആയിരിക്കും. ഈ 12 ലാക്കിൻ്റെ 1%, ദാറ്റ് ഈസ് 12,000. ആൻഡ് 18% ആയിരിക്കും ടോട്ടൽ കറണ്ട് അസറ്റ്സ് വരുന്നത്. അപ്പം 12 ലാക്കിൻ്റെ 18%, 2,16,000. ഇനി കറണ്ട് ലയബിലിറ്റീസിൽ നമ്മൾ 8%, 12 ലാക്കിൻ്റെ 8% ആയിരിക്കും, ദാറ്റ് വിൽ ബി 96,000. ഇനി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് വരിക? ഇത് നമ്മൾ കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 12 ലാക്കിൻ്റെ 10%, ദാറ്റ് ഈസ് 1,20,000 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വരുന്നത് 2015-16 ഇയറിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, അതായത് പ്രീവിയസ് ഇയറിലെ വാല്യൂസിൻ്റെ സെയിൽസിനുള്ള പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ കമ്മിങ് ഇയറിലെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ചെയ്യുന്നത്, പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡിൽ. അപ്പം ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ കമ്മിങ് ഇയറിൽ സെയിൽസ് എത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഈ സെയിൽസിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതും കൂടി എസ്റ്റിമേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് റിഗ്രഷൻ അനാലിസിസ് മെത്തേഡ്. റിഗ്രഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനാണ് നമ്മൾ നോർമലി റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിഗ്രഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് റിഗ്രഷൻ അനാലിസിസ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് എന്താണ് എടുക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് സെയിൽസും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്? റിഗ്രഷൻ്റെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്. ഇവിടെ y ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇവിടെ y നമുക്ക് ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റലും എക്സ് സെയിൽസും ആണ്. അപ്പം ആൽഫ എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് ആണ്, ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് റിഗ്രഷൻ്റെ സ്ലോപ്പ് ലൈൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും റിഗ്രഷൻ ഇക്വേഷനിൽ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. സിഗ്മ വൈ ഈക്വൽ ടു n ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു സിഗ്മ എക്സ് ആൻഡ് സിഗ്മ എക്സ് വൈ ഈക്വൽ ടു ആൽഫ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ബീറ്റ ഇൻറ്റു സിഗ്മ സ്ക്വയർ. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടും. നമുക്കത് റിഗ്രഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ 5 ഇയേഴ്സിൻ്റെ സെയിൽസും വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. അപ്പം n 5 ആണ്. നമ്മളിങ്ങോട്ട് നമ്മൾ സൊല്യൂഷനിൽ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം, ഒരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ഇയർ എത്ര ഇയർ ആണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് 5 ആൻഡ് സെയിൽസ് തന്നിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് ആണ് എക്സ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് നമ്മൾ എക്സ് ആക്കി എടുക്കുക. അപ്പോൾ സെയിൽസ് എക്സും വർക്കിംഗ് ക്യാപിറ്റൽ വൈ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈയും. സോ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് എന്തൊക്കെയാണ് ഈക്വേഷനിൽ ആവശ്യമായിട്ടുള്ള വരുന്നത്? ഫസ്റ്റ് സിഗ്മ വൈ വേണം. സിഗ്മ വൈ നമ്മൾ ഓൾറെഡി സം ചെയ്തിട്ടുണ്ട്. ഇവിടെ സിഗ്മ വൈ ഈസ് 91. ഇനി നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ എന്താ വേണ്ടത്? സിഗ്മ എക്സിൻ്റെ ടോട്ടലാണ് വേണ്ടത്, സിഗ്മ എക്സ്. സോ സിഗ്മ എക്സ് ഈസ് 550. ആൻഡ് ഇൻ നെക്സ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എക്സ് വൈൻ്റെ സിഗ്മ വേണം. എക്സ് വൈ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഇൻറ്റു വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം സെയിൽസ് ഇൻറ്റു വർക്കിംഗ് 60 ഇൻറ്റു 12 720, 80 into 15 1200, 120 into 20 2400, 130 into 21 2730, 160 into 23 3680. Total will be 10,730.
that will be sigma xy. ഇനി എന്താണ് ഇക്വേഷനിൽ വേണ്ടത്? സിഗ്മ എക്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സിഗ്മ എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. സെയിൽസിൻ്റെ സ്ക്വയർ വാല്യൂ ആണ് വേണ്ടത്. സോ 16ൻ്റെ സ്ക്വയർ 3600, 80 സ്ക്വയർ 6400, 120ൻ്റെ സ്ക്വയർ 14400, 130 സ്ക്വയർ 16900, 160 സ്ക്വയർ 25600. ഇതിൻ്റെ ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യും? സിഗ്മ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 66,900. ഇനി നമ്മൾ ഈ വാല്യൂസ് ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സിഗ്മ വൈ എത്രയാണ്? 91 ഈക്വൽ ടു എത്രയാണ് ഇയേഴ്സ്? n നമ്പർ ഓഫ് ഇയേഴ്സ് 5. അപ്പോൾ 5 ഇൻറ്റു ആൽഫ പ്ലസ് 550 ബീറ്റ. 550 എന്താണ്? സിഗ്മ എക്സ് ആണ് 550. 550 ഇൻറ്റു ബീറ്റ. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ എക്സ് വൈ എത്രയാണ്? 10,730 ഈക്വൽ ടു 550 ആൽഫ പ്ലസ് 66,900 ബീറ്റ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുക? ഏതെങ്കിലും വാല്യൂ കൊണ്ട് ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ എലിമിനേറ്റ് ആവുമോ നോക്കാം. അപ്പോൾ ഇവിടെ 5A ഉണ്ട്. അപ്പം 5Aനെയും 550Aനെയും നമുക്ക് 110 കൊണ്ട് ഈ ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൽഫ ഈ വാല്യൂസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പം 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 91നെ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10,010 ആൻഡ് 5നെ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 550 ആൽഫ പ്ലസ് 550നെ നമ്മൾ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60,500 ബീറ്റ. ഇതാണ് തേർഡ് ഇക്വേഷൻ വരുന്നത്. ഇനി നമ്മൾ ഈ തേർഡ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. തേർഡ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പം 720 അതായത് 10,730 minus 10,010 that is 720 equal to ഇനി 550 ആൽഫ. ഇവിടെ നമ്മൾ ഓൾറെഡി എന്തായി? 550 ആൽഫ. 550 ആൽഫ minus 550 ആൽഫ it will be 0. Okay, plus 66,900 beta minus 60,500 beta, that will be 6,400 beta. So the equation will be 720 equal to 6,400 beta. So the beta value will be 6,400 divided by 720. That will be 0.1125. Okay. Not 6,400 divided by 720. 720 divided by 6,400. നമ്മൾ 6,400 ബീറ്റേനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ അതർ സൈഡിലോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ 6,400 ബീറ്റ എന്നുള്ളത് എന്താണ്? 6,400 ഇൻറ്റു ബീറ്റയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ 720 divided by 6,400. The answer will be, the beta value will be 0.1125. Okay, so put in the value of b in equation 1. equation 1ൽ നമ്മൾ ബീറ്റ വാല്യൂ കൊടുക്കണം. അപ്പോൾ ബീറ്റ വാല്യൂ കൊടുത്താൽ ഫസ്റ്റ് ഇക്വേഷൻ എന്തായി? 91 ഈക്വൽ ടു 5a പ്ലസ് 550 ഇൻറ്റു 0.1125. നമ്മൾ ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. സോ 91 ഈക്വൽ ടു 5a പ്ലസ് 61.875 will be the first equation. So again the alpha we can calculate from this. 5a equal to 29.125. So the alpha will be 5.825. നമ്മൾ സാധാരണ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് കുറച്ചൊരു ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും മെത്തേഡ്. പക്ഷെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന റിഗ്രഷൻ അനാലിസിസ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കുക, ഇക്വേഷനും നോക്കി വെക്കുക. അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം നമ്മളിത് എക്സലും ഇതിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്.
ജസ്റ്റ് ഇക്വേഷൻസ് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ഇത് ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുക. ഇപ്പോൾ നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടി. ആൽഫ എത്രയാണ്? 0.1125 ബീറ്റ 5.825. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ റിഗ്രഷൻ ഇക്വേഷനിൽ ഈ വാല്യൂസിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷനിൽ ഈ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ്റ്റിമേറ്റഡ് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 200 lakhs. അതാണ് നമുക്ക് എസ്റ്റിമേറ്റഡ് സെയിൽസ് തന്നിട്ടുള്ളത് 2015-16. അപ്പം ഈ സെയിൽസ് വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. അപ്പം y ഈക്വൽ ടു 5.825. 5.825 എന്താണ്? ആൽഫ വാല്യൂ ആണ്. 5.825 പ്ലസ് 0.1125 into 200. So the working capital requirement will be 27.825 lakhs. ഇങ്ങനെയാണ് റിഗ്രഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഒരു വാല്യൂ എലിമിനേറ്റ് ചെയ്യാനാണ് ഇവിടെ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. എന്നിട്ട് ഒരു ഇക്വേഷൻ മറ്റേ ഇക്വേഷൻ ലെസ് ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് ഒരു വാല്യൂസ് എക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് അതുപോലെ ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ റിഗ്രഷൻ ഇക്വേഷനിലോട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയാണ് റിഗ്രഷൻ അനാലിസിസ് മെത്തേഡ്. ഓക്കെ. This is cash forecasting method. So under this method, estimating working capital requirements involves forecasting of cash receipts and payments for a future period of time. ഒരു ഫ്യൂച്ചർ പീരീഡിലോട്ടുള്ള ക്യാഷ് റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും ഫോർകാസ്റ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഫിക്സ് ചെയ്യുന്നത് അണ്ടർ ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ. അപ്പം ക്യാഷ് റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും ആണ് ആദ്യം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്. സോ വി വിൽ സീ ആൻ എക്സാമ്പിൾ. ഈ ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ തറവായിട്ട് വായിക്കണം. കാരണം ക്വസ്റ്റ്യനിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാകും. സോ ടെക്സസ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് started production on 1st January 2009, and the prime cost of a unit is expected to be rupees 40, out of which rupees 16 is for material. Rupees 16 material ആണ് and rupees 24 for labor. So in addition, variable expenses per units are expected to be rupees 8. Rupees 8 ആണ്, 8 per unit ആണ് variable expenses, and fixed expenses per month is rupees 30,000. So payment for material is to be made in the month of following purchases. Material purchase ചെയ്ത പേയ്മെൻറ്റ് ജാനുവരിയിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഫെബ്രുവരിയിലാണ് പേ ചെയ്യുന്നത്. അതായത് ഫോളോയിങ് മന്തിലാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. So 1/3 of sale will be for cash and the rest on the credit for settlement in the following month. Total സെയിലിൻ്റെ 1/3 ക്യാഷ് സെയിൽസും ബാക്കി ക്രെഡിറ്റ് സെയിൽസ് ആണ്. അതും ക്രെഡിറ്റ് സെയിൽസിൻ്റെ സെറ്റിൽമെൻറ്റും ഫോളോയിങ് മന്തിലാണ് ചെയ്യുന്നത്. ഇപ്പം ജാനുവരിയിൽ സെയിൽ ചെയ്ത സാധനത്തിൻ്റെ സെറ്റിൽമെൻറ്റ് ഫെബ്രുവരിയിലാണ് ചെയ്യുന്നത്. ആൻഡ് എക്സ്പെൻസസ് ആർ പേയബിൾ ഇൻ ദ മന്ത് ഇൻ വിച്ച് ദേ ആർ ഇൻകർഡ്. പക്ഷേ എക്സ്പെൻസസ് ഒക്കെ അത് ഇൻകർ ചെയ്ത മന്തിൽ തന്നെ പേ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് ഫിക്സഡ് അറ്റ് rupees 80 per unit. സെല്ലിംഗ് പ്രൈസ് 80 per unit ആണ്. ആൻഡ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് മാനുഫാക്ചർഡ് ആൻഡ് സോൾഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ആസ് അണ്ടർ. ജാനുവരിയിൽ മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്ത് എത്ര യൂണിറ്റ് ആണ്? 900 യൂണിറ്റ്സ്. ഫെബ്രുവരിയിൽ 1200, മാർച്ചിൽ 1800, ഏപ്രിലിൽ 2100, മെയ്യിൽ 2100 ആൻഡ് ജൂണിൽ 2400. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ജാനുവരി ടു ജൂൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ് എൻ്റർ ചെയ്യേണ്ടത്? പേയ്മെൻറ്റ്സ് ആണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയാണ് പേയ്മെൻറ്റ്സ് വരുന്നത്? ഫസ്റ്റ് മെറ്റീരിയലിൻ്റെ പേയ്മെൻറ്റ് വരുന്നുണ്ട്. മെറ്റീരിയൽസ് നമുക്ക് ആദ്യം റെക്കോർഡ് ചെയ്യാം. മെറ്റീരിയൽസിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? പേയ്മെൻറ്റ് ഫോർ മെറ്റീരിയൽ ഈസ് ടു ബി മെയ്ഡ് ഇൻ ദ മന്ത് ഓഫ് ഫോളോയിങ് ദ പർച്ചേസസ്. അതായത് ജാനുവരിയിൽ ചെയ്ത പർച്ചേസസിൻ്റെ പേയ്മെൻറ്റ് ഫെബ്രുവരിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജാനുവരിയിൽ മെറ്റീരിയലിന് പേയ്മെൻറ്റ് ഉണ്ടാവില്ല, ഇത് നില്ലായിരിക്കും. അപ്പോൾ ജാനുവരിയിൽ പർച്ചേസ് ചെയ്ത മെറ്റീരിയലിനെ നമ്മൾ പേ ചെയ്യുന്ന ഫെബ്രുവരിയിലാണ്. ജാനുവരിയിലെ എത്രയാണ് പെർ യൂണിറ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് പറഞ്ഞത്? 16. എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 900. സോ 900 into 16, 14,400 ആണ് ജാനുവരിയിലെ പർച്ചേസ്. ഈ 14,400 നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. ഓക്കെ.
സോ ഫെബ്രുവരിയിൽ, അപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലാണ് ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്പോൾ മാർച്ചിൽ നമ്മൾ ഏതിൻ്റെയാണ് എൻ്റർ ചെയ്യേണ്ടത്? ഫെബ്രുവരിൻ്റെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഫെബ്രുവരിയിൽ എത്രയാണ്? 1200 ഇൻറ്റു 16, ദാറ്റ് ഈസ് 19,200 നമ്മൾ മാർച്ചിൽ സെറ്റിൽ ചെയ്യും. ഇങ്ങനെ ഓരോ മാസം സെറ്റിൽ ചെയ്യുക. അപ്പം ഇനി മാർച്ചിലത് നമ്മൾ ഏപ്രിലിൽ സെറ്റിൽ ചെയ്യുന്നു. ആൻഡ് ഏപ്രിലത് 2100 ഇൻറ്റു 16 മെയ്യിൽ സെറ്റിൽ ചെയ്യുന്നു. മെയ്യിലത് ജൂണിൽ സെറ്റിൽ ചെയ്യുന്നു. ജൂണിലത് അപ്പോൾ സെറ്റിൽ ചെയ്യുക ജൂലൈയിലാണ്. അപ്പോൾ നമ്മൾ ജൂൺ വരെയുള്ള എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ. ഇനി വേജസിൻ്റെ കേസിൽ എങ്ങനെയാണ്? എക്സ്പെൻസസ് ആർ പേയബിൾ ഇൻ ദ മന്ത് ഇൻ വിച്ച് ദേ ആർ ഇൻകേർഡ്. എക്സ്പെൻസസ് ആ മന്ത് തന്നെ നമ്മൾ സെറ്റിൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം വേജസ് അതാത് മന്തിൽ പേ ചെയ്യുന്നുണ്ട്. അപ്പം ലേബർ ചാർജ് എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ₹24 ഫോർ ലേബർ ആണ്. സോ 24 ഇൻറ്റു 900. യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് പെർ യൂണിറ്റ് ആണ് ഈ 24. അപ്പം എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. സോ വേജസ് ജാനുവരിയിൽ എത്രയാണ് വരുന്നത്? 900 ഇൻറ്റു 24, ദാറ്റ് ഈസ് 21,600. അപ്പം ഇങ്ങനെ ഓരോ മാസത്തെ വേജസും നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ അതാണ് വേജസിൽ വരുന്നത്. ഇനി ഫിക്സഡ് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പെർ മന്ത് തന്നെ 30,000 ആണ്. So there is no doubt regarding fixed expenses. So it is 30,000 in every month. Okay. And in variable expenses ഇവിടെ പറഞ്ഞിട്ടുണ്ട് ₹8 per unit ആണ് വേരിയബിൾ എക്സ്പെൻസസ്. സോ 8 into 900, 7,200, and 8 into 1,200, that is 9,600. So likewise you have to calculate every month the variable expenses. So total payment, you have to sum up the total payments. So 58,800, 82,800, 1,06,800, 1,26,000, 1,30,800, and 1,40,400. Okay. And now we have to enter the receipts. Receipts എന്തൊക്കെയാണ് വരുന്നത്? ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസ്, അതായത് ഡെപ്റ്റേഴ്സും ആണ് വരിക. അപ്പോൾ ക്യാഷ് സെയിൽസ് നമ്മൾ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 900ന്റെ 1/3 ആണ്. 900ന്റെ 1/3 എന്ന് പറയുമ്പോൾ എത്രയായി? 900ന്റെ 1/3 ആണ് നമ്മൾ എടുക്കേണ്ടത്. 1/3 ക്യാഷ് സെയിലും റെസ്റ്റ് ക്രെഡിറ്റ് സെയിലും ആണ്. അപ്പം ജാനുവരിയിൽ 900ന്റെ 1/3 300 ആണ് ക്യാഷ് സെയിൽസ് ഉണ്ടാവുക. 300 യൂണിറ്റ് ആണ് ക്യാഷ് സെയിൽസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 300 ഇൻറ്റു 80 ആണ് നമ്മൾ ക്യാഷ് സെയിൽസിൽ എൻ്റർ ചെയ്യേണ്ടത്. സോ അതിൻ്റെ കാൽക്കുലേഷൻസ് ഇവിടെ ഉണ്ട്. 900 ഇൻറ്റു 80 ഇൻറ്റു 1/3, ദാറ്റ് ഈസ് 1/3. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 24,000. അപ്പം ജാനുവരിയിലെ ക്യാഷ് സെയിൽസ് 24,000 ആണ്. ഇനി അതുപോലെ നമുക്ക് 1,200ന്റെ 1/3 എത്രയാണ് വരുന്നത്? 400 യൂണിറ്റ്സ്. അപ്പോൾ ഈ 400 യൂണിറ്റ്സിൻ്റെത് ഫെബ്രുവരിയിൽ വരും. ഫെബ്രുവരിയിൽ 400 യൂണിറ്റ്സിൻ്റെ 80 rupees, ദാറ്റ് ഈസ് 32,000. സോ ലൈക്ക്വൈസ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ഓൾ ദ മന്ത്. ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എല്ലാ മാസത്തിലെയും യൂണിറ്റിൻ്റെ 1/3 കാൽക്കുലേറ്റ് ചെയ്ത് that multiplied by selling price, that is 80 per unit. So you have to enter the cash sales, and then what are the other receipts? That is credit sale. Credit sale നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ക്രെഡിറ്റ് സെയിലിൽ സെറ്റിൽമെൻറ്റ് ഫോളോയിങ് മന്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജാനുവരിയിൽ നടക്കുന്ന സെയിലിൻ്റെ സെറ്റിൽമെൻറ്റ് ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. അപ്പം നമ്മൾ 900ൽ 300 പോയാൽ ബാക്കി 600 അവിടെ ഉണ്ട്. ആ 600 യൂണിറ്റ്സ് ക്രെഡിറ്റ് സെയിലാണ്. ഈ 600 യൂണിറ്റ്സിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടുന്നത്, സെറ്റിൽമെൻറ്റ് കിട്ടുന്നത് ഫെബ്രുവരിയിലാണ്. So 600 into 80, that is 48,000 should be entered in February month. Okay, that should be entered in February month. Then നമ്മൾ 1,200 ഇനി ഫെബ്രുവരിയിലാണെങ്കിൽ 1,200ൽ 400 മിനിമൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള 800 യൂണിറ്റ്സിൻ്റെ 80 rupees ഇത്രയാണ് നമുക്ക് വരുന്നത് 64,000. ഈ 64,000 ആണ്
നെക്സ്റ്റ് മന്തിൽ മാർച്ചിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പം ഫോളോയിങ് മന്തിലാണ് സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. മനസ്സിലായല്ലോ. സോ യു ഹാവ് ടു എൻ്റർ ക്രെഡിറ്റ് സൈഡ് ഫോർ ഓൾ മന്ത്സ് ആൻഡ് then you have to add the receipts, total receipts, that is 24,000 in January and 80,000 in February. So likewise you have to total the receipts. So now we got total payments and total receipts. So now we have to calculate working capital required. എത്ര working capital ആണ് നമുക്ക് ആവശ്യമുള്ളത്. So payments minus receipt. Payment in receipts minus ചെയ്യണം. Payment in receipts minus ചെയ്യുമ്പോൾ 58,800 24,000 minus ചെയ്യുമ്പോൾ 34,800 and 82,000 80,000 കുറയ്ക്കുമ്പോൾ 82,800 80,000 മൈനസ് ചെയ്യുമ്പോൾ 2,800 കിട്ടും. ഇനി മാർച്ചിലാകുമ്പം 1,06,800 1,12,000 ആണ് റെസീപ്റ്റ്സും വരുന്നത്. അപ്പോൾ അവിടെ റെസീപ്റ്റ്സ് കൂടുതലാണ്. അപ്പോൾ എന്തായി, അവിടെ സർപ്ലസ് ആണ് വരുന്നത്. അപ്പം ഈ ജാനുവരിയിലും ഫെബ്രുവരിയിലും നമുക്ക് അഡീഷണൽ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ 34,800 2,800 കൂടെ അഡീഷണൽ ആയിട്ട് വേണം. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആണ്. ഇനി നെക്സ്റ്റ് മന്ത് മുതൽ മാർച്ച് മുതൽ എന്താണ്, നമുക്കിവിടെ സർപ്ലസ് ആണ്. 5,200 സർപ്ലസ് ആണ് മാർച്ചിൽ വരുന്നത്. മനസ്സിലായല്ലോ. ആൻഡ് ഏപ്രിൽ 26,000 സർപ്ലസ് വരുന്നുണ്ട്. മെയ്യിൽ 37,200 സർപ്ലസ് വരുന്നുണ്ട്. സോ ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കുമുലേറ്റീവ് റിക്വയർമെൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പം ഇത് കുമുലേറ്റ് ചെയ്യുക. ഈ സർപ്ലസും ഇതുള്ളത് കുമുലേറ്റ് ചെയ്യുക. കുമുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മന്തിൽ ജാനുവരിയിൽ എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ? 34,800. ഇവിടെ കുമുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് മന്ത് 34,800 ആണ്. ഈ 34,008 പ്ലസ് 2,800 ദാറ്റ് ഈസ് ഇൻ ഫെബ്രുവരി 37,600. ഇനി നമുക്ക് സർപ്ലസ് ആണുള്ളത്. അപ്പം നമ്മൾ ഇത് മൈനസ് ചെയ്യാണ് വേണ്ടത്. 37,600 5,200 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 32,400. 32,400 26,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6,400. ഇനി ഈ 6,400 നമ്മൾ 37,200 കുറയ്ക്കുമ്പോൾ എത്രയായി നമുക്ക്? 30,800. പിന്നെ ഈ 30,800 കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഈ 35,600 ആഡ് ചെയ്യണം. 66,400. ഇപ്പോൾ ടോട്ടൽ സർപ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് ഇപ്പോൾ കയ്യിലുള്ളത്? 66,400 ആണ് ഉള്ളത്. ഇങ്ങനെയാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് കുമുലേറ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. ഇത് ജസ്റ്റ് കുമുലേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സർപ്ലസ് ആകുമ്പോൾ നമ്മളത് ലെസ് ചെയ്യുന്നേ ഉള്ളൂ. 34,800 ഇവിടെ നമുക്ക് സർപ്ലസ് അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആണ്. അപ്പോൾ റിക്വയർഡ് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തപ്പോൾ 37,600 കിട്ടി. ഇനി നമുക്ക് സർപ്ലസ് ആണുള്ളത്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 37,600 ഈ സർപ്ലസിനെ നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ 32,400. ഈ 32,400 മൈനസ് 6,400. ഇനി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ഇട്ടാൽ മതി. ഇവിടെ സർപ്ലസ് ആണല്ലോ, റെസീപ്റ്റ്സ് കൂടുതലായതുകൊണ്ട് ഇതിന് നമ്മൾ സിമ്പിൾ ഇട്ടാൽ മതി. നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് കുമുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ. സോ ഇത്രയാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ. ഇത് ക്വസ്റ്റ്യൻ നല്ല തറോ ആയിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ എത്രയാണ് ക്യാഷ് സെയിൽസ്, എത്രയാണ് ക്രെഡിറ്റ് സെയിൽസ്, സെറ്റിൽമെൻറ്റ് ചിലപ്പം ആഫ്റ്റർ 2 മന്ത് ആയിരിക്കും. ആഫ്റ്റർ 2 മന്ത് ആണെങ്കിൽ ജാനുവരിയും ഫെബ്രുവരിയും സെറ്റിൽമെൻറ്റ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് മാർച്ചിലായിരിക്കും സെറ്റിൽമെൻറ്റ് വരിക. പക്ഷേ ജാനുവരിയിലെ എമൗണ്ട് ആണ് നമ്മൾ മാർച്ചിൽ സെറ്റിൽ ചെയ്യുന്നത്. അപ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിലുള്ളത്. ഓക്കെ. മെത്തേഡ് ഈസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 2 കൺസെപ്റ്റ് പഠിച്ചപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പറഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സർക്കുലേറ്റിംഗ് ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ റിവോൾവിംഗ് ക്യാപിറ്റലാണ്. ഒരു ഫോമിൽ നിന്ന് ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും.
ക്യാഷിൽ നിന്ന് അത് റോ മെറ്റീരിയൽ ആയി മാറും. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്താൽ റോ മെറ്റീരിയൽ പ്രൊഡക്ഷനിൽ ഇറക്കി കഴിഞ്ഞാൽ അത് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. വർക്കിംഗ് പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നീട് വീണ്ടും അക്കൗണ്ട്സ് റിസീവബിൾ ആവും. അക്കൗണ്ട്സ് റിസീവബിൾ വീണ്ടും ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആവും. ഈ സൈക്കിളിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എത്ര ഡേയ്സ് എടുക്കും എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് കുറച്ചും കൂടി ലെങ്തി ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡ് ഇൻക്രീസ് ചെയ്യും. ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും ഇൻക്രീസ് ചെയ്യും. അതിൽ നമ്മൾ ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനും നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും നമ്മൾ നോക്കി. അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ്പെക്റ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ is equal to cost of goods sold into operating cycle divided by 365 or 360 days. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 360 ഡേയ്സ് എടുക്കാം. 365 ഡേയ്സ് ഓർ 360 ഡേയ്സ് പ്ലസ് ഡിസൈഡ് ക്യാഷ് ബാലൻസ്. അപ്പം ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡിലെ ഇക്വേഷൻ. So here we will see an example. Cost of goods sold is 48 lakh and operating cycle is 60 days. Minimum desired level of cash balance is 75,000. So here assuming 360 days in a year. നമുക്കിവിടെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 48 lakh, ഓപ്പറേറ്റിംഗ് സൈക്കിൾ 60 ഡിവൈഡഡ് ബൈ 360 പ്ലസ് 75,000, ദാറ്റ് ഈസ് മിനിമം ഡിസൈർഡ് ലെവൽ ഓഫ് ക്യാഷ് ബാലൻസ്, ദാറ്റ് ഈസ് 75,000 is equal to rupees 8,75,000 ആണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. നിങ്ങൾക്ക് പ്രോബ്ലംസിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നോളന്നില്ല. എസ്എ ക്വസ്റ്റ്യനൊക്കെ ആകുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ്, വർക്കിംഗ് പ്രോഗ്രസ് കൺവേർഷൻ പീരീഡ്, ഫിനിഷ്ഡ് ഗുഡ്സ് കൺവേർഷൻ പീരീഡ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നിന്ന് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ എക്സ്പെക്റ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവുക. അപ്പം ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. നമ്മൾ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പം പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻസ്. നമുക്കൊന്നുകൂടി ലാസ്റ്റ് നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ഈസ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്. സോ അണ്ടർ ദിസ് മെത്തേഡ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മളൊരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബാലൻസ് ഷീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൽ കറൻറ്റ് അസറ്റ്സും കറൻറ്റ് ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ ഓർഡറിൽ ബാലൻസ് ഷീറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യുന്നതാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും കണ്ടിൻജൻസീസോ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സോ പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓഫ് എ ട്രേഡിംഗ് കൺസേൺ. എന്തൊക്കെയാണ് വാല്യൂസ് തന്നിട്ടുള്ളത്? പ്രൊജക്റ്റഡ് ആനുവൽ സെയിൽസ് തന്നിട്ടുണ്ട് 1 lakh യൂണിറ്റ്സ്, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസും നെറ്റ് പ്രോഫിറ്റും തന്നാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? കോസ്റ്റ് ഓഫ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? പ്രൊജക്റ്റഡ് ആനുവൽ സെയിൽസ് എത്രയാണ്? സെയിൽസ് 1 lakh യൂണിറ്റ്സ് ആണ്, സെല്ലിംഗ് പ്രൈസ് 8 ആണ്. അപ്പോൾ ടോട്ടൽ സെയിൽസ് വാല്യൂ എത്രയാണ് വരിക? 8 lakh. 1 lakh ഇൻറ്റു 8 ഈക്വൽ ടു 8 lakh ആണ് ടോട്ടൽ സെയിൽസ് വാല്യൂ വരിക. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? 25% ഓൺ സെയിൽസ് ആണ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 25% ഓൺ സെയിൽസ് എന്ന് പറയുമ്പോൾ 25% ഓൺ 8 lakh, ദാറ്റ് ഈസ് 2 lakh. അപ്പോൾ നമുക്ക് പ്രോഫിറ്റും കിട്ടി സെയിൽസും കിട്ടി. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ്. Sales minus profit, that is 8 lakh minus 2 lakh, 6 lakh will be the cost of sales. നമുക്കിവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. ഇനി എന്തൊക്കെയാണ് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്? ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ടു കസ്റ്റമേഴ്സ്, ഡെപ്റ്റേഴ്സിൻ്റെ പീരീഡ് തന്നിട്ടുണ്ട്, ടേൺ ഓവർ പീരീഡ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ പീരീഡ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഹോൾഡിംഗ് പീരീഡ് തന്നിട്ടുണ്ട്, പിന്നെ 10% കണ്ടിൻജൻസീസ് പ്രൊവിഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ സ്റ്റോക്കിൻ്റെ ഒക്കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കറണ്ട് അസറ്റ്സിൽ ആദ്യമായിട്ട് വരുന്ന ഏതാണ്? ഡെപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഈ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? ഡെപ്റ്റേഴ്സിൻ്റെ പീരീഡ് പറഞ്ഞിട്ടുണ്ട് 8 weeks ആണ് ക്രെഡിറ്റ് അലോ ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്. ടോട്ടൽ നമ്പർ ഓഫ് വീക്സ് എത്രയാണ്? ഇയറിൽ 52. അപ്പം 8/52 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
എന്തിനോട് കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ 8/52 ആയിരിക്കും ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് വരിക. കോസ്റ്റ് ഓഫ് സെയിൽസ് 6 lakh ആണ്. 6 lakh ഇൻറ്റു 8/52 ദ ഡെപ്റ്റേഴ്സ് എമൗണ്ട് വിൽ ബി 92,308. ഇനി അസറ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഹോൾഡിംഗ് പീരീഡ് 12 weeks തന്നിട്ടുണ്ട്. അപ്പം സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? 6 lakh ഇൻറ്റു 12/52 1,38,462. നമുക്ക് ഇനി കറണ്ട് അസറ്റ്സിൻ്റെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ ചെയ്യാം. 2,30,770. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് എന്താ തന്നിട്ടുള്ളത്? ക്രെഡിറ്റേഴ്സിൻ്റെ പീരീഡ് തന്നിട്ടുണ്ട് 4 weeks. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 6 lakh ഇൻറ്റു 4/52 ദാറ്റ് ഈസ് 46,154. വേറെ കറണ്ട് ലയബിലിറ്റീസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ദാറ്റ് ഈസ് 1,84,616. ഈ 10% ഫോർ കണ്ടിൻജൻസീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10% കണ്ടിൻജൻസീസ് ആഡ് ചെയ്യണം നമ്മൾ. 10% കണ്ടിൻജൻസി ആഡ് ചെയ്യുമ്പോൾ 18,462 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,03,078 വിൽ ബി ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം അത് അങ്ങനെ സ്പെഷ്യലായിട്ട് പ്രൊവിഷൻ ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഒരു ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ട്രേഡിംഗ് കൺസേൺ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് സെയിൽസിനെ നമ്മൾ പർച്ചേസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് എക്സാമ്പിളിൽ നോക്കുന്നത്. നമുക്ക് ഇനി കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. So we will see another example. So here the Exxon company decides to purchase a business and has consulted you, and one point on which you are asked to advise them is the average amount of working capital which will be required in the first year's working capital. നമ്മൾ ഒരു കമ്പനി എക്സൺ കമ്പനി ലിമിറ്റഡ് അവരൊരു ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ കുറിച്ച് ഒരു സജഷൻ ചോദിക്കുകയാണ്. So you are given the following estimates and are instructed to add 10% to your computed figure to allow for contingencies. Contingencies-ന് 10% allow ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പെർട്ടിക്കുലേഴ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആണ് അവർക്ക് സജസ്റ്റ് ചെയ്യേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണെന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. സോ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്? നമുക്ക് കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് ആണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെയാണുള്ളത്? ഇവിടെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് തന്നിട്ടുണ്ട്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അത് തന്നെ നമുക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം. സ്റ്റോക്ക് ഓഫ് സ്റ്റോർസ് ആൻഡ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട് 8,000. പിന്നെ എന്തൊക്കെയാണ് കറണ്ട് അസറ്റ്സിലുള്ളത്? പിന്നെ കറണ്ട് അസറ്റ്സിൽ വരുന്നത് പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് ആണ്. ദാറ്റ് ഈസ് ആൾസോ ക്വാർട്ടർലി ആണ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്വാർട്ടർലി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ഇൻലാൻഡ് സെയിൽസും എക്സ്പോർട്ട് സെയിൽസും. ഇൻലാൻഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രിക്കകത്തുള്ള സെയിൽസ്, ഡൊമസ്റ്റിക് സെയിൽസ്. ഈ ഡൊമസ്റ്റിക് സെയിൽസിൽ 6 weeks ക്രെഡിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സെയിൽസ് എത്ര ടോട്ടൽ എമൗണ്ടും തന്നിട്ടുണ്ട്. എക്സ്പോർട്ട് സെയിൽസിൻ്റെ ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്. അതിന് 1.5 weeks ആണ് ക്രെഡിറ്റ് അലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഔട്ടർ കോളത്തിലോട്ട് എഴുതാൻ. അപ്പോൾ ഇത്രയാണ് കറണ്ട് അസറ്റ്സിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ കറണ്ട് അസറ്റ്സിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. സോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ കറണ്ട് അസറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. കറണ്ട് അസറ്റ്സിൽ ഫസ്റ്റ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇൻവെൻറ്ററീസ് ആണ് വരുന്നത് അല്ലേ. സോ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഔട്ടർ കോളത്തിലോട്ട് എടുത്തെഴുതി 5,000. ആൻഡ് സ്റ്റോക്ക് ഓഫ് സ്റ്റോർസ് ആൻഡ് മെറ്റീരിയൽസിലും വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഔട്ടർ കോളത്തിലോട്ട് എടുത്തെഴുതി. ഇനി സൺട്രി ഡെപ്റ്റേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഇൻലാൻഡ് സെയിൽസിൻ്റെ 6 weeks ആണ് ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 3,12,000. ഈ 3,12,000-നെ 6 divided by 52. 52 ആണ് ടോട്ടൽ വീക്സ്. So 6 divided by 52, the amount will be 36,000. And export sales എത്രയാണ്? 78,000 ആണ്. 78,000 നമ്മൾ 1.5 weeks ആണ് ക്രെഡിറ്റ് കൊടുത്തത്. സോ നമ്മൾ 3 weeksൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് വീണ്ടും 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 78,000 into 3/52 into 1/2. That will be
2,250. So total sale sundry debtors എത്രയാണ് വരുന്നത് 38,250. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് പേയ്മെന്റ് ഇൻ അഡ്വാൻസ് ആണ് കറണ്ട് അസറ്റ്സിൽ വരുന്നത്. അഡ്വാൻസസ് പേയ്മെന്റ് ഇൻ അഡ്വാൻസസിൽ എത്രയാണ് വരുന്നത് 8,000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് ക്വാർട്ടർലി ആണ് പേ ചെയ്യുന്നത്. ക്വാർട്ടർലി ആണ് അഡ്വാൻസ് പേ ചെയ്തിട്ടുള്ളത്. അപ്പം 8,000 ഇൻറ്റു 1/4 എത്രയാണ് 2,000. കറണ്ട് അസറ്റ്സിന്റെ എല്ലാ ഐറ്റംസും നമ്മൾ എൻ്റർ ചെയ്തു. നമുക്ക് കറണ്ട് അസറ്റ്സിന്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ് എമൗണ്ട് വരുന്നത് 53,250. ഇനി നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് ആണ് നോക്കണം. കറണ്ട് ലയബിലിറ്റീസിൽ ഇവിടെ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, ലാഗ് ഇൻ പേയ്മെന്റ് ആണ്. അതായത് ക്രെഡിറ്റേഴ്സ് ലാഗ് ഇൻ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളതാണ്. ലാഗ് ഇൻ പേയ്മെന്റ്സ് എന്തൊക്കെയാണുള്ളത്, വേജസ് 1.5 വീക്സ് ഉണ്ട്. വേജസ് എത്രയാണ് 2,60,000 ആണ്. അതിന്റെ 1.5 വീക്സ് നമ്മൾ ഇത് വരുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ 1.5 വീക്സ് ആകുമ്പോൾ 2,60,000 ഇൻറ്റു 3/52 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 7,500. 3 വീക്സിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫാണ് നമ്മൾ എടുക്കുന്നത്. സോ സ്റ്റോക്ക് ആൻഡ് മെറ്റീരിയൽസിൽ 1.5 മന്ത്സ് ഉണ്ട് പേയ്മെൻറ്റിൽ 1.5 മന്ത്സ് ക്രെഡിറ്റ് വരുന്നുണ്ട്. അത് എത്രയാണ് വരുന്നത് 48,000 ഇൻറ്റു 3/52 ചെയ്തിട്ട് 1/2 കാൽക്കുലേറ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ, സ്റ്റോക്ക് ആൻഡ് മെറ്റീരിയൽസ് 1.5 മന്ത്സ് ആണ്. അപ്പോൾ നമുക്ക് 3 മന്ത്സിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ 1/2 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ 48,000 ഇൻറ്റു 3/12, അതായത് 3 മന്ത്സിനുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കാം. അപ്പോൾ 48,000 ഇൻറ്റു 3/12 ഇൻറ്റു 1/2 ചെയ്യാം. അത് സിംപ്ലിഫൈ ചെയ്തതാണിത്. 48,000 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 3/2. അപ്പോൾ നമുക്ക് 6,000 എമൗണ്ട് കിട്ടും. ഇവിടെ നിങ്ങൾ വീക്സിൻ്റെ ചെയ്ത പോലെ തന്നെ ചെയ്താലും മതി. 48,000 ഇൻറ്റു 3/12 മന്ത്സിലാണ്. അപ്പം അവിടെ ശ്രദ്ധിക്കുക, വീക്സിലല്ല മന്ത്സിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 48,000 ഇൻറ്റു 3/12 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 6,000. ഇനി റെൻ്റ് ആൻഡ് ലോയൽറ്റീസ് 6 മന്ത്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പം 10,000 ഇൻറ്റു 6/12, ദാറ്റ് ഈസ് 5,000. ആൻഡ് ക്ലറിക്കൽ സ്റ്റാഫ് ഹാഫ് മന്ത്സ് ആണ്. സോ 62,400 1/12 ചെയ്തിട്ട് അതിൻ്റെ 1/2 കണ്ടാലും മതി. അല്ലെങ്കിൽ 62,400 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 2,600. മാനേജർസും ഹാഫ് മന്ത് തന്നെയാണ്, അതും സെയിം വേയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. 4,800 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 200. മിസലേനിയസ് എക്സ്പെൻസസ് എന്തൊക്കെയാണ്, മിസലേനിയസ് എക്സ്പെൻസസ് 1.5 മന്ത്സ് ആണ് തന്നിട്ടുള്ളത്. 1.5 മന്ത്സ് 48,000 ആണ് കേട്ടോ. ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 48,000 1.5 നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ആൻഡ് മെറ്റീരിയൽസിൽ അതിന് ആ എമൗണ്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം 6,000 ആണ് എമൗണ്ട് വരുന്നത്. So the total current liabilities will be 27,000. Current liabilities will be 27,300. So you can calculate net working capital. 53,250 minus 27,300. That will be 25,950. And add 10% margin for contingencies. That is 2,595. So the average amount of working capital required will be 28,545. അപ്പോൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുക. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്താൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. കണ്ടിൻജൻസീസ് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിൻജൻസീസ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് റിക്വയർഡ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. We will see how we will prepare projected balance sheet. So the particulars are given. Issued share capital 3 lakh, 6% debentures 2 lakh, fixed asset at cost 2 lakh. And the other informations are given. The expected ratios to selling price are raw material have 50%, labor 20%, overhead 20%, profit 10%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിൽസിൻ്റെ ഈ പ്രൊപ്പോർഷനിലാണ് നമ്മൾ ബാക്കി റോ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡിൻ്റെ ഒക്കെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് റോ മെറ്റീരിയൽ ആർ കെപ്റ്റ് ഇൻ സ്റ്റോർ ഫോർ ആവറേജ് 2 months. റോ മെറ്റീരിയൽസ്
ആവറേജ് 2 months ആണ് ഉള്ളത്. നമുക്ക് എന്തിനു വേണ്ടിയും ബാലൻസ് ഷീറ്റിൽ നമുക്ക് സ്റ്റോക്ക് കറണ്ട് അസറ്റ്സിൻ്റെ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ ലോക്ക്ഡ് ഇൻ പീരീഡ് എത്രയാണ്? റോ മെറ്റീരിയൽ 2 months ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിന് എത്രയാണ്? It is average 3 months. 3 months ആണ്. And production during the previous year was 1,80,000 units. 1,80,000 units ആണ് production units. So it is planned to maintain the same in the current year also. Current yearും ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. And each unit of production is expected to be in the process for half a month. എല്ലാ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് പറഞ്ഞതൊക്കെ റോ മെറ്റീരിയലും ലേബറും ഓവർഹെഡും ഇത് മൂന്നും expected to be in process. Work in progress half a month ആണ് work in progress ലോക്ക് ഇൻ ചെയ്യാന്നുള്ളത്. ലോക്ക് ഇൻ ചെയ്യുക. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ടാവും ഈ ക്വസ്റ്റ്യനിൽ, വിട്ടുപോയതായിരിക്കണം. And assuming that consisting of 100% of raw material and wages and overheads with 50%. അതായത് ഇവിടെ each unit of production is expected to be in process for half a month consisting of 100% raw material and 50% of wages and overhead. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ഹാഫ് എ മന്ത് ആണ് ഇത് മൂന്നും ലോക്ക് ഇൻ ചെയ്യുന്നത്. പക്ഷെ അതിൽ തന്നെ റോ മെറ്റീരിയൽ 100%ഉം ഈ ഹാഫ് എ മന്തിൽ തന്നെ 100% ആയിരിക്കും റോ മെറ്റീരിയൽ എടുക്കുന്നത്. ഇത് രണ്ടും ലേബറും ഓവർഹെഡും 50% ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇവിടെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ അതെന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് മനസ്സിലാവില്ല. ഓക്കെ, ആൻഡ് ക്രെഡിറ്റ് allowed to customers in 3 months and given by supplies in 2 months. ക്രെഡിറ്റ് allowed to customers അതായത് ഡെപ്റ്റേഴ്സിന് 3 months ക്രെഡിറ്റേഴ്സ് 2 months ആണ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സും കാൽക്കുലേറ്റ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്. ഓക്കെ, ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഈസ് 4 per unit. There is a regular production and sales cycle and calculation of debtors may be made at selling price. Okay, then first we have to calculate the sales. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് അറിയണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് എത്രയാണ്? സെയിൽസ് 1,80,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെല്ലിംഗ് പ്രൈസ് 4 ആണ്. അപ്പോൾ 1,80,000 ഇൻറ്റു 4 7,20,000 ആണ് സെയിൽസ്. ഇനി നമുക്ക് ഓരോ ഇതിലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയായിരിക്കും നോക്കാം. റോ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡിൻ്റെയും. റോ മെറ്റീരിയൽ 50% ഓഫ് 7,20,000 ആയിരിക്കും. ഇവിടെ നമുക്ക് 50% തന്നിട്ടുണ്ട്. 50% ഓഫ് 7,20,000 3,60,000 ആയിരിക്കും റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആൻഡ് ലേബർ എത്രയായിരിക്കും? 7,20,000 20% 1,44,000. ഓവർഹെഡും 20% ആണ്, 1,44,000. ഓക്കെ, ഇനി നമുക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ എത്രയാണ് സ്റ്റോക്കിൽ വരുന്നത്, അതായത് എത്രയൊക്കെയാണ് ലോക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പം റോ മെറ്റീരിയൽ എത്രയാണ്? 2 months. റോ മെറ്റീരിയൽ എത്രയാണ് ലോക്ക് ചെയ്തിട്ടുള്ളത്? കെപ്റ്റ് ഇൻ സ്റ്റോർ ഫോർ ആൻ ആവറേജ് ഓഫ് 2 months. എത്രയാണ് സ്റ്റോറിൽ? ആവറേജ് 2 months ആണ് സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയായിരിക്കും റോ മെറ്റീരിയലിൽ? 7. ഈ 3,60,000 നമ്മൾ എന്ത് ചെയ്യണം? 3,60,000 നമ്മൾ 2/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 months ആണ് നമുക്ക് കിട്ടുന്നത്. 16 2/12 കൊണ്ട് ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇതുപോലെ 7,20,000 ഇൻറ്റു 50/100. ആദ്യം നമ്മൾ 7,20,000 ആണ് ടോട്ടൽ. അതിൻ്റെ 50% ആണ് റോ മെറ്റീരിയൽ. അതിൻ്റെ 2 months ആണ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു 3,60,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ്. 3,60,000 2/12 ചെയ്താലും മതി. അപ്പോൾ 60,000 ആയിരിക്കും സ്റ്റോക്ക് റോ മെറ്റീരിയൽ പറയുക. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ എത്രയാണ് പറയുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സ് 3 months ആണ് പറയുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് 7,20,000 കാണാം, അല്ലെങ്കിൽ 1,44,000 വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ 7,20,000 വെച്ച് കാണുകയാണെങ്കിൽ 7,20,000 ഇൻറ്റു 90/100. 90 എങ്ങനെയാണ് വന്നിട്ടുള്ളത്?
ഇവിടെ നമുക്ക് നോക്കാം 50, 20 and 20. ഇത് മൂന്നും കൂടി കൂടിയതാണ് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ്. പ്രോഫിറ്റ് 10% ഉണ്ട്. അപ്പോൾ 50, 20, 50 plus 20 plus 20, that is 90. അപ്പോൾ 90% ആണ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. സോ 7,20,000 into 90/100 into 3/12. അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൾറെഡി പറഞ്ഞു 1,44,000 ആയിരിക്കും. 7,20,000 20%. 1,44,000 into 3/12 ചെയ്താലും മതി, അല്ലെങ്കിൽ 7,20,000 into 90/100 into 3/12. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? നമുക്ക് 1,62,000 ആണ് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. വർക്കിംഗ് പ്രോഗ്രസിൻ്റെ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി പ്രോസസ് ഫോർ ഹാഫ് എ മന്ത്. എൻ്റെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കൺസിസ്റ്റിംഗ് ഓഫ് 100% റോ മെറ്റീരിയൽസ് ആൻഡ് 50% ഓഫ് വേജസ് ആൻഡ് ഓവർ ഹെഡ്സ്. അപ്പം ഇവിടെ ഹാഫ് എ മന്ത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ 3,60,000 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തോളാം. 7,20,000 into 50/100, that is 3,60,000. നമ്മൾ ടോട്ടൽ മെറ്റീരിയൽ അതിൻ്റെ ഹാഫ് എ മന്ത് ആണ് നമ്മൾ എന്ത് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നത്, വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ ഹാഫ് എ മന്ത് എന്ന് പറയുമ്പോൾ 1/24. ഹാഫ് എ മന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 1/24 ആണ് യൂസ് ചെയ്യുന്നത്. സോ 7,20,000 into 50/100 into 1/24. അപ്പോൾ ഹാഫ് എ മന്തിന് 15,000 ആണ്. അപ്പോൾ ഈ 15,000 100% മെറ്റീരിയലിൽ സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കൺസിസ്റ്റിംഗ് ഓഫ് 100% റോ മെറ്റീരിയൽ, അതാണ് ഈ 15,000 നമുക്ക് വരും. ഇനി ലേബറിൻ്റെ കേസിൽ 50% ആണ്. അപ്പം 7,20,000 into 20/100 into 1/24 into 50/100. ഇപ്പം നമ്മൾ ഹാഫ് എ മന്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ 50% ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 3,000. ഇനി ഓവർ ഹെഡ്സ് ആണെങ്കിലും 50% ആണ്. സോ 7,20,000 20% കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എ മന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ 50% ആണ് നമ്മൾ ഓവർ ഹെഡ് കീപ്പ് ചെയ്യുന്നത്. സോ ടോട്ടൽ വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ് വരുന്നത്? 15,000 പ്ലസ് 3,000 പ്ലസ് 3,000, ദാറ്റ് ഈസ് 21,000. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലോട്ട് എന്താ വേറെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? ഡെപ്റ്റേഴ്സ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഡെപ്റ്റേഴ്സ് ഇവിടെ 3 month ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ടോട്ടൽ? 7,20,000. 1,80,000 into 4, that is 7,20,000. 7,20,000 3/12, that is 1,80,000. ഇനി ക്രെഡിറ്റേഴ്സ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2 months ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓരോന്നിനും കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ. ടോട്ടൽ പർച്ചേസ് ചെയ്ത മെറ്റീരിയലിനല്ലേ നമ്മൾ ഇത് വരുന്നത്, ക്രെഡിറ്റേഴ്സ് വരുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്തത് മെറ്റീരിയലാണ്. സോ ടോട്ടൽ പർച്ചേസ് എത്രയാണ് വരുന്നത്? 3,60,000 ആണ്. മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ പറഞ്ഞു 3,60,000 ആണ്. 7,20,000 into 50/100. അതിൻ്റെ 2 months ആണ് നമുക്ക് ക്രെഡിറ്റേഴ്സ് വരുന്നത്. 3,60,000 into 2/12, ദാറ്റ് ഈസ് 60,000. അപ്പോൾ ക്രെഡിറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു, ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു, സ്റ്റോക്കും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് ഫസ്റ്റ് ഐറ്റം വരുന്നത്? സെയിൽസ്. ഡെബിറ്റ് സൈഡിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും വരും, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും വരും. സെയിൽസ് എത്രയാണ് വരുന്നത്? 7,20,000 നമ്മൾ എൻ്റർ ചെയ്തു. ബൈ സെയിൽസ് 7,20,000 ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ഏതൊക്കെയാണ്? മെറ്റീരിയൽസും ലേബറും ഓവർ ഹെഡ്. നമ്മൾ 50% 3,60,000, 20% 1,24,000 ആൻഡ് ഓവർ ഹെഡ്സ് 1,44,000. സോ നമ്മൾ ഇത് ടോട്ടൽ ചെയ്യുക, ഇതിൻ്റെ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. 7,20,000 ആണ് സെയിൽസ്. 7,20,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടും? 72,000 വരും. ഗ്രോസ് പ്രോഫിറ്റ് 72,000 വരും. ഇവിടെ പ്രോഫിറ്റ് 10% പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 72,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയില്ല. ഇനി നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ 72,000 ഇവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് ഇവിടെ ഡെബിറ്റ് സൈഡിൽ വേറെ എന്തൊക്കെ എക്സ്പെൻസ് അവിടെ വരുന്നത്?
ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 6%. അപ്പോൾ 2 ലാഖിൻ്റെ 6% 12,000. സോ അപ്പോൾ നമ്മൾ 72,000 ബാലൻസ് ചെയ്ത് 72,000 12,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 60,000 ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് 60,000 ആണ്. നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 60,000. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ഷെയർ ക്യാപിറ്റൽ 3 ലാഖ്, ഡിബഞ്ചേഴ്സ് 2 ലാഖ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തത് 60,000. പിന്നെ ക്രെഡിറ്റേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ്? 60,000. അതിന് അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സ് 2 ലാഖ്, കറണ്ട് അസറ്റ്സിൽ സ്റ്റോക്ക് 60,000. സ്റ്റോക്ക് 60,000 എങ്ങനെയൊക്കെയാണ് വന്നത്? 60,000 മെറ്റീരിയലും വർക്കിംഗ് പ്രോഗ്രസ് 21,000 ഫിനിഷ്ഡ് ഗുഡ്സ് 1,62,000. ടോട്ടൽ എത്രയാണ് സ്റ്റോക്ക് വരുന്നത്? ഇതിൻ്റെ മൂന്നിൻ്റെയും ടോട്ടലാണ് ടോട്ടൽ സ്റ്റോക്ക് വരുന്നത്. സ്റ്റോക്ക് എത്രയാണ് വരുന്നത്? 2,43,000 സ്റ്റോക്ക് മാത്രം വരും. മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് എഴുതിയതാണ്. മെറ്റീരിയൽ 60,000, ഫിനിഷ്ഡ് ഗുഡ്സ് 1,62,000 ആൻഡ് വർക്കിംഗ് പ്രോഗ്രസ് 21,000. ഇത് മൂന്നുമാണ് നമ്മൾ സ്റ്റോക്കിൽ വരുന്നത്. അപ്പം അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,43,000 ഉണ്ടാവും. അതിൻ്റെ കൂടെ നമുക്ക് എന്തുണ്ടാവും? ഡെപ്റ്റേഴ്സും കൂടെ ഉണ്ടാവും. ഡെപ്റ്റേഴ്സ് 1,80,000. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റ്സ് എത്രയായി? 4,23,000. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാം. 2 ലാഖ് പ്ലസ് 4,23,000 6,23,000 ഉണ്ടാവും. ഇതിൻ്റെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കൊരു 3,000 ബാലൻസിങ് ഫിഗർ ഉണ്ടാവും. അത് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യുന്നു. സോ ദ ടോട്ടൽ വിൽ ബി 6,23,000. സോ ഇങ്ങനെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. നമ്മളപ്പോൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇതിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് ഇവിടെ ടോട്ടൽ എത്രയാണ്? 4,23,000. സ്റ്റോക്കും ഡെപ്റ്റേഴ്സും 4,23,000. കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ്? ക്രെഡിറ്റേഴ്സ് പ്ലസ് ഇവിടെ ബാലൻസിങ് ഫിഗർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അതും കൂടി ആഡ് ചെയ്താൽ 63,000 വരും. സോ 4,23,000 മൈനസ് 63,000. Working capital will be 3,60,000. Okay. Like this, you have to estimate the working capital requirement using projected balance sheet and the profit and loss account. Okay. We'll discuss about how the working capital can be financed. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് ഫൈനാൻസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പഠിച്ചു. പെർമനൻറ്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ടെമ്പററി വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് ക്യാപിറ്റൽ എന്താണ്? പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? എപ്പോഴും ഒരു മിനിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം എപ്പോഴാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ ഏതെങ്കിലും ഒരു ഫോമിൽ എപ്പോഴും കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ മിനിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എക്സിസ്റ്റ് ആയിരിക്കും. അത് ഇനി റോ മെറ്റീരിയൽ ആയാലും വർക്കിംഗ് പ്രോഗ്രസ് ആയാലും ഒക്കെ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു മിനിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ പെർമനൻറ്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ടെമ്പററി ഒരു വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഒരു സീസണൽ വേരിയേഷൻസ് ഉണ്ടാവുകയാണ് പ്രൊഡക്ഷനിൽ. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ നീഡ് വരികയാണ് ഡിമാൻഡിൽ, പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോഴാണ് അതിനെയാണ് നമ്മൾ ടെമ്പററി ഓർ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഇതിനെ എങ്ങനെയാണ് ഫൈനാൻസ് ചെയ്യുന്നത്? സോ ദ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ജനറലി ഫൈനാൻസ്ഡ് ഫ്രം ദ ഫിക്സഡ് ക്യാപിറ്റൽ സോഴ്സസ് and while the temporary or variable working capital requirements of a concern may be met from the short-term sources of capital. Normally ഈ ഫിക്സഡ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള സോഴ്സസ്, കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള സോഴ്സസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് പോലുള്ള സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഫൈനാൻസ് ചെയ്യുക. പക്ഷെ വേരിയബിൾ ആയാലും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ അതൊരു സ്പെഷ്യൽ നീഡാണ് അല്ലെങ്കിൽ സീസണൽ ആയിട്ട് വരുന്ന റിക്വയർമെൻ്റ് ആണ്, അഡീഷണൽ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ പൊതുവെ അതിനു വേണ്ടി ഷോർട്ട് ടേം സോഴ്സസ്
ലൈക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇൻഡിജിനസ് ബാങ്കേഴ്സ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, നമ്മൾ പറഞ്ഞു ലോൺ ഫൈനാൻസിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇങ്ങനെയുള്ള സോഴ്സസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ഷോർട്ട് ടേം സോഴ്സസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നീഡിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, പെർമനന്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ നോർമലി വി യൂസ് ടു യൂസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്, പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ്, ലോൺസ് ഫ്രം ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെയുള്ള ലോങ് ടേം സോഴ്സസും പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് പോലുള്ള ഇന്റേണൽ സോഴ്സസും ആണ് പെർമനന്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിന് യൂസ് ചെയ്യുന്നത്. ബട്ട് ടെമ്പററി ഒരു വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഷോർട്ട് ടേം സോഴ്സസ്, ലോൺ ഫൈനാൻസിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ ഷോർട്ട് ടേം സോഴ്സസ് ആണ് പൊതുവെ സീസണൽ വേരിയേഷൻസ് അല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫൈനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നത്. സോ ഈ ഫൈനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ മെയിൻലി ദർ ആർ ത്രീ അപ്രോച്ചസ്. So mainly three approaches of financing mix for working capital. Financing mix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ പോലെ പ്രൊപ്പോർഷൻ ഓഫ് സോഴ്സ്, വേരിയസ് സോഴ്സസ്. ഒരു ക്യാപിറ്റൽ മിക്സിൽ അല്ലെങ്കിൽ ഒരു ഫൈനാൻസിങ് മിക്സിൽ അതിൽ ഓരോ സോഴ്സിൻ്റെയും പ്രൊപ്പോർഷനെയാണ് നമ്മൾ ഈ ഫൈനാൻസിങ് മിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് ലോങ് ടേം സോഴ്സസും ഷോർട്ട് ടേം സോഴ്സസും വെച്ച് ഫൈനാൻസ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഫൈനാൻസിങ് മിക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫൈനാൻസിങ് മിക്സ് ചൂസ് ചെയ്യുന്നതിന് മെയിൻലി ദർ ആർ ത്രീ അപ്രോച്ചസ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ഹെഡ്ജിങ് ഓർ മാച്ചിങ് അപ്രോച്ച്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിസ്ക് ഹെഡ്ജ് ചെയ്യുക എന്നൊക്കെ പറയും ഡെറിവേറ്റീവ്സിൽ. നമ്മുടെ റിസ്ക് നമ്മൾ ഹെഡ്ജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നീഡ്, ഫൈനാൻഷ്യൽ നീഡിനെ നമ്മൾ വേറൊരു സോഴ്സുമായിട്ട് ഹെഡ്ജ് ചെയ്യാം. അപ്പോൾ ആ ഫൈനാൻഷ്യൽ നീഡിൻ്റെ മെച്യൂരിറ്റിയും ഈ സോഴ്സസിൻ്റെ, നമ്മൾ ഫൈനാൻസ് ചെയ്യുന്ന സോഴ്സസിൻ്റെ മെച്യൂരിറ്റിയും ഈക്വൽ ആയിരിക്കും. മെച്യൂരിറ്റിയും ഒരേ സമയത്ത് എൻഡ് ചെയ്യും. അതാണ് ഹെഡ്ജിങ് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. So a process of matching maturities of debt with the maturities of financial needs. നമ്മൾ റേസ് ചെയ്യുന്ന സോഴ്സസിൻ്റെ മെച്യൂരിറ്റിയും, അതായത് ഇപ്പോൾ നമ്മൾ ഡിബഞ്ചർ വെച്ചാണ് ആ വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസ് ചെയ്യുന്നെങ്കിൽ ആ ഡിബഞ്ചറിൻ്റെ മെച്യൂരിറ്റിയും നമ്മളുടെ ആ ഫൈനാൻഷ്യൽ നീഡിൻ്റെ മെച്യൂരിറ്റിയും ഈക്വൽ ആയിരിക്കും. രണ്ടും ഒരേ സമയത്തായിരിക്കും എൻഡ് ചെയ്യുന്നത്. അതിനെയാണ് മാച്ചിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. So a process of matching maturities of debt with the maturities of financial need. So this approach is also known as matching approach. അപ്പോൾ ഇതിനെയാണ് the hedging or matching approach എന്ന് പറയുന്നത്. So the hedging approach suggests that the permanent working capital requirement should be financed with funds from long-term sources, and while the temporary and seasonal working capital requirement should be financed with short-term funds. അപ്പോൾ ഹെഡ്ജിങ് ആൻഡ് മാച്ചിങ് അപ്രോച്ചിൽ പറയുന്നത് മെച്യൂരിറ്റീസ് മാച്ച് ചെയ്യുന്നതിലൂടെ പെർമനൻറ്റ് ക്യാപിറ്റലിനെ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടേം സോഴ്സസ് കൊണ്ട് ഫൈനാൻസ് ചെയ്യാം. ആൻഡ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിനെ ഷോർട്ട് ടേം സോഴ്സസ് ഉപയോഗിച്ചിട്ട് ഫൈനാൻസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ദ ഹെഡ്ജിങ് ഓർ മാച്ചിങ് അപ്രോച്ചിൽ പറയുന്നത്. അപ്പം ഹെഡ്ജിങ് ആൻഡ് മാച്ചിങ് അപ്രോച്ചിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ മെച്യൂരിറ്റീസ് തമ്മിൽ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ നീഡിൻ്റെയും നമ്മളുടെ സോഴ്സിൻ്റെ, ഫൈനാൻസിങ് സോഴ്സിൻ്റെ മെച്യൂരിറ്റി മാച്ച് ചെയ്തിട്ടുള്ള സോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ദ ഹെഡ്ജിങ് ഓർ മാച്ചിങ് അപ്രോച്ചിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ലോങ് ടേം അല്ലെങ്കിൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ ലോങ് ടേം സോഴ്സസ് ഉപയോഗിച്ചിട്ടും ഷോർട്ട് ടേം സോഴ്സസ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിലും യൂസ് ചെയ്യാമെന്നാണ് ഈ അപ്രോച്ചിൽ പറയുന്നത്. The next one is the conservative approach. So under this approach, the entire estimated investment in current assets should be financed from long-term sources, and the short-term sources should be used only the emergency requirements. The conservative approach ൽ പറയുന്നത് കംപ്ലീറ്റ് കറണ്ട് അസറ്റ്സ് ലോങ് ടേം സോഴ്സസ് വെച്ചിട്ട് ഫൈനാൻസ് ചെയ്യാറാണ്. ഷോർട്ട് ടേം സോഴ്സസ് അത്രയും എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ക്രൈസിസ് വരുമ്പോൾ മാത്രം ഷോർട്ട് ടേം മണി സോഴ്സസ് ഉപയോഗിച്ചാൽ മതി എന്നതാണ് കൺസർവേറ്റീവ് അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ കൺസർവേറ്റീവ് അപ്രോച്ച് ഫൈനാൻസിങ് മിക്സിൽ ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കുന്നത്? ഇറ്റ് ഫോക്കസസ് ഓൺ ലോങ് ടേം ഫൈനാൻഷ്യൽ സോഴ്സസ്. But in case of hedging or matching approach, it focuses on both long-term sources for permanent
fixed working capital, and short-term sources for temporary variable working capital. The third approach is the aggressive approach. Aggressive approach ൽ പറയുന്നത് total current assets നെ short term sources വെച്ചിട്ട് finance ചെയ്യാനാണ് പറയുന്നത്. It is too risky and less costly and more profitable. കൂടുതൽ അത് വളരെ റിസ്കി ആയിട്ടുള്ള ഫൈനാൻസിങ് മിക്സ് ആണ്. പക്ഷെ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കും ആൻഡ് കോസ്റ്റും കുറവായിരിക്കും. പക്ഷെ ഇറ്റ് ഈസ് ഹൈലി റിസ്കി അപ്രോച്ച്. ടോട്ടൽ കറണ്ട് അസറ്റ്സിനെ ഷോർട്ട് ടേം സോഴ്സസ് വെച്ചിട്ട് ഫൈനാൻസ് ചെയ്യാനാണ് അഗ്രസീവ് അപ്രോച്ചിൽ പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ടു റിസ്കി ആൻഡ് ലെസ് കോസ്റ്റ്ലി ആൻഡ് മോർ പ്രോഫിറ്റബിൾ. സോ ദീസ് ആർ ദ 3 അപ്രോച്ചസ് ഓഫ് ഫൈനാൻസിങ് മിക്സ്. നമുക്ക് ഒരു അപ്രോച്ച്, ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ടേമും കൂടി പഠിക്കാനുള്ളത് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ചാണ്. എന്താണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പം പറഞ്ഞു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എക്സീഡ് ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും. കറണ്ട് അസറ്റ്സ് കുറയുമ്പോൾ, അതായത് കറണ്ട് ലയബിലിറ്റീസ് എക്സീഡ് ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും. ഇനി ഇൻ കേസ് കറണ്ട് അസറ്റ്സ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ എന്താണ്? അവിടെ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഈ ഒരു അപ്രോച്ചിനെയാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ്സ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നതിനെയാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ. One area in working capital management is management of cash and marketable securities. So cash is one of the important current assets in a business. So what is the nature of cash? Cash itself does not produce goods or services. It is a medium to acquire other assets. Other assets acquire ചെയ്യാനുള്ള ഒരു മീഡിയം ആയിട്ടാണ് ക്യാഷ് വർക്ക് ചെയ്യുന്നത്. സോ ക്യാഷ് ഇറ്റ്സെൽഫ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഗുഡ്സ് ഓർ സർവീസസ്. ക്യാഷിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാകുന്നത്. സോ വാട്ട് ആർ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്? ഫസ്റ്റ് വൺ ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ്. So a firm need cash for making transaction in the day-to-day operations. Day-to-day operations in the transaction ഒക്കെ cash വേണം. പർച്ചേസസിന് വേണ്ടിയിട്ട്, പേയ്മെൻറ്റ്സ്, എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ, ഡിവിഡൻസ് പേ ചെയ്യാൻ, ടാക്സസ് പേ ചെയ്യാൻ, ഇങ്ങനെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാനൊക്കെ cash വേണം. So one of the motive for holding cash is transaction motive. The another one is precautionary motive. So a firm is required to keep cash for meeting various contingencies. Contingencies arise ചെയ്യുമ്പോൾ, എന്തെങ്കിലും എമർജൻസി അറൈസ് ചെയ്യുമ്പോൾ അത് മീറ്റ് ചെയ്യാനും ക്യാഷ് ഹോൾഡ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ദ പ്രിക്കോഷണറി മോട്ടീവ്. ആൻഡ് ദ അതർ വൺ ഈസ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. So it is relating to the holding of cash for investing in profitable opportunities. Profitable opportunities ഉണ്ടാകുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു മോട്ടീവും കൂടി ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിലുണ്ട്. ദാറ്റ് ഈസ് ദ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. So there are 3 motives for holding cash: transaction motive, precautionary motive, and speculative motive. So now coming to the cash management. The cash management has assumed importance because it is the most significant of all the current asset. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അസറ്റ് ആണ് ക്യാഷ്. സോ ക്യാഷ് മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So it is required to meet the obligation and it is unproductive when not used. ഇത് ബിസിനസ്സിൻ്റെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ ക്യാഷ് ആവശ്യമായിട്ടുള്ള ഘടകമാണ്, അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. പക്ഷെ ഇത് യൂസ് ചെയ്യാത്ത സമയത്ത് ഇറ്റ് ഈസ് അൺപ്രൊഡക്റ്റീവ്. So cash management deals with the cash inflows, outflows, cash inflows within the firm, and cash balance held by the firm at a point of time. So cash management എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ക്യാഷ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്? ക്യാഷ് ഇൻഫ്ലോസ്, ഔട്ട്ഫ്ലോസ്, cash flows within the firm, cash balance held by the firm at a point of time. So these are the introduction regarding cash management. Mainly two strategies of cash management. The first one is cash planning. So it is a technique to plan and control the use of cash. So under this method, a cash manager or finance manager can prepare a projected cash flow statement to estimate the cash requirements. The another strategy is cash forecast and budgeting. So under this method, a cash budget is an estimate of cash receipts and disbursement during a future period of time, so that a finance manager can prepare a cash budget
for estimating the cash receipts and disbursement. So under cash forecast and budgeting, there are two methods, receipts and disbursement method and adjusted net income method. Under receipts and disbursement method, the receipts and payments of cash are estimated. എന്തൊക്കെയാണ് receiptsൽ വരിക? Cash sales ഉണ്ടാവും, sale of fixed assets, dividend receipt. So ഇങ്ങനെയുള്ള cash receiptsഉം പിന്നെ payment to creditors, purchase of fixed assets ഇങ്ങനെയുള്ള payments-ഉം ഇത് രണ്ടുമാണ് receipts and disbursement മെത്തേഡിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡിൽ എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? 3 സെക്ഷൻ ആയിട്ടാണ് അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്നത്. So sources of cash, uses of cash and adjusted cash balance. So this is also known as sources and uses approach. So these are the strategies of cash management. Methods of accelerating cash inflows. The first one is prompt payment by customers. കസ്റ്റമേഴ്സിൻ്റെ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ക്യാഷ് ഇൻഫ്ലുവൻസ് ആക്സലറേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ പ്രോംപ്റ്റ് ബില്ലിംഗ് എൻഷുർ ചെയ്താൽ മാത്രമേ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. ദ സെക്കൻഡ് വൺ ഈസ് ക്വിക്ക് കൺവേർഷൻ ഓഫ് പേയ്മെൻറ്റ് ഇൻ ടു ക്യാഷ്. പേയ്മെൻറ്റിനെ ക്വിക്കായിട്ട് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതായത് ചെക്കായിട്ട് പേ ചെയ്യുന്നതൊക്കെ ഏർലി കളക്ഷൻ എൻഷുർ ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡീസെൻട്രലൈസ്ഡ് കളക്ഷൻ. വൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയയുള്ള ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് കളക്ഷൻ ഏരിയ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ഡിലേ ദ ക്യാഷ് ഇൻഫ്ലോസ്. അപ്പോൾ ആ ഡിലേ ഒഴിവാക്കാൻ വേണ്ടി വേരിയസ് കളക്ഷൻ സെൻറ്റേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോ ഈസിലി വി ക്യാൻ ആക്സലറേറ്റ് ദ ക്യാഷ് ഇൻഫ്ലോസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ലോഗ് ബോക്സ് സിസ്റ്റം. ഇറ്റ് ഈസ് ആൾസോ എ കൈൻഡ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് കളക്ഷൻ. So under lockbox system, some collecting centers fixes collecting centers at a different places collecting centers fix ചെയ്തിട്ട് അതിനൊരു പോസ്റ്റ് ബോക്സ് സിസ്റ്റം കൊണ്ടുവരാം. So the firm hires a post box in the post office and the parties are asked to send the checks on that post box number. ഈ different collection areasൽ different collection centersൽ ഒരു പോസ്റ്റ് ബോക്സ് വെച്ചിട്ട് ആ പോസ്റ്റ് ബോക്സ് നമ്പറിലോട്ട് ചെക്സ് റെമിറ്റ് ചെയ്യാൻ പറയാം. സോ എ ലോക്കൽ ബാങ്ക് ഈസ് ഓതറൈസ്ഡ് ടു ഓപ്പറേറ്റ് ദ പോസ്റ്റ് ബോക്സ്. ഈ പോസ്റ്റ് ബോക്സ് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ലോക്കൽ ബാങ്കിനെ ഓതറൈസ് ചെയ്തിട്ടുണ്ടാവും. സോ കസ്റ്റമേഴ്സ് ക്യാൻ directly remit the check to that post box and the local bank will immediately collect the check and convert into cash. So it can accelerate the cash inflow. So these are the methods of accelerating cash inflows. We have seen the methods of accelerating cash inflow. So now we will see methods of slowing cash outflows. So the first one is paying on last date. Last date pay ചെയ്യുക. അപ്പോൾ 10 ഡേയ്സിൻ്റെ ക്രെഡിറ്റ് ആണെങ്കിൽ 10th ഡേ പേ ചെയ്യുക. അപ്പം കുറച്ചും കൂടെ ക്യാഷ് ഔട്ട്ഫ്ലോ ഡിലേ ചെയ്യാൻ പറ്റും. പിന്നെ അഡ്ജസ്റ്റിംഗ് പേറോൾ ഫണ്ട്സ്. ഇപ്പോൾ വീക്ക്ലി പേയ്മെൻറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മന്ത്ലി പേയ്മെൻറ്റ് ആക്കുക. അപ്പം പേറോൾസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് ഔട്ട്ഫ്ലോയിൽ ഡിലേ വരുത്താൻ പറ്റും. പിന്നെ സെൻട്രലൈസേഷൻ ഓഫ് പേയ്മെൻറ്റ്സ് സെൻട്രലൈസ് ചെയ്യുക. എല്ലാം ഒരു സെൻട്രൽ നിന്നാവും. അപ്പം ചെക്ക് വഴി കൊടുക്കുമ്പോൾ അത് ഡിസ്കൗണ്ട് ചെയ്ത് വരാനുള്ള സമയം എടുക്കും. സോ it can also delay cash outflows. And the interbank transfers. Interbank transfers ആകുമ്പോഴും it will take time. So that is also method of slowing cash outflow. The another method is making use of float. Float എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ബുക്കിലെ ബാലൻസും ബാങ്ക് ബുക്കിലെ ബാലൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ നമ്മളിപ്പം ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിലെ ക്യാഷ് ബുക്കിൽ നമ്മൾ ഓൾറെഡി എമൗണ്ട് റെഡ്യൂസ് ചെയ്യും. അപ്പം ക്യാഷ് ബുക്കിൽ ക്യാഷ് കുറഞ്ഞിരിക്കും, പക്ഷെ അപ്പോഴും പാസ്ബുക്കിൽ അത് എൻ്റർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഡിലേ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് സ്ലോയിങ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. So determining optimum cash balance. How we will determine optimum cash balance? A firm has to maintain minimum amount of cash for settling the dues in time. So the cash is needed to purchase raw materials, pay creditors and day-to-day expenses and dividend, etc. So thus a firm should maintain an optimum cash balance, neither a small nor a large cash balance. ഒരു firm എപ്പോഴും ഒരു മിനിമം ലെവൽ ഓഫ് ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ക്യാഷ് ബഡ്ജറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ ക്യാഷ് മാനേജ്മെൻറ്റ്. അപ്പം ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ, ഇതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ
most important tool എന്ന് പറയുന്നത് cash budget ആണ്. So what is cash budget? A cash budget is an estimate of cash receipts and disbursement of cash during a future period of time. Now we will work out a problem for cash budget. So from the following forecast of income and expenditure, prepare a cash budget for months January to April 2016. January to April 2016 ആണ് നമുക്ക് cash budget prepare ചെയ്യേണ്ടത്. നമുക്ക് particulars തന്നിട്ടുണ്ട്. 2015 നവംബർ തൊട്ടിട്ടുള്ള particulars തന്നിട്ടുണ്ട്. 2015 നവംബറിൽ സെയിൽസ് എത്രയാണ്? 30,000, പർച്ചേസസ് 15,000, വേജസ് 3,000 and manufacturing expenses 1,150, administrative expenses 1,060 and selling expenses 500. So നവംബർ മുതലുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് 2016 ഏപ്രിൽ വരെ. So we have to prepare cash budget for January to April 2016. എന്തൊക്കെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്? The customers are allowed a credit period of 2 months. Credit period 2 months അലോ ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്. അതായത് ഡെപ്റ്റേഴ്സിന് 2 months പീരീഡ് കൊടുത്തിട്ടുണ്ട്. A dividend of ₹10,000 is payable in April. 10,000 ഡിവിഡൻഡ് ഏപ്രിലിൽ കിട്ടാനുണ്ട്. A capital expenditure to be incurred, planned purchased on 15th January for ₹5,000. A building has been purchased on 1st March and the payment are to be made in monthly installment of ₹2,000. ₹2,000 in each ആണ്. അപ്പം ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. The creditors are allowing a credit for 2 months. ക്രെഡിറ്റേഴ്സ് 2 months ടൈം വന്നിട്ട് പേയ്മെന്റിന്. സോ വേജസ് ആർ പെയ്ഡ് ഓൺ ദ ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്ത്. വേജ് ഓരോ നെക്സ്റ്റ് മന്തിലെ ഫസ്റ്റ് ഡേയിലാണ് പേ ചെയ്യുന്നത്. ലാഗ് ഇൻ പേയ്മെന്റ് ഓഫ് അതർ എക്സ്പെൻസസ് ഈസ് 1 month. ലാഗ് ഇൻ പേയ്മെന്റ് ഓഫ് അതർ എക്സ്പെൻസസ് 1 month ആണ്. So balance of cash in and on 1st January 2016 is ₹15,000. 1st January 2015 നിലവിലുള്ള ബാലൻസ് 15,000 ആണ്. So these are the details given. So we have to prepare a cash budget. So first നമ്മൾ receipts ആണ് റെക്കോർഡ് ചെയ്യുക. Receipts റെക്കോർഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ജാനുവരി ടു ഏപ്രിൽ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ജാനുവരിയിൽ ബാലൻസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 15,000 ബാലൻസ് ഉണ്ട് എന്നുള്ളത് ഇതിൽ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സോ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഈസ് 15,000. സോ ദ നെക്സ്റ്റ് ഐറ്റം ഈസ് ക്യാഷ് റിയലൈസ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അഡീഷണൽ ഇൻഫർമേഷനിൽ നമുക്ക് എന്ത് പറഞ്ഞിട്ട്? കസ്റ്റമേഴ്സ് ആർ അലൗഡ് എ ക്രെഡിറ്റ് പീരീഡ് ഓഫ് 2 months. 2 months പീരീഡ് അലോ ചെയ്തിട്ടുണ്ട് ഡെപ്റ്റേഴ്സിന്. നമുക്ക് ജാനുവരിയിൽ കിട്ടുക ഏത് എമൗണ്ട് ആണ്? നവംബറിലെ ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് ആണ് നമുക്ക് ജാനുവരിയിൽ കിട്ടുക. നവംബറിൽ എത്രയാണ് ക്രെഡിറ്റ് സെയിൽ ഉള്ളത്? 30,000. ഈ 30,000 ആണ് നമുക്ക് ജാനുവരിയിൽ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക. സോ ക്യാഷ് റിയലൈസ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സിൽ ജാനുവരിയിൽ ഈ 30,000 ആണ് വരിക. ഫെബ്രുവരിയിലാണെങ്കിലോ ഡിസംബറിലെ ക്യാഷ് ആണ് ഫെബ്രുവരിയിൽ കിട്ടുക 35,000. So മാർച്ചിൽ 25,000 and ഏപ്രിൽ 30,000. So total cash available എത്രയാണ്? 45,000, 53,985, 53,795, 60,975. അപ്പം റെസീപ്റ്റ്സിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, ഡെപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ റെസീപ്റ്റ്സിന്റെ ടോട്ടൽ കണ്ടു. ഇനി നമുക്ക് പേയ്മെന്റ്സ് ആണ് അറിയേണ്ടത്. സോ പേയ്മെന്റ്സ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റേഴ്സ് 2 months പീരീഡ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ആർ അലവിങ് ക്രെഡിറ്റ് ഓഫ് 2 months. സോ നമുക്ക് ജാനുവരിയിൽ നമ്മൾ പേ ചെയ്യുക ഏത് ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് ആണ്? ജാനുവരിയിലെ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് ആണ്. ദാറ്റ് ഈസ് 15,000. അപ്പം ജാനുവരിയിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് ഇപ്പോൾ പർച്ചേസ് എത്രയാണ്? 15,000 ആണ്. സോ ഫെബ്രുവരിയിലാകുമ്പോൾ നമ്മൾ ഡിസംബറിലെ എമൗണ്ട് ആണ് ഫെബ്രുവരിയിൽ പേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 20,000. ആൻഡ് ഇൻ മാർച്ച് വി ആർ പേയിങ് ജാനുവരീസ് എമൗണ്ട്. That is also 15,000 and in April it is 20,000. So next is wages. So wages എന്താണ് പറഞ്ഞിട്ടുള്ളത്? Wages are paid on the first of the next month ആണ് പറഞ്ഞിട്ടുള്ളത്. First of the next monthലാണ് wages. of next month ആവുമ്പോൾ നമുക്ക് ജാനുവരിയിൽ അവൈലബിൾ ആവുക ഏത് മാസത്തെ സാലറിയാണ്? ഏത് മാസത്തെ വേജസ് ആണ്? ഡിസംബറിലെ വേജസ് ആണ്. ഡിസംബറിൽ എത്രയാണ് പറയുന്നത്? ഇവിടെ
വേജസ് 3,200 ആണ്. അതാണ് നമ്മൾ ജാനുവരിയിൽ പേ ചെയ്യുന്നത്. സോ ഇത് ഇങ്ങനെ ലൈക്ക് വൈസ് വി ഹാവ് ടു എൻ്റർ. സോ 3,200 ഡിസംബറിലെ എമൗണ്ട്, ജാനുവരിയിലെ എമൗണ്ട് 2,500 ആണ്, ഫെബ്രുവരിയിൽ റിസീവ് ചെയ്യുന്നത് പേ ചെയ്യുന്നത്. സോ 2,500. ഇനി മാനുഫാക്ചറിങ് എക്സ്പെൻസസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്പെൻസസിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് അതർ എക്സ്പെൻസസ് ഈസ് 1 month. 1 month ആണ് ലാഗ് ഇൻ പേയ്മെൻറ്റ് പറയുന്നത്. സോ നമ്മൾ ഡിസംബറിലെ പേയ്മെൻ്റ് ആണ് മാനുഫാക്ചറിങ് എക്സ്പെൻസസിൽ പേ ചെയ്യുന്നത്. ഡിസംബറിലെ എക്സ്പെൻസസ് ആണ് ജാനുവരിയിൽ പേ ചെയ്യുന്നത്. 1,225, പിന്നെ 990 ആൻഡ് 1,050, 1,100. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൻ്റെ കാര്യത്തിലും ഈ 1 month ലാഗ് ഉണ്ട്. ഈ അതർ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് പെടും. അപ്പം 1,040 ആണ് ഡിസംബറിലെ എമൗണ്ട് ആണ് നമ്മൾ ജാനുവരിയിൽ പേ ചെയ്യുന്നത്. ഇനി സെല്ലിംഗ് എക്സ്പെൻസസ് ആകുമ്പോഴും സെല്ലിംഗ് എക്സ്പെൻസസിൻ്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെയിം കാര്യം തന്നെയാണ്. അതർ എക്സ്പെൻസസിൽ സെല്ലിംഗ് എക്സ്പെൻസ് വരും. അപ്പോൾ 550 ഇതിൻ്റെ എമൗണ്ട്, ഡിസംബറിലെ എമൗണ്ട് ആണ് 550. ഈ 550 ആണ് നമ്മൾ ജാനുവരിയിൽ പേ ചെയ്യുന്നത്. ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിലിൽ ഒരു 10,000 ഡിവിഡൻഡ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 10,000 നമ്മൾ ഏപ്രിലിൽ പേയ്മെൻറ്റ് ചെയ്യും. ഏപ്രിലിൽ ഡിവിഡൻഡ് പേ ചെയ്യേണ്ടത് 10,000 ആണ്. അപ്പോൾ ഡിവിഡൻഡ് ഇവിടെ ഏപ്രിലിൽ എൻ്റർ ചെയ്യണം. സോ പർച്ചേസ് ഓഫ് പ്ലാന്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായിരുന്നു? Capital expenditure to be incurred, plant purchased on 15th January for rupees 5,000. Plant ജാനുവരിയിൽ പർച്ചേസ് ചെയ്തു 5,000. And a building has been purchased on 1st March and the payment are to be made in monthly installments. മാർച്ച് 1st ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യും, അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് മുതലുള്ള മന്ത്സിൽ ആ ഇൻസ്റ്റാൾമെൻറ്റും വരും 2,000-ഉം 2,000-ഉം. അപ്പം ഓരോ അഡീഷണൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓരോ അഡീഷണൽ പോയിന്റ്സ് നോക്കുക. അഡീഷണൽ പോയിന്റ്സ് എവിടെയാണ് എൻ്റർ ചെയ്ത് നോക്കുക. ഫസ്റ്റ് റെസീപ്റ്റ്സ് ആണ് എൻ്റർ ചെയ്യേണ്ടത്, അതിൻ്റെ ടോട്ടൽ കാണാം. പിന്നെ പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ്സിൽ ഈ മന്ത് എപ്പോഴും ശ്രദ്ധിക്കുക. എത്ര മന്താണ് ലാഗ് പറഞ്ഞിട്ടുള്ളത്, എത്ര മന്തിലാണ് ക്രെഡിറ്റ് അലോ ചെയ്തിട്ടുള്ളത് എല്ലാം നോക്കിയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. സോ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ബിൽഡിംഗ് ലോൺ 2,000 മാർച്ചിലും ഏപ്രിലും എൻ്റർ ചെയ്തു. ഇനി ടോട്ടൽ പേയ്മെൻറ്റ്സ് എത്രയാണ് വരുന്നത്? 26,015 and 25,190, 22,820, 37,290. സോ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? ക്ലോസിംഗ് ബാലൻസ് 18,985. ഇതെങ്ങനെയാണ് നമ്മൾ ഈ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിച്ചത്? ടോട്ടൽ റെസീപ്റ്റ്സ് മൈനസ് ടോട്ടൽ പേയ്മെൻറ്റ്സ്. അപ്പോൾ 45,000 26,015 മൈനസ് ചെയ്തപ്പം 18,985 ആണ് ആൻസർ കിട്ടിയത്. സോ ദാറ്റ് വിൽ ബി ദ ക്ലോസിംഗ് ബാലൻസ്. ആൻഡ് 53,985 minus 25,190. So the answer will be, the closing balance will be 28,795. So you have to calculate the closing balance of rest of the month likewise. So ഇങ്ങനെയാണ് ക്യാഷ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. Management of marketable securities. എന്താണ് marketable securities? It's a short term highly liquid investments in money market instruments. എന്തൊക്കെയാണ് money market instruments വരുന്നത്? ട്രഷറി ബിൽസ് ഉണ്ടാവും, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസ്, ഇങ്ങനെ കുറേ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇങ്ങനെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷിലോട്ട് ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ some of the important factors that should be considered while choosing among the marketable securities. Marketable securities സെലക്ട് ചെയ്യുമ്പോൾ, ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സേഫ്റ്റി, then maturity, liquidity, marketability and return on the investment. So these are the factors we should be careful when selecting the short-term marketable securities. Okay. Next we will discuss what is inventory management. The investment in inventories constitute most significant part of current assets. So it is very essential to have proper control
of management of inventories. എന്തിനാണ് നമ്മൾ inventories manage ചെയ്യുന്നത്? To ensure availability of materials in sufficient quantity as and when required, and also to minimize investment in inventories. Inventories വെറുതെ കെട്ടിക്കിടക്കുന്നത് ഐഡിയൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഇൻവെന്ററീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മിനിമൈസ് ചെയ്യും വേണം. മിനിമൈസ് ചെയ്യുന്നത് കൂടാണ്ട് എപ്പോഴൊക്കെ മെറ്റീരിയൽ ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ ഇൻവെന്ററീസ് അവൈലബിൾ ആക്കുക എന്നുള്ളത് കൂടിയാണ് ഇൻവെന്ററി മാനേജ്മെന്റ് പർപ്പസ്. സോ ഇൻവെന്ററീസ് എന്തൊക്കെ ഫോമിലുണ്ടാവും? റോ മെറ്റീരിയൽസ് ആയിട്ടുണ്ടാവും, വർക്ക് ഇൻ പ്രോഗ്രസ്, കൺസ്യൂമബിൾസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്പെയർസ്. സോ ദീസ് ആർ ദ ഫോംസ് ഓഫ് ഇൻവെന്ററീസ്: റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, കൺസ്യൂമബിൾസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സ്പെയർസ്. കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഇൻവെന്ററീസ്. എന്തൊക്കെ കോസ്റ്റ് ആണ് വരുന്നത്? ക്യാപിറ്റൽ കോസ്റ്റ് വരുന്നത്. നമ്മൾ ഇൻവെന്ററീസ് ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നാണ്. സോ ദ ഫേം ഹാസ് ടു അറേഞ്ച് അഡീഷണൽ ഫണ്ട്സ് ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ്. ആൻഡ് ദ സെക്കൻഡ് ഇസ് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്. നമ്മൾ ഇൻവെന്ററീസ് സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഗോഡൗണിൻ്റെ റെന്റ് ഉണ്ടാവും, ഇൻഷുറൻസ് ചാർജസ് ഉണ്ടാവും. Holding of inventory also involves cost on storage as well as handling of materials. ഈ ഇൻവെന്ററീസ് ഗോഡൗണിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റുകൾ ഉണ്ടാവും. സോ റിസ്ക് ഓഫ് പ്രൈസ് ഡിക്ലൈൻ. അപ്പോൾ നമ്മൾ ഇൻവെന്ററീസ് സ്റ്റോക്ക് ചെയ്യുമ്പം ആ ഇൻവെന്ററീസിൻ്റെ പ്രൈസ് ഡിക്ലൈൻ ചെയ്യാനുള്ള റിസ്ക് ഉണ്ട്. സോ ദിസ് മേ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് മാർക്കറ്റ് സപ്ലൈസ്, competition and or general depression in the market, and risk of obsolescence. ടെക്നോളജി ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ റിക്വയർമെൻറ്റ്സിൽ ചേഞ്ചസ് ഉണ്ടാവും, കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവും. സോ ദർ ഇസ് ആൾസോ റിസ്ക് ഓഫ് ഓബ്സലസൻസ് ആൻഡ് റിസ്ക് ഓഫ് ഡിറ്റീരിയറേഷൻ ഇൻ ക്വാളിറ്റി. ക്വാളിറ്റി ഡിറ്റീരിയറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് റിസ്ക് ഓഫ് ഡിറ്റീരിയറേഷൻ ഇൻ ക്വാളിറ്റി. So the next topic is tools and techniques of inventory management. First one, determination of stock level. എന്തിനാണ് stock level keep ചെയ്യുന്നത്? So firm may carry too much inventories or they can carry too little inventories. കൂടുതലായിട്ട് ഇൻവെന്ററി കീപ്പ് ചെയ്യുകയാണെങ്കിലും വളരെ കുറഞ്ഞ ഇൻവെന്ററി കീപ്പ് ചെയ്യുകയാണെങ്കിലും both are problematic for the. So if the firm carry too much inventories, it will lead to unnecessary tied up of capital. Or if the firm carry too little inventories, what are the issues they face? They may face shortage of material, or they may face difficulties in managing production process if any demand hike happens, or they have to purchase material at a high cost if any sudden demand hike happens. So these are the issues when a firm carries too little inventories. So the manager has to determine a proper level of inventories should be maintained in a firm. So how we will determine these minimum level, maximum stock level and reordering point in a firm? So the first one is minimum level. How we will calculate minimum level? Reorder level minus normal consumption into average reorder period, or normal consumption into normal reorder period. What is minimum level? What it means? Minimum level represents the quantity which must be maintained in hand at all times. ഒരു ഫേമിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട മിനിമം ക്വാണ്ടിറ്റിയാണ് നമ്മൾ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മാക്സിമം ലെവൽ ഓഫ് സ്റ്റോക്ക്? It is the quantity of material beyond which a firm should not exceed its stock. ഒരു ഫേം അതിലും ഒരു മാക്സിമം പോയിന്റ്, അതിലും കൂടുതൽ സ്റ്റോക്ക് ഫേമിൽ കീപ്പ് ചെയ്യാൻ പാടില്ല. അതിനെയാണ് നമ്മൾ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് റീഓർഡറിംഗ് ലെവൽ? It is the point at which fresh order is sent to get materials again. ഒരു ഫ്രഷ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ട പോയിന്റ് ആണ് റീഓർഡറിംഗ് ലെവൽ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മിനിമം സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. മാക്സിമം സ്റ്റോക്ക് ലെവൽ ആണെങ്കിൽ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംപ്ഷൻ ഇൻറ്റു minimum reorder period.
So maximum level determine factors and so the availability of the capital, maximum requirement of materials at any point of time, and the availability of space for storing the material. നമുക്ക് available ആയിട്ടുള്ള space അനുസരിച്ചിട്ടാണ് maximum level fix ചെയ്യാൻ പറ്റുള്ളൂ. So the rate of consumption of materials, cost of maintaining the stores, possibility of fluctuations in price, the nature of materials. പെട്ടെന്ന് നശിച്ചു പോകുന്ന മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ the manager should consider the nature of material while fixing the maximum level and availability of materials. So what is the danger level? It is the level beyond which material should not fall in any case. Danger level is determined with the formula, that is average consumption into maximum reorder period for emergency purchase. Danger level എന്ന് പറഞ്ഞാൽ ആ ലെവലിനേക്കാളും ഒരിക്കലും സ്റ്റോക്ക് താഴാൻ പാടില്ല. അതായത് ഇൻവെന്ററിയുടെ സ്റ്റോറേജ് ഡേഞ്ചർ ലെവലിനേക്കാളും ഒരിക്കലും താഴാൻ പാടില്ല. So how we will determine average consumption into maximum reorder period for emergency purpose. Okay. An average stock level. What is average stock level? It is calculated as minimum stock level plus 1/2 of reorder quantity. Okay. So these are the stock levels we have to estimate for determining the stock levels. Okay. We will work out a problem. In the example, you have given the particulars: maximum consumption, minimum consumption, normal consumption, reorder period, and reorder quantity, normal reorder period. So here reorder period is given 10 to 15 days. So maximum reorder period will be 15 days and minimum reorder period will be 10 days. Okay. So what we have to calculate here: minimum stock level, maximum stock level, and reordering level. So first we will calculate reordering level so that we can calculate minimum level and the maximum level. So in reordering level, what is the equation? Maximum consumption into maximum reorder period. What is the maximum consumption given here? 200 units. Maximum consumption നമുക്ക് 200 units എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. So what is the maximum reorder period? It is 15 days. So 200 units into 15, 3000 units will be reordering level. Okay. And minimum stock level, what is the equation? Reordering level minus normal consumption into normal reordering period. So നമ്മൾ reordering level നമ്മൾ already calculate ചെയ്തിട്ടുണ്ട് 3000, and normal consumption നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 160 units. Normal reorder period തന്നിട്ടുണ്ട് 12 days. So we can calculate 3000 minus 160 into 12. So the units minimum stock level will be 1080 units. And in case of maximum stock level, reordering level plus reorder quantity minus this is typing error, it's minimum only. Okay, minimum consumption into minimum reorder period. So reordering level നമ്മൾ calculate ചെയ്തിട്ടുണ്ട് 3000 units. Reorder quantity നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിട്ടുള്ളത്? 1600 units. Minimum consumption നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 150 per day. അല്ലേ? മിനിമം കൺസംഷൻ ആണ്. മാക്സിമം എന്നുള്ളത് ടൈപ്പിംഗ് എറർ ആണ്. ഓക്കെ. സോ മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റിയോർഡർ പീരീഡ് ആണ്. മിനിമം റിയോർഡർ പീരീഡ് എത്രയാണ്? 10. So 3000 plus 1600 minus 150 into 10. So the answer will be 3100 units. Okay. So ഇങ്ങനെയാണ് നിങ്ങൾ ഈ മിനിമം ലെവലും മാക്സിമം ലെവലും ഇതും reordering level calculate ചെയ്യേണ്ടത്. So a manager can determine a proper level of inventory should be maintained based on these minimum level, maximum level and reordering level. Okay. Next technique is determination of safety stocks. എന്താണ് safety stocks എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടിൻജൻസീസ് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു എക്സസ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ എമൗണ്ട് ഓഫ് ഇൻവെന്ററീസിനെയാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. So safety stock act as a buffer amount
that accounts for uncertainties such as excess demand, supplier delays, inaccurate demand or inventory forecast, failure to place timely reorders, and financial constraints. And safety stock reduces the risk and consequences of stock outs. സ്റ്റോക്ക് ഷോർട്ടേജ് എന്നുള്ള റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ സേഫ്റ്റി സ്റ്റോക്ക് വഴി നമുക്ക് ഒരു മാനേജർക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റും. ഷോർട്ടേജ് ഉണ്ടാവുകയാണെങ്കിൽ മീറ്റ് ചെയ്യാൻ എന്ത് ഉപകാരപ്പെടും? സേഫ്റ്റി സ്റ്റോക്ക്. So this is regarding determination of safety stock. So the next method is selecting a proper system of ordering for an inventory. So the basic problem of inventory management is to decide reorder point. Reorder point decide ചെയ്യാന്നുള്ളതാണ് inventory management ഒരു important ആയിട്ടുള്ള കാര്യം. So the reorder point can be determined with the help of average consumption rate, duration of lead time, economic ordering quantity. Lead time എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ lead time എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്യാനുള്ള ടൈമിനെയാണ് lead time എന്ന് പറയുന്നത്. So the time taken in processing the order and then executing it is known as lead time. Lead time എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഈ ലീഡ് ടൈമിൽ നമുക്ക് വേറെ മെറ്റീരിയൽസ് ഒന്നും ഇൻഫ്ലോ വരുന്നില്ല. സോ ദിസ് ഇസ് ലീഡ് ടൈം. ഓക്കെ, സോ ഈ ലീഡ് ടൈമിനെയും ബേസ് ചെയ്തായിരിക്കണം റീഓർഡർ പോയിന്റ് ഫിക്സ് ചെയ്യേണ്ടത്. കാരണം ലീഡ് ടൈം ഇപ്പോൾ ഒരു മാസം എടുക്കുമെങ്കിൽ ആ ഒരു മാസം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം റീഓർഡറിങ് പോയിന്റ് ഫിക്സ് ചെയ്യാൻ. സോ എന്തൊക്കെയാണ് റീഓർഡറിങ് പോയിന്റ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ആവറേജ് കൺസംഷൻ റേറ്റ്, ഡ്യൂറേഷൻ ഓഫ് ലീഡ് ടൈം ആൻഡ് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി. എന്താണ് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സൈസ് ഓഫ് ലോട്ട് ടു ബി പർച്ചേസ്ഡ് വിച്ച് ഈസ് എക്കണോമിക്കലി വയബിൾ. എക്കണോമിക്കലി വയബിൾ ആയിട്ട് ഒരു പോയിന്റിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിനെയാണ് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. So this is the quantity of materials which can be purchased at a minimum cost. Minimum cost at a time നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിനെയാണ് മിനിമം ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. So how we can decide a proper system of ordering for inventory? There are three proper systems. First one is fixed order quantity system, generally known as economic order quantity. And the second one is fixed period order system, and the third one is single order or scheduled part delivery system. So these are the three proper system of ordering for inventory. അപ്പം ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ആവറേജ് കൺസംഷൻ റേറ്റും ഡ്യൂറേഷൻ ഓഫ് ലീഡ് ടൈമും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് റീഓർഡറിങ് പോയിന്റ് ഫിക്സ് ചെയ്യണം. റീഓർഡറിങ് പോയിന്റിൽ റീഓർഡർ ചെയ്യാനുള്ള മെത്തേഡും പ്രോപ്പർ സിസ്റ്റം ഓഫ് ഓർഡറിങ് ഫോർ ഇൻവെന്ററി ഷുഡ് ബി ഡിസൈഡഡ്. ഓക്കെ, technique is economic ordering quantity. What is economic ordering quantity? This is the quantity of material which can be purchased at a minimum cost. Minimum cost നമ്മൾ at a time പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റിനെയാണ് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇസ് ദ സൈസ് ഓഫ് ദ ലോട്ട് to be purchased which is economically viable. Economically viable ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ലോട്ട് സൈസിനെയാണ് എന്ന് പറയുന്നത് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ while calculating economic ordering quantity, it is assumed that cost of managing inventory is made up solely by two parts. നമ്മൾ എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ മൊത്തത്തിൽ ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പർച്ചേസിങ് ഓഫ് ഓർ ഓർഡറിങ് ഓഫ് മെറ്റീരിയൽസ്. ഒരു മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കോസ്റ്റും നമ്മൾ ഓർഡറിങ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഏതൊക്കെ കോസ്റ്റ് വരിക? ഈ ഓർഡർ പ്ലേസ് ചെയ്യാൻ അസൈൻ ചെയ്ത ലേബർ ചാർജസ്, ഈ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ലേബർ ചാർജസ്, എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ, ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, അതിൻ്റെ ഇൻസ്പെക്ഷൻ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി, ടൈപ്പിംഗ്, പോസ്റ്റേജ്, ടെലിഫോൺ ചാർജസ്. അപ്പം ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്ത്
അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോസ്റ്റും ഓർഡറിങ് കോസ്റ്റിൽ വരും. ഇനി ക്യാരിങ് കോസ്റ്റിൽ എന്താണ് വരുന്നത്? ദീസ് ആർ ദ കോസ്റ്റ് ഫോർ ഹോൾഡിംഗ് ദ ഇൻവെന്ററീസ്. നമ്മൾ ആ ഇൻവെന്ററീസ് ഹോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ കോസ്റ്റും ക്യാരിങ് കോസ്റ്റിൽ വരും. ക്യാരിങ് കോസ്റ്റിൽ അപ്പോൾ എന്തൊക്കെയാണ് വരിക? ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദ ഇൻവെന്ററീസ്. ഇൻവെന്ററീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ, അതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആൻഡ് ഒബ്സലസൻസ് വഴി ഉണ്ടാകുന്ന കോസ്റ്റ്, ആ മെറ്റീരിയലിൻ്റെ ഒബ്സലസൻസ് അല്ലെങ്കിൽ ഡിറ്റീരിയോറേഷൻ കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് സ്പോയിലേജ് ഇൻ ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പോയിലേജ് കോസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളും ക്യാരിയിങ് കോസ്റ്റിൽ വരും. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മൾ ആ മെറ്റീരിയൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നിടത്ത കാലത്ത് അത് ഹോൾഡ് ചെയ്യുന്നതോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റിൽ വരും. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നത് സംബന്ധിച്ചുള്ള എല്ലാ കോസ്റ്റും ഓർഡറിങ് കോസ്റ്റിൽ വരും. So there are three assumptions based on which we are calculating economic ordering quantity. The first one is the supply of goods is satisfactory, and the second one is the quantities to be purchased by the concern is certain, and the third assumption is the prices of goods are stable. ഈ മൂന്ന് assumption ബേസ് ചെയ്തിട്ടാണ് നമ്മൾ economic ordering quantity calculate ചെയ്യുന്നത്. So how we will calculate economic ordering quantity equal to 2 the root of 2 into annual consumption in rupees into cost of placing an order divided by inventory carrying cost of 1 unit. So 2as divided by I is the inventory carrying cost. Okay, so we will work out some problems. We'll see how we will calculate economic ordering quantity. So what are the particulars given here? Annual usage is 10,000 units. Cost of placing and receiving one order is rupees 50. Cost of material per unit is 25. Annual carrying cost of one unit is 10% of inventory value. Annual usage, അതായത് A നമുക്ക് തന്നിട്ടുണ്ട്. Annual usage 10,000 units ആണ്. Cost of placing and receiving one order is 50. That is ordering cost എത്രയാണ്? 50 ആണ്. And cost of material per unit is 25. So annual carrying cost of one unit is 10% of inventory value. 10% of inventory values എന്ന് പറഞ്ഞാൽ 25 ആണ് cost of material പറഞ്ഞിട്ടുള്ളത്. 25 into 10%, that is 2.5 will be the carrying cost. So we will substitute the values in equation. So annual consumption in units, that is 10,000 units, and S is ordering cost, that is rupees 50. So we will substitute these values in equation. So economic ordering quantity is the root of 2 into 10,000 into 50 divided by 2.5. So the answer will be 632 units. Okay. So the next problem is annual usage is 2 lakh and ordering cost is 80. Annual carrying cost is 10% of inventory value. So find out the economic ordering quantity. So here the annual usage is 2 lakh rupees and cost of placing order 80, and the annual carrying cost is 10% of material value. So here 2 into 20,000. Next technique is ABC analysis. So under this method, the inventories are categorized into 3 categories, that is A, B, C. So according to value of the inventory, the inventories are categorized into 3 categories. In A category, it will come expensive inventories, and it requires accurate control, and top level managers directly control these type of inventories. And in B category, moderate value inventories will come, and it requires moderate control. And in C level category, it is low cost inventory, that is minimum control is required. From A category,
നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് കൺസംഷൻ്റെ 70% കവർ ചെയ്യുന്ന, അതായത് ക്വാണ്ടിറ്റിയിൽ 10% ഉണ്ടാവുള്ളൂ, പക്ഷെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ മെറ്റീരിയൽ കൺസംഷൻ്റെ 70% കവർ ചെയ്യും. അങ്ങനെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻവെൻറ്ററീസ് ആണ് നമ്മൾ എ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെൻറ്ററീസിന് അക്യുറേറ്റ് ആയിട്ടുള്ള കൺട്രോൾ വേണം. സോ ദിസ് ഈസ് യൂഷ്വലി ഡയറക്ട്ലി കൺട്രോൾഡ് ബൈ ടോപ്പ് ലെവൽ മാനേജേഴ്സ്. ആൻഡ് ബി കാറ്റഗറിയിൽ വരുന്നത് മോഡറേറ്റ് വാല്യൂ ഇൻവെൻറ്ററി, അതായത് ഒരു വാല്യൂ ഓഫ് കൺസംഷനിൽ മോഡറേറ്റ് ഒരു 30%, 40% ഒക്കെ വരുന്ന വാല്യൂ വരുന്ന ഇൻവെൻറ്ററീസ് ആണ് നമ്മൾ ബി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇറ്റ് റിക്വയർസ് മോഡറേറ്റ് കൺട്രോൾ. മീഡിയം ലെവൽ മാനേജേഴ്സ് ആയിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്. ഇനി വരുന്നത് ലോ കോസ്റ്റ് ഇൻവെൻറ്ററി ആണ്. സി കാറ്റഗറിയിൽ എന്താണ് വരുന്നത്? സി കാറ്റഗറിയിൽ വരുന്നതായിരിക്കും ഐറ്റംസിൽ കൂടുതൽ ഉണ്ടാവുക. ക്വാണ്ടിറ്റി ബേസ് ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും ചിലപ്പം ഈ ഇൻവെൻറ്ററീസ്. പക്ഷെ വാല്യൂ ഓഫ് കൺസംഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് ലോ കോസ്റ്റ് ആയിരിക്കും, വാല്യൂ കുറവായിരിക്കും. അങ്ങനെയുള്ള ഇൻവെൻറ്ററീസ് ആണ് നമ്മൾ സി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇറ്റ് റിക്വയർസ് മിനിമം കൺട്രോൾ. സോ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഇൻവെൻറ്ററീസ് മാനേജ് ചെയ്യുന്നതിനാണ് നമ്മൾ APC അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Next technique is VED analysis. It is mainly used for spare parts. Spare parts manage ചെയ്യാനാണ് മെയിനായിട്ട് VED analysis യൂസ് ചെയ്യുന്നത്. So under VED analysis, the spare parts are categorized into 3 categories: vital, essential and desirable. Vital category അങ്ങനത്തെ spare parts include ചെയ്യാം. That is, vital spares are must for running the concern smoothly and these must be stored adequately. നിർബന്ധമായിട്ടും സ്റ്റോർ ചെയ്യേണ്ട സ്പെയർ പാർട്സിനെയാണ് നമ്മൾ വൈറ്റൽ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ കാറ്റഗറിയിലുള്ള സ്പെയർ പാർട്സ് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായാൽ അത് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യും. So these are vital categories. And the second category is essential category. So these type of spares are also necessary, but their stocks may be kept at low figures. ഇത് എസെൻഷ്യൽ ആണ്, ഇതും പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. പക്ഷെ ഇത് വലിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റോർ ചെയ്യണമെന്നില്ല, ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റോർ ചെയ്താൽ മതി. അങ്ങനെയുള്ള കാറ്റഗറിയാണ് എസെൻഷ്യൽ കാറ്റഗറി. And the third category is desirable. So the stocking of D type of spares may be avoided at times. If the lead time of these spares is less, then stocking of these spares can be avoided. ഇങ്ങനെയുള്ള ഡിസൈറബിൾ കാറ്റഗറിയിൽ വരുന്ന സ്പെയർസിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ. ഇതിൻ്റെ ലീഡ് ടൈം കുറവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോർ ചെയ്യുന്ന അവോയ്ഡ് ചെയ്തിട്ട് ഇത് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓർഡർ ചെയ്ത് വരുത്താം. ഇനി സ്റ്റോർ ചെയ്തില്ലെങ്കിലും വലിയൊരു എഫക്റ്റ്, പ്രൊഡക്ഷൻ പ്രോസസ്സിന് വലിയൊരു എഫക്റ്റ് വരുത്താത്ത സ്പെയർസിനെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിസൈറബിൾ. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ സ്പെയർസിൻ്റെ ഇൻവെൻറ്ററി മാനേജ് ചെയ്യുന്നതിനാണ് VED അനാലിസിസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? Next technique is inventory turnover ratio. Inventory turnover ratios indicate whether the inventories have been used efficiently or not. ഇൻവെൻറ്ററീസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാനാണ് നമ്മൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോസ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോസ് ഉള്ളത്? ഫസ്റ്റ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി അറ്റ് കോസ്റ്റ്, ഓർ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഇൻവെൻറ്ററി. So inventory conversion period also we can use. How we will calculate inventory conversion period? Days in a year divided by inventory turnover ratio. So these are the ratios used for inventory management. And the next method is aging schedule of inventories. So ഓരോ ഇൻവെൻറ്ററീസിൻ്റെ ഏജ് അല്ലെങ്കിൽ ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ട് ഇൻവെൻറ്ററീസിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇൻവെൻറ്ററി മാനേജ് ചെയ്യുന്നതിനാണ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. So classification of inventories according to the period of their holding also helps in identifying slow moving inventories. അപ്പം ഇങ്ങനെ പീരീഡ് അല്ലെങ്കിൽ ഇൻവെൻറ്ററീസിൻ്റെ ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ട് ഇൻവെൻറ്ററീസിനെ കാറ്റഗറൈസ് ചെയ്യുമ്പം ഏതൊക്കെയാണ് സ്ലോ മൂവിങ് ഇൻവെൻറ്ററീസ് എന്നുള്ളതും ഏതൊക്കെയാണ് ഫാസ്റ്റ് മൂവിങ് ഇൻവെൻറ്ററീസ് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഇൻവെൻറ്ററീസ് മാനേജ് ചെയ്യുന്നതിനാണ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. And the next one is classification and codification of inventories.
So classification and coding of inventories enables the introduction of mechanized accounting. So it also helps in maintaining secrecy of description, and it also helps the prompt issue of stocks. നമ്മൾ ഒരു വെയർഹൗസിലോട്ട് ഇൻവെന്ററി എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഇൻവെന്ററിനെ കോഡ് ചെയ്തിട്ട് അത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത് അതിൽ എൻ്റർ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ഇൻവെന്ററീസിൻ്റെ ഒരു മെക്കനൈസ്ഡ് അക്കൗണ്ടിങ് പോസിബിൾ ആയിരിക്കും ക്ലാസിഫിക്കേഷനും കോഡിഫിക്കേഷനും ചെയ്യുകയാണെങ്കിൽ. കോഡിഫിക്കേഷൻ എന്തായിരിക്കും, അതിൻ്റെ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനും കോഡിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് codification of inventories. And the next one is preparation of inventory reports. So for effective inventory control, the management should be kept informed with the latest stock position of different items. ഇപ്പോൾ ഇൻവെന്ററി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഓരോ ഫേമിലും കറണ്ട് ഇൻവെന്ററി പൊസിഷൻ എന്താണെന്നുള്ളത് എപ്പോഴും അറിയാൻ പറ്റും. So inventory report should be prepared by the managers. So these reports should contain all information necessary for managerial action. Managerial action ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻവെന്ററി റിലേറ്റഡ് ഇൻഫർമേഷനും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതായിരിക്കണം ഇൻവെന്ററി റിപ്പോർട്ട്സ്. സോ ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ലീഡ് ടൈം. ലീഡ് ടൈം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ആ ഓർഡർ റിസീവ് ചെയ്യാൻ എടുക്കുന്ന, എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് റിസീവ് ചെയ്യാൻ എടുക്കാനുള്ള ടൈം, ഈ പീരീഡിനാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ഈ ലീഡ് ടൈം വെച്ചിട്ട് നമുക്ക് ഇൻവെന്ററി മാനേജ് ചെയ്യാം. So lead time has two components: lead time for company from the initiation of procurement action until the placing of an order, and the lead time for the producer, that is known as delivery lead time from the placing of an order until the delivery of the ordered material. അപ്പോൾ ലീഡ് ടൈമിന് രണ്ട് കോമ്പണൻ്റ് ഉണ്ട്. ഒന്ന് ലീഡ് ടൈം ഫോർ കമ്പനി, അതായത് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യാൻ എടുക്കുന്ന ഡിസിഷൻ എടുക്കുന്ന ആ ഒരു ടൈം, അതാണ് ലീഡ് ടൈം ഫോർ കമ്പനി. ഇനി ലീഡ് ടൈം ഫോർ പ്രൊഡ്യൂസർ ഉണ്ട്. സോ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് സപ്ലയറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് അത് പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് lead time for producer. So the function of inspection, the material handling and transportation in the factory also takes some time. So administrative lead time is in the hands of those who are dealing with the material procurement, and delivery lead time has to be negotiated at the time of preparing purchase contract. അപ്പോൾ നമുക്ക് ഈ ലീഡ് ടൈമിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം, അതായത് നമ്മളിപ്പോൾ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സിന് ഈ ലീഡ് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ഡെലിവറി ലീഡ് ടൈം എങ്ങനെയാണ്? നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഇന്ന ടൈമിൽ നമുക്ക് ഈ ഫിക്സഡ് പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർഡർ റിസീവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പർച്ചേസ് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡെലിവറി ലീഡ് ടൈം നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. സോ ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഓർഡർ റിസീവ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ഈ ലീഡ് ടൈമിനെ മാനേജ് ചെയ്യാൻ ഈ ലീഡ് ടൈമിൻ്റെ രണ്ട് കോമ്പണൻ്റ് ആക്കി എടുക്കുക. അതിലൊരു കോമ്പണൻ്റ് ആണ് ലീഡ് ടൈം ഫോർ കമ്പനി, ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം. മറ്റേത് ലീഡ് ടൈം ഫോർ പ്രൊഡ്യൂസർ, ദാറ്റ് ഈസ് ഡെലിവറി ലീഡ് ടൈം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം നമുക്ക് മാനേജേഴ്സിന് പ്രൊക്യൂർ ചെയ്യാൻ എടുക്കുന്ന ഡിസിഷൻ്റെ ടൈമൊക്കെ അവരുടെ പ്രോപ്പർ മാനേജിങ്ങിലൂടെ കൺട്രോൾ ചെയ്യാം. ഡെലിവറി ലീഡ് ടൈം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? പർച്ചേസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇതിൽ മെൻഷൻ ചെയ്യാം, ഇന്ന ടൈമിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഇത് റിസീവ് ചെയ്യണം എന്നുള്ളത് മെൻഷൻ ചെയ്യാം. അങ്ങനെ ഡെലിവറി ലീഡ് ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് ദ ലീഡ് ടൈം ടെക്നിക്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം. പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റത്തിന് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എ സിസ്റ്റം ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് which reflects physical movement of stocks and their current balance. എല്ലാ സ്റ്റോക്കിൻ്റെയും എല്ലാ ഫിസിക്കൽ മൂവ്മെൻറ്റും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് എടുക്കുന്ന ഒരു ഇൻവെൻ്ററി വാല്യൂഷൻ വേണമെങ്കിൽ ഇയർലി നടത്താം. ഇപ്പം മാർച്ചൊക്കെ ആകുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പല എൻ്റർപ്രൈസിലും പറയുന്നത് മാർച്ച് ആകുമ്പോൾ സ്റ്റോക്ക് എടുപ്പാണ്.
സോ അങ്ങനെ ആനുവലി ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമുക്ക് സ്റ്റോക്ക് മെഷർ ചെയ്യാം. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് മെഷറിംഗ് സിസ്റ്റമാണ് ഈ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് സ്റ്റോഴ്സ് ലെഡ്ജർ ആൻഡ് ബിൻ കാർഡ്സ് ഫോർ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റോഴ്സ് ലെഡ്ജർ അല്ലെങ്കിൽ ബിൻ കാർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻവെന്ററീസിനെ മെഷർ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. So, a system of records maintained by the controlling department. Controlling department maintain ചെയ്യുന്ന ഒരു system of records ആണ് which reflects all the physical movements of stocks and their current balance. എല്ലാ സ്റ്റോക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫിസിക്കൽ മൂവ്മെന്റ്സും അതിൻ്റെ കറണ്ട് ബാലൻസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. എന്തിനാണ്? കണ്ടിന്യൂസ് വാല്യൂഷൻ ഓഫ് ഇൻവെന്ററീസ്. കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെന്ററീസിനെ വാല്യൂറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദിസ് ഫെസിലിറ്റേറ്റ് റെഗുലർ ചെക്കിംഗ് ഓഫ് സ്റ്റോർസ് വിത്തൗട്ട് ക്ലോസിംഗ് ഡൗൺ ദ പ്ലാൻ. അപ്പം ഇയർലി ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് എടുപ്പിന് വേണ്ടിയിട്ട് ഒരു വെയർ ഹൗസ് ഒക്കെ ക്ലോസ് ചെയ്ത് സ്റ്റോക്ക് എടുക്കുന്നതിന് പകരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു റെക്കോർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് എൻഷുവേഴ്സ് റെഗുലർ ചെക്കിംഗ് ഓഫ് സ്റ്റോർസ്. റെഗുലർ ചെക്കിംഗ് ഓഫ് സ്റ്റോർസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. നെക്സ്റ്റ് JIT, that is just in time control system. So what is just in time control system? സോ ഇത് JIT സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതിന് പകരം, ഇൻവെന്ററീസ് സ്റ്റോർ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഇൻ ടൈം നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവൈലബിൾ ആണെങ്കിൽ ഇൻവെന്ററീസ്, അതായത് മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമുള്ള സമയത്ത് മാത്രം അവൈലബിൾ ആക്കുക. അതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി എന്ന് പറയുന്നത്. സോ the term JIT refers to a management tool that helps to produce only the needed quantities at the needed time. കാർ മാനുഫാക്ചറിങ് കമ്പനീസ് അല്ലെങ്കിൽ വലിയ വലിയ മാനുഫാക്ചറിങ് കമ്പനീസിനൊക്കെ ഈ സ്റ്റോക്സ് സ്റ്റോർ ചെയ്യുന്നതിന് പകരം അവർ എത്ര ക്വാണ്ടിറ്റി ആണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്ര ക്വാണ്ടിറ്റി ആ ജസ്റ്റ് ഇൻ ടൈമിൽ മാത്രം പർച്ചേസ് ചെയ്യുക. അതാണ് ജസ്റ്റ് ഇൻ ടൈം കൺട്രോൾ സിസ്റ്റം. സോ അപ്പോൾ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ആ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വലിയ വലിയ മാനുഫാക്ചറിങ് കമ്പനീസ്, കാർ മാനുഫാക്ചറിങ് കമ്പനി, വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ ആകുമ്പോൾ just in time control system can be used for inventory management. Okay. Next part of working capital management is receivables management. So what is receivables? Receivables represent amount owed to the firm as a result of sale of goods or services in the ordinary course of business. നമ്മൾ ഒരു ഗുഡ്സോ സർവീസസോ ക്രെഡിറ്റ് ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ, അതായത് ക്രെഡിറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കസ്റ്റമേഴ്സ് ഫേമിന് പേ ചെയ്യാനുള്ള എമൗണ്ട്സിനെയാണ് നമ്മൾ റിസീവബിൾസ് എന്ന് പറയുന്നത്. റിസീവബിൾസിന് എന്തൊക്കെ പറയും? അക്കൗണ്ട്സ് റിസീവബിൾസ്, ട്രേഡ് റിസീവബിൾസ്, കസ്റ്റമർ റിസീവബിൾസ് അല്ലെങ്കിൽ ബുക്ക് ഡെപ്റ്റ്സ്. ഈ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് റിസീവബിൾസിൽ എന്തൊക്കെയാണ് വരുന്നത്? കോസ്റ്റ് ഓഫ് ഫൈനാൻസിങ് റിസീവബിൾസ്. നമ്മൾ ഒരു ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ, ഇപ്പം ഒരു ക്രെഡിറ്റ് സെയിൽ നടന്നു, ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്തു ഓൺ ക്രെഡിറ്റ് ബേസിസ്. അപ്പം ഒരു 2 months കഴിഞ്ഞിട്ടാണ് അവർ പേ ചെയ്യുന്നതെങ്കിൽ ഈ 2 months അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. സോ ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഫൈനാൻസിങ് റിസീവബിൾസ്. അപ്പം റിസീവബിൾസിനെ ഫൈനാൻസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും. ഇന്റേണൽ ഫണ്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫൈനാൻസ് ചെയ്യുക. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഫൈനാൻസിങ് റിസീവബിൾസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് ഓഫ് കളക്ഷൻ. നമ്മൾ ഈ റിസീവബിൾസ് കളക്ട് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റുകൾ, ചിലപ്പം ഈ റിസീവബിൾസ് കളക്ട് ചെയ്യാൻ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഫാക്ടറിങ് പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷന് അസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പേഴ്സണെ നമ്മൾ അസൈൻ ചെയ്യണം, ഒരു ലേബർ അസൈൻ ചെയ്യുകയാണ് ഇത് കളക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ദീസ് ആർ ദ കോസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് റിസീവബിൾസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ബാഡ് ഡെബ്റ്റ്സ്. Some customers may fail to pay the amounts due towards them. So that amounts which the customers fail to pay are known as bad debt. Bad debt എന്താണെന്ന് അറിയാലോ നമുക്ക്? ചില ആളുകളുടെ എമൗണ്ട് കിട്ടാണ്ട് വരും, കിട്ടാക്കടമായിട്ട് എഴുതി തള്ളേണ്ടി വരും. That is bad debt. Okay. And what are the factors influencing the size of receivables, size of credit sales, credit policies, terms of trade, expansion plans,
relation with the profits and credit collection efforts and habits of customers. So these are the factors influencing the size of receivables. Is dimensions of receivables management. So the first one is forming credit policy. What is credit policy? So a credit policy is related to decisions such as credit standards, credit period, that is length of credit period, cash discount, discount period. ഇത് ഇങ്ങനെയുള്ള ക്രെഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ക്രെഡിറ്റ് പോളിസി ഫസ്റ്റ് ഫോം ചെയ്യണം. And the second one is executing that credit policy. And the third dimension is formulating and executing collection policy. Credit policy form ചെയ്ത് credit policy execute ചെയ്തതിൻ്റെ third dimension is formulating executing the collection policy. നമ്മുടെ കിട്ടാനുള്ള എമൗണ്ട് കളക്ട് ചെയ്യാനുള്ളത് അക്കൗണ്ട്സ് റെസീവബിൾ കളക്ട് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടുള്ള പോളിസി ഫോം ചെയ്യണം. These are the dimensions of receivables management. So next is factoring and receivables management. A firm may avail the service of specialized institution engaged in receivables management. It is called factoring firms. Receivables manage ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. മേ ബി ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്, ചിലപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവരുടെ റെസീവബിൾസ് മാനേജ് ചെയ്യാൻ അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. So a factor is a financial institution which offers receive services relating to management and financing of debts arising out of credit sales. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എന്ന് വരുന്ന ഇങ്ങനെയുള്ള റെസീവബിൾസ് മാനേജ് ചെയ്യാൻ നമ്മൾ അസൈൻ ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് എന്ത് പറയുന്നത്, ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, so factoring may broadly be defined as the relationship created by an agreement between the seller of goods and services and a financial institution called factor, whereby the latter purchases the receivables of the former and also controls and administers the receivables of the former. അപ്പം ഫാക്ടറിങ്ങിനെ ഡിഫൈൻ ചെയ്തതാണ് അത്. ഫാക്ടറിങ് മേ ബി ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് ദ റിലേഷൻഷിപ്പ് ക്രിയേറ്റഡ് ബൈ എഗ്രിമെൻറ്റ്. ഒരു ലീഗൽ എഗ്രിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു റിലേഷൻഷിപ്പാണ് ഫാക്ടറിങ്. ബിറ്റ്വീൻ ആര് തമ്മിലാണ്? സെല്ലർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സെല്ലർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ നടത്തുന്ന ഫേം. സോ ഈ ഫേമും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുക, ഫാക്ടർ. ഈ ഫാക്ടറും തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെൻ്റ് ആണ്. എന്തിന്? വേർബൈ ദ ലേറ്റർ പർച്ചേസസ് ദ റെസീവബിൾസ്. അതായത് ഫാക്ടർ ഈ ഫേമിൻ്റെ കയ്യിൽ നിന്ന് റെസീവബിൾസ് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്തതിന് ശേഷം ആ റെസീവബിൾസിനെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത് ആ ഫാക്ടറാണ്, ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ സർവീസിനെയാണ് നമ്മൾ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. അപ്പം ഒരു എക്സ് ലിമിറ്റഡ് അവരുടെ റെസീവബിൾസ് ഉണ്ട്. എക്സ് ലിമിറ്റഡ് അവർക്കൊരു 1 lakh റെസീവബിൾസ് ഉണ്ട്, അക്കൗണ്ട്സ് റെസീവബിൾസ് ഉണ്ട്. ക്രെഡിറ്റ് സെയിൽസ് നിന്ന് വന്ന റെസീവബിൾസ് 1 lakh. ഈ 1 lakh ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പർച്ചേസ് ചെയ്യാണ് ഇവരുടെ കയ്യിൽ നിന്ന്. എക്സ് ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് ഈ 1 lakh ആര് പർച്ചേസ് ചെയ്യും? ഈ ഫാക്ടർ, അതായത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് മേ ബി എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓർ മേ ബി എ സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഫാക്ടർ ഈ അക്കൗണ്ട് റെസീവബിൾസ് എക്സ് ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ എമൗണ്ട് ഫാക്ടർ എക്സ് ലിമിറ്റഡിന് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഈ എമൗണ്ട് കസ്റ്റമേഴ്സിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നതും റിക്കവർ ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ ദിസ് സർവീസ് ഈസ് കോൾഡ് ഫാക്ടറിംഗ്. So what are the functions of a factor? Bill discounting facilities, administration of credit sales, maintenance of sales ledger, collection of accounts receivables, credit control, protection from bad debts, provision of finance, and rendering advisory services. So these are the functions of a factor. A factor എന്താണ്? Factoring services എന്താണെന്ന് മനസ്സിലായല്ലോ. So this is regarding receivables management. Okay. So we will move on to the next module, that is financial leverage and capital structure.
So first we will see what is capitalization, what is capital structure, and what is financial structure. So capitalization refers to the total amount of securities issued by a company, while capital structure refers to the kinds of securities or the proportionate amount that make up the capitalization. Capitalization എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റീസ് ഒരു കമ്പനി സെക്യൂരിറ്റീസ് ഉപയോഗിച്ച് റേസ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് സെക്യൂരിറ്റീസ് വരുന്നത്? ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ refers to the total amount of securities issued by a company, while capital structure refers to the kinds of securities and the proportionate amount that make up the capitalization. ക്യാപിറ്റലൈസേഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മളെ ഡിഫറൻസ് മനസ്സിലായോ? ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് ഉപയോഗിച്ച്, അതായത് നമ്മൾ 3 ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് പറഞ്ഞു, ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്. ഇങ്ങനെ എല്ലാ സെക്യൂരിറ്റീസും യൂസ് ചെയ്തിട്ട് റേസ് ചെയ്ത ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ദീസ് സെക്യൂരിറ്റീസ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്ര പ്രൊപ്പോർഷൻ ഇക്വിറ്റി ഉണ്ട്, എത്ര പ്രൊപ്പോർഷൻ ഡെപ്റ്റ് ഉണ്ട് എന്നുള്ളത് പറയുന്നതാണ് capital structure എന്ന് പറയുന്നത്. So capital structure defined as the combination of equity and debt that is put into use by a company in order to finance the overall operations of the company and for its growth. ഒരു കമ്പനിയുടെ ഓവറോൾ ഓപ്പറേഷൻസിന് വേണ്ട ഫണ്ടിനെ ഡിഫറെൻറ്റ് വേരിയസ് സെക്യൂരിറ്റീസിൻ്റെ എത്ര പ്രൊപ്പോർഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഫൈനാൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നത്. Proportion of various securities in the overall capital, that is capital structure. In financial structure എന്താണ്? Financial structure means the entire liability side of the balance sheet. Entire liability side of balance sheet നെയാണ് നമ്മൾ financial structure എന്ന് പറയുന്നത്. So it may be composed by short-term debt, long-term debt and share-owned funds. ടോട്ടൽ ലയബിലിറ്റി സൈഡിനെയാണ്, ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ ലയബിലിറ്റി സൈഡിനെയാണ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് വേരിയസ് സെക്യൂരിറ്റീസ് ഇൻ ദ ഓവറോൾ ക്യാപിറ്റൽ. ഓക്കെ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതൊക്കെ ഫോമിലുണ്ടാവാം? ചിലപ്പം ഇക്വിറ്റി ഷെയർസ് ഓൺലി, ഇപ്പോൾ ടോട്ടൽ ക്യാപിറ്റലിൽ ഇക്വിറ്റി ഷെയർസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവാം. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയർസും യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇത് മൂന്നും ചിലപ്പം പ്രൊപ്പോർഷനേറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഏതൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫോംസ് പറയുന്നത്? ഇക്വിറ്റി ഷെയർസ് ഓൺലി, ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് debentures. So this is regarding the introduction of capital structure. So capital structure എന്താണ്, capitalization എന്താണ്, financial structure എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, എന്താണ് ക്യാപിറ്റലൈസേഷൻ, എന്താണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, particulars are given. We have to calculate capitalization, capital structure and financial structure. സോ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റീസ്, ടോട്ടൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സും. ഇപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 17 lakh. ഇതാണ് ക്യാപിറ്റലൈസേഷൻ. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 17 lakhൻ്റെ 10 lakh ആണ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 58.82%. Preferential share capital 29.41%, long-term loans and debentures 11.77%. അപ്പോൾ ഈ പ്രൊപ്പോർഷനാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ചില ഓതേഴ്സ് റീറ്റെയിൻഡ് ഏർണിങ്സും ക്യാപിറ്റൽ സർപ്ലസും കൂടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ പാർട്ടായിട്ട് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് മാറും. അപ്പം എത്രയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നത്? 42.55%. റീറ്റെയിൻഡ് ഏർണിങ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊപ്പോർഷൻ നമ്മൾ മാറും. 42.55%.
21.28%. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് അറിയാലോ. 10 lakh ഡിവൈഡഡ് ബൈ 23,50,000 10 lakh എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഫൈനാൻഷ്യൽ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ലയബിലിറ്റി സൈഡിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ ലയബിലിറ്റി സൈഡിൽ ഓരോ ലയബിലിറ്റിൻ്റെയും പ്രൊപ്പോർഷനാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ. അപ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? 40% ആണ്. അതായത് ടോട്ടൽ 25 lakh ആണ്. ഈ 25 lakhൻ്റെ 40% ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നത്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 20%, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് 8%. സോ ലൈക്ക് ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ. ഓക്കെ, സോ ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ക്യാപിറ്റലൈസേഷൻ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ഫൈനാൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത്. What is the importance of capital structure? The use of long-term fixed interest-bearing debt and preference share capital along with equity shares is called financial leverage or trading on equity. So financial leverage എന്ന് പറഞ്ഞാൽ എന്താണ്? long-term fixed interest-bearing debt അല്ലെങ്കിൽ preference shares. fixed income securities ഏതൊക്കെയാണ്? preference sharesഉം ഡിബഞ്ചറും. അതായത് ഡിബഞ്ചർ ആണെങ്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, പ്രിഫറൻസ് ആണെങ്കിൽ ഫിക്സഡ് ഡിവിഡൻഡ് റേറ്റ് ഉണ്ടാവും. സോ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഡെപ്റ്റും പ്രിഫറൻസ് ഷെയർസും ആണ്. സോ ഇത് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതിനെയാണ് ഫൈനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ദ യൂസ് ഓഫ് ലോങ് ടേം ഫിക്സഡ് അസറ്റ്സ് the use of long-term fixed interest-bearing debt and preference shares capital along with the equity shares is called financial leverage or trading on equity. അപ്പം ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഇക്വിറ്റി ഷെയർസിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സോ ഈ എക്സാമ്പിൾ നോക്കുക. ഈ എക്സാമ്പിളിൽ ABC company has currently all equity share capital consisting of 15,000 equity shares of ₹100 each. ഇപ്പം ABC കമ്പനിക്ക് ഫുള്ളി ഇക്വിറ്റി ക്യാപിറ്റൽ ആണ് 15,000 equity shares ₹100 each. So the management is planning to raise another 25 lakh to finance a major program of expansion and it's considering 3 alternative method of financing. ഒരു 25 lakh കൂടി റേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 25 lakh കൂടി റേസ് ചെയ്യുമ്പോൾ അവരതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ടു ഇഷ്യൂ 25,000 ഇക്വിറ്റി ഷെയർസ് 100 each. ഈ 25 lakhൽ 25,000 ഒന്നെങ്കിൽ കംപ്ലീറ്റ് 25,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ 25,000 8% ഡിബഞ്ചേഴ്സ് യൂസ് ചെയ്യുക, ₹100 each, അല്ലെങ്കിൽ 25,000 8% പ്രിഫറൻസ് ഷെയർസ് 100 each ചെയ്യുക. അപ്പോൾ ഈ 3 ആൾട്ടർനേറ്റീവും ചെയ്യുമ്പോഴുള്ള EPS ഉണ്ടാകുന്ന വേരിയേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 8 ആണ്, ₹8. The company's expected earnings before interest and taxes will be 8 lakhs. അപ്പം 8 lakh തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ലെസ് ചെയ്യണം. അപ്പോൾ ഇക്വിറ്റി ആകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇക്വിറ്റി ആകുമ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് കേസാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ 25 lakhും ഇക്വിറ്റി വെച്ച് ചെയ്യുകയാണെങ്കിലാണ് നമ്മളിത് ഫസ്റ്റ് കേസ് നോക്കുന്നത്. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ബട്ട് ബിഫോർ ടാക്സ്. അപ്പം ഇത് 8 lakh തന്നെ ആയിരിക്കും, കാരണം ഇൻട്രസ്റ്റ് ഇല്ല ഇക്വിറ്റീൻ്റെ കേസിൽ. ഇനി ടാക്സ് എത്ര പെർസെൻറ്റേജാണ്? 50%. അപ്പം 8 lakhൻ്റെ 50% 4 lakh ടാക്സ് കൊടുത്താൽ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്? 4 lakh ഉണ്ട്. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണ്? 4 lakh ആണ്. 4 lakh ആണ് അല്ലേ? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 40,000. 40,000 എങ്ങനെയായത്? 15,000 പ്ലസ് 25,000. സോ 14,000 ആയിരിക്കും. അപ്പം ടോട്ടൽ 40,000 ഷെയർസ് ഉണ്ട്. അപ്പം EPS എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? The amount available, earnings available to equity shareholders divided by number of equity shares. So 4 lakh divided by 40,000, that is ₹10. അപ്പം കംപ്ലീറ്റ് ഇക്വിറ്റി ഷെയറുമായിട്ട് നമ്മൾ ഫൈനാൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരും? ₹10 ആണ് EPS ഉണ്ടാവുക, ഏർണിംഗ് പെർ ഷെയർ ഉണ്ടാവുക. ഇനി ഡെപ്റ്റ് 25,000 ഷെയർസ് നമ്മൾ ഡെപ്റ്റിലാണ് കൊടുക്കുന്നത്, 8% ഡിബഞ്ചറിലാണ്. അപ്പം 8 lakh ആണ് നമുക്ക് എത്രയുള്ള ഏർണിങ്സ് ഉള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ് വരിക?
ഈ 25,000 into 100 അത് 2,50,000 25 ലാഖിൻ്റെ 8% ആണ് നമുക്ക് എന്ത് വരിക, ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ എത്ര വരും ഇവിടെ? 2 lakh വരും. ഇൻട്രസ്റ്റ് 2 lakh. അപ്പോൾ 8 lakh മൈനസ് 2 lakh 6 lakh ആയിരിക്കും നമുക്ക് ഏർണിങ്സ് ബിഫോർ ടാക്സ് വരിക. ഏർണിങ്സ് ബിഫോർ ടാക്സ് വരിക 6 lakh ആണ്. ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഏർണിങ്സ് ബിഫോർ ടാക്സ് 6 lakh ആണ് വരുന്നത്. അതിൽ നിന്ന് 50% ഇൻട്രസ്റ്റ് കുറച്ചാൽ 3 lakh ആണ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഇത് എത്രയാണുള്ളത്? 3 lakh ആണ്. ഈ 3 lakhനെ നമ്മൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിനെ വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 15,000 തന്നെയാണ്. അപ്പോൾ 3 lakh divided by 15,000, so the EPS will be 20 rupees. അപ്പോൾ ഡിബഞ്ചർ വന്നപ്പോൾ EPS കൂടി. ഓക്കെ, ഇനി നമ്മൾ പ്രിഫറൻസ് ഷെയർസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 8 lakh ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഡിവിഡൻഡ് ആണുള്ളത്. അപ്പം ഡിവിഡൻഡ് നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് ഡിഡക്റ്റബിൾ അല്ല ഡിവിഡൻഡ്. അപ്പം നമ്മളിവിടെ ഡിവിഡൻഡ് മൈനസ് ചെയ്യുന്നില്ല. അപ്പം 8 lakh തന്നെയാണ് ഏർണിങ്സ് ബിഫോർ ടാക്സ് വരുന്നത്. അതിൻ്റെ ആഫ്റ്റർ ടാക്സ് എത്രയാണ് വരുന്നത്? 4 lakh തന്നെ. അപ്പം 4 lakh നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യണം. പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ്? 8% ഓഫ് ദ 25 lakh. അത് എത്രയാണ് വരുന്നത്? 2 lakh. അപ്പോൾ ഈ 4 lakh 2 lakh മൈനസ് ചെയ്യുമ്പോൾ 2 lakh ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 lakh ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം 2 lakh ഡിവൈഡഡ് ബൈ 15,000. ഇവിടെയും ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണം 15,000. 2 lakh ഡിവൈഡഡ് ബൈ 15,000 എത്രയാണ് വരുന്നത്? 13.33. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുമ്പോൾ, ഇക്വിറ്റി ഷെയർസിൻ്റെ കൂടെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി യൂസ് ചെയ്യുമ്പോൾ ഇതെന്ത് കൂടുകയാണ്? EPS, ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ, അതായത് ഏർണിങ്സ് പെർ ഷെയർ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ, ഇപ്പോൾ ഫൈനാൻഷ്യൽ ലിവറേജ് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ദ യൂസ് ഓഫ് ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റ് and preferred share capital along with equity shares is called financial leverage or trading on equity. Okay, so next നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇതിൽ A Limited company has equity share capital of rupees 5 lakh and divided into rupees 100 each. Okay, it wishes to raise further 3 lakh. Further അവർ 3 lakh ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ further 3 lakh ഇഷ്യൂ ചെയ്യുന്നത് 4 കേസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഫുള്ളി കോമൺ സ്റ്റോക്ക് ആയിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ 1 lakh കോമൺ സ്റ്റോക്കും 2 lakh ഡെപ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓൾ ഡെപ്റ്റ്സ് ആൻഡ് അതർ ഓപ്ഷൻ ഈസ് 1 lakh ഇൻ കോമൺ സ്റ്റോക്ക് ആൻഡ് 2 lakh ഇൻ പ്രിഫറൻസ് ക്യാപിറ്റൽ. ഇതാണ് 4 ഓപ്ഷൻസ്. അപ്പോൾ കമ്പനിയുടെ ഏർണിങ്സ് എത്രയാണ്? 1,50,000. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1,50,000. കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് 50%. അപ്പം ഈ 4 ഓപ്ഷൻ്റെ എഫക്റ്റ് എന്താണെന്നാണ്, ഈ ഏർണിംഗ് പെർ ഷെയറിൻ്റെ മുകളിലുള്ള എഫക്റ്റ് എന്താണെന്നാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. സോ ഫസ്റ്റ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, നമ്മൾ ഫസ്റ്റ് എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ്. ഫസ്റ്റ് കേസിൽ ഓൾ കോമൺ സ്റ്റോക്ക് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. സോ ടാക്സ് നമ്മൾ ഡയറക്റ്റ്ലി 1,50,000 മൈനസ് ചെയ്യാണ്. സോ ദ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വിൽ ബി 75,000. ഈ 75,000 നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡും ഇല്ല ഇവിടെ. സോ ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഹോൾഡേഴ്സ് എത്രയാണ്? 75,000. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇസ് ടോട്ടൽ 8,000. ടോട്ടൽ 8,000 എങ്ങനെയാണ് വന്നത്? 5 lakh 100 ഈച്ച് ആകുമ്പോൾ 5,000. ഈ 3 lakh കൂടെ ഇക്വിറ്റി ഷെയർസ് ആകുമ്പോൾ 3 lakh 100 ഈച്ച് ആകുമ്പോൾ 3,000. 5,000 പ്ലസ് 3,000 8,000. ഓക്കെ, ഇവിടെ EPS എത്രയാണ് അപ്പോൾ വരുന്നത്? 75,000 ഡിവൈഡഡ് ബൈ 8,000, 9.375. ഓക്കെ, ഈ സെക്കൻഡ് കേസിൽ 1 lakh കോമൺ സ്റ്റോക്കും 2 lakh ഡെപ്റ്റും. 1 lakh കോമൺ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ടോട്ടൽ കോമൺ സ്റ്റോക്ക് എത്രയായി? 5 lakhൻ്റെ 5,000ഉം പിന്നെ 1 lakh ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ 1,000ഉം. 5,000 പ്ലസ് 1,000 ഇറ്റ് ഈസ് 6,000. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1,50,000 എടുത്തു. അപ്പം ഈ കേസിൽ നമുക്ക് എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. 2 lakh നമ്മൾ ഡെപ്റ്റ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 2 lakhൻ്റെ 10% ആണ് ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് 20,000. ഓക്കെ, സോ 20,000 ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏർണിങ്സ് എത്രയാണ് വരുന്നത്? 1,30,000. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ടാക്സ് എത്രയാണ്? 50% വരുമ്പോൾ 65,000 ടാക്സ്. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് 65,000. പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ല. അപ്പോൾ
Earnings available for equity holders is 65,000. 65,000 നമ്മൾ 6,000 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ എത്രയായി? റുപ്പീസ് 10.83. ഇനി തേർഡ് കേസിൽ ഓൾ ഡെപ്റ്റ്സ് ആണ്. ഈ 3 ലാക്ക് നമ്മൾ ഡെപ്റ്റ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ 1,50,000 ഇൻട്രസ്റ്റ് എത്ര മൈനസ് ചെയ്യണം? 3 ലാക്കിൻ്റെ 10%, അതായത് 30,000. 3 lakh 30,000 minus ചെയ്യുമ്പോൾ 1,20,000 in tax 60,000. So earnings after tax will be 60,000. പിന്നെ ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ല. സോ 60,000 ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഏർണിങ്സ്. അപ്പം ഇത് EPS എത്രയാണ്? 60,000 ഡിവൈഡഡ് ബൈ 5,000. കാരണം വേറെ കോമൺ സ്റ്റോക്ക് ഒന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്ന 5 lakh മാത്രമേ ഉള്ളൂ. സോ 60,000 ഡിവൈഡഡ് ബൈ 5,000 ഇറ്റ് ഈസ് 12. ഇനി 1,50,000 നെക്സ്റ്റ് കേസ് എന്തായാലും നമുക്ക് 1 lakh കോമൺ സ്റ്റോക്ക് ആയിട്ടും 2 lakh പ്രിഫറൻസ് ക്യാപിറ്റൽ ആയിട്ടും. അപ്പം ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഡെപ്റ്റ് ഇല്ല. സോ 1,50,000 മുകളിൽ തന്നെയാണ് നമ്മൾ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത്, 75,000. സോ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്രയായിരിക്കും? 75,000. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഡിവിഡൻഡ് മൈനസ് ചെയ്യണം, കാരണം പ്രിഫറൻസ് ക്യാപിറ്റലാണ് 2 lakh. 2 lakhന്റെ 8%, 16,000 വിൽ ബി ദ പ്രിഫറൻസ് ഡിവിഡൻഡ്. അപ്പം ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 59,000. ഈ 59,000 നമ്മൾ 6,000 ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഏർണിങ്സ് പെർ ഷെയർ റുപ്പീസ് 9.83. ഇവിടെ നോക്കുക, നമ്മൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഏർണിങ്സ് പെർ ഷെയർ ഉള്ളത്. അപ്പം ഇതാണ് ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ലോസ് മേക്കിംഗ് ഫേമിന് ഫൈനാൻഷ്യൽ ലിവറേജ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഈ സെയിം പ്രോബ്ലത്തിലെ പെർട്ടിക്കുലേഴ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്താണ് ഡിഫറൻസ്? 1,50,000 ഏർണിങ്സിന് പകരം ഇവിടെ 70,000 ലോസ് ആണുള്ളത്. അപ്പോൾ ഈ ലോസിനെ നമ്മൾ ഈ 4 കേസിലും എങ്ങനെ എങ്ങനെ ലോസ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ലോസ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 70,000 ആണ്. ഈ 70,000 നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ ലോസ് ആകുമ്പോൾ പേ ചെയ്യുന്നില്ല. സോ എത്രയാണ് വരുന്നത്? 70,000 തന്നെയാണ് ലോസ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് വരുന്നത്. സോ ടോട്ടൽ ലോസ് 70,000 ആണ്. ഈ 70,000 നമ്മൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 8,000 ആണ്. ഫസ്റ്റ് കേസിൽ 8,000 ആണ്. ഈ 8,000 എങ്ങനെ കിട്ടിയത് നമ്മൾ പറഞ്ഞു. 70,000 8,000 ഡിവൈഡ് ചെയ്യുമ്പോൾ ലോസ് പെർ ഷെയർ എത്രയാണ്? 8.75. ഈ സെക്കൻഡ് കേസിൽ എത്രയുണ്ട്? ഡെപ്റ്റ് ഉണ്ട്, അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? ഡെപ്റ്റ് 2 lakh ഡെപ്റ്റ് ഉണ്ട്. 2 lakhന്റെ 10% 20,000. അപ്പോൾ ടോട്ടൽ ലോസ് 70,000 കൂടെ 20,000 ഇൻട്രസ്റ്റും കൂടെ വന്നു. അപ്പോൾ ടോട്ടൽ ലോസ് എത്രയായി? 90,000 ആയി. ഈ 90,000 ഇക്വിറ്റി സെക്കൻഡ് കേസിൽ ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 6,000. 90,000 ഡിവൈഡ് ബൈ 6,000 ലോസ് പെർ ഷെയർ 15 ആണ്. സോ ഇനി തേർഡ് കേസിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഓൾ ഡെപ്റ്റ് ആണ്. 3 lakhും ഡെപ്റ്റ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 3 lakhും ഡെപ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ 30,000 ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ലോസ് 70,000, അതിൻ്റെ കൂടെ 30,000 കൂടെ വരുമ്പോൾ 1 lakh ആയി ടോട്ടൽ ലോസ്. ഈ 1 lakhനെ നമ്മൾ ഇക്വിറ്റി ഷെയർസ് എത്ര അവൈലബിൾ ആയിട്ടുള്ളത്? 5,000. 1 lakhനെ 5,000 ഇക്വിറ്റി ഷെയർസിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ₹20 ആയിരിക്കും ലോസ് പെർ ഷെയർ. ഇനി ലാസ്റ്റ് കേസിൽ 70,000 തന്നെയാണ് ടോട്ടൽ ലോസ്, പക്ഷേ ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണം എത്രയാണ്? 6,000. 70,000 ഡിവൈഡഡ് ബൈ 6,000 ലോസ് പെർ ഷെയർ എത്രയാണ്? 11.67. അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലോസ് മേക്കിംഗ് ഫേമിന് ഫൈനാൻഷ്യൽ ലിവറേജ് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. നെഗറ്റീവായിട്ടാണ് ലോസ് മേക്കിംഗ് ഫേമിന് ഫൈനാൻഷ്യൽ ലിവറേജ് എഫക്റ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ലോസ് മേക്കിംഗ് ഫേംസിന് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് കൂടുതൽ ബർഡൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ഇതാണ് ഇമ്പാക്റ്റ് ഓഫ് ലിവറേജ് ഓൺ ലോസ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താ നോക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്? ഫേം ജനറലി പർച്ചേസസ് ദ അസറ്റ് ദാറ്റ് ഇറ്റ്സ് ഓപ്പറേഷൻ വിൽ പ്രൊഡ്യൂസ് റവന്യൂ. നമ്മൾ അസറ്റ്സ് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻ നമുക്ക് റവന്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ വെൻ സെയിൽ ഇൻക്രീസസ് ദ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ദ സെയിം. നമ്മൾ സെയിൽ ഇൻക്രീസ് ചെയ്യുമ്പോഴും ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും. സോ ആൻ ഓപ്പറേറ്റിംഗ് റവന്യൂ വിൽ ഇൻക്രീസ്. നമ്മൾ സെയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അപ്പം ഫിക്സഡ് കോസ്റ്റ് റിമൈനിങ് സെയിമാണ്. സെയിലും കൂടുമ്പോൾ നമ്മളുടെ ഓപ്പറേറ്റിംഗ് റവന്യൂ ഇൻക്രീസ് ചെയ്യും. So as fixed cost is constant, the percentage change in operating revenue is more than the
percentage change in sale. So hence there is a positive relation between operating leverage and break even point. അപ്പോൾ operating leverage നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Change in operating profit divided by change in sales. Change in operating profit divided by change in sales. അങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ ലിവറേജ് കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഫൈനാൻഷ്യൽ ലിവറേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇനി കമ്പൈൻഡ് ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? So it measures total leverage due to the both operating and financial leverage. അപ്പോൾ combined leverage എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. കൺസെപ്റ്റ് മനസ്സിലായാലോ? ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ് മെഷർ ചെയ്യുന്നത്? ദ ഡിഗ്രി ടു വിച്ച് എ ഫേം ഓർ പ്രോജക്റ്റ് ക്യാൻ ഇൻക്രീസ് ഓപ്പറേറ്റിംഗ് ഇൻകം ബൈ ഇൻക്രീസിങ് റവന്യൂ. റവന്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് ഇൻകം എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഫൈനാൻഷ്യൽ ലിവറേജ് എന്താണ്? ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ലിവറേജ് മീൻസ് ദ യൂസ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അലോങ് വിത്ത് ദ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ഓർ ഡിബഞ്ചേഴ്സ്. സോ ഫൈനാൻഷ്യൽ ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തതാണ് കമ്പൈൻഡ് ലിവറേജ്. അപ്പം ഇത് ടോട്ടൽ ലിവറേജ് ആണ് മെഷർ ചെയ്യുന്നത്. How it can be calculated? Percentage change in earning per share divided by percentage change in sales. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറും ഫൈനാൻഷ്യൽ ലിവറേജും. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലിവറേജ് കൊണ്ട് ഏർണിംഗ് പെർ ഷെയർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. Next topic is financial break-even point. Financial break-even point may be defined as that level of EBIT which is just equal to pay the total financial charges. Total financial charges equal ആയിരിക്കും earnings before interest and tax. അതായത് financial charges pay ചെയ്യാൻ മാത്രമേ earnings before interest and tax ഉണ്ടാവുള്ളൂ. റിമൈനിങ് ആയിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ അവിടെ earnings ഉണ്ടാവില്ല. So in that case the EPS will be 0. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈക്വൽ ടു ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്, അതായത് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ അവിടെ റിമൈനിങ് പ്രോഫിറ്റ് ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? EPS ഏർണിംഗ് പെർ ഷെയർ 0 ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റിൽ EPS ഈക്വൽ ടു 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈക്വൽ ടു ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഏർണിങ്സ്, അതായത് EBIT ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസിന് ഈക്വൽ ആയിരിക്കും. അതായത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ് പേ ചെയ്യാനായിരിക്കും EBIT ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? EPS 0 ആയിരിക്കും. EPS എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഏർണിങ്സിൻ്റെ പെർ ഷെയർ ആണ്. പെർ ഷെയർ ഇക്വിറ്റി ഹോൾഡേഴ്സിനുള്ള ഏർണിങ്സ് ആണ് ഏർണിംഗ് പെർ ഷെയർ. അപ്പം ഫിക്സഡ് ചാർജസ് പേ ചെയ്തിട്ട് ബാക്കിയുള്ള ഏർണിങ്സിലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യുക. ഈ കേസിൽ ഇവിടെ EPS 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. So it is a critical point in planning the capital structure of a firm. Financial break-even point equal to fixed interest charges. എങ്ങനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് പ്ലസ് DP എന്നാണ് പ്രിഫറൻസ് ഡിവിഡൻഡ്. Preference dividend divided by 1 minus tax rate. Okay, so we will see an example. Here in problem, a firm has two alternative plans for raising additional funds, rupees 10 lakh. So issue of 10,000 debentures of 100 is bearing 10% interest. 10,000 debentures 100 each വെച്ചിട്ട് complete debentures ആയിട്ട് ഇഷ്യൂ ചെയ്യാം.
Next case എന്താണ് issue 4000 debentures to rupees 100 each per annum balance by the issue of preference shares. Balance preference shares ആയിട്ടും issue ചെയ്യുന്നു. So you are required to calculate financial break-even point for each plan assuming tax rate is 50%. ഫസ്റ്റ് കേസിൽ ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയായിരിക്കും? ഇവിടെ ഫസ്റ്റ് കേസിൽ കംപ്ലീറ്റ് ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 10 ലാക്ക് നമ്മൾ ഡിബഞ്ചേഴ്സ് ആയിരുന്നു ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 10,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ 10% ഇൻട്രസ്റ്റ്, 10 ലാക്കിൻ്റെ 10% ഇൻട്രസ്റ്റ് വരുമ്പോൾ 1 ലാക്ക് ആയിരിക്കും ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫിക്സഡ് ചാർജസ് എത്രയാണ്? 1 ലാക്ക്. ഒരു ഫേമിനുള്ള ടോട്ടൽ ഫിക്സഡ് ചാർജസ് 1 ലാക്കാണ്. ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈക്വൽ ടു ഫിക്സഡ് ചാർജസ് ആണ്. ഫസ്റ്റ് കേസിൽ ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയാണ്? ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈക്വൽ ടു ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ് ദാറ്റ് ഇസ് 1 ലാക്ക്. 1 ലാക്ക് ആണ് അല്ലേ? ഇനി സെക്കൻഡ് കേസിൽ ഫേമിൽ 4000 ഡിബഞ്ചേഴ്സും 6000 പ്രിഫറൻസ് ഷെയർസും ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ്? 4000 ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത്? 4 ലാക്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. 4 ലാക്കിൻ്റെ 10% ഇൻട്രസ്റ്റ് വരും. ദാറ്റ് ഈസ് 40,000. 40,000 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇവിടെ ഇക്വേഷൻ എന്താണ്? ഇൻട്രസ്റ്റ് പ്ലസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ്. ഇൻട്രസ്റ്റ് 40,000 ആണ്. കാരണം 4,000 ഡിബഞ്ചേഴ്സ് rupees 100 each 4 ലാക്ക്. ഈ 4 ലാക്കിൻ്റെ 10% 40,000 ഇൻട്രസ്റ്റ്. ഇനി 6,000 they are issuing preference shares. Preference shares ആണ് റിമൈനിങ് 6,000 ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 6,000 ഇൻറ്റു 100 6 ലാക്ക് ആണ് പ്രിഫറൻസ് ഷെയർസ്. ഈ 6 ലാക്കിൻ്റെ 12% ആണ് ഡിവിഡൻഡ്. 6 ലാക്കിൻ്റെ 12% 72,000. ഓക്കെ, ടാക്സ് റേറ്റ് എത്രയാണ് നാട്ടിൽ? 50%. സോ 40,000 പ്ലസ് 70,000 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5. So the financial break-even point in second case will be 1,84,000. 84,000 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈക്വൽ ടു ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. അത് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ്. Indifference point refers to that EBIT level at which EPS remains the same irrespective of debt equity mix. ഈ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു EBIT ലെവലിൻ്റെ പോയിന്റ് ആണ്. അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൻ്റെ ഒരു പോയിന്റിൽ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എങ്ങനെ നിങ്ങൾ ഏത് രീതിയിൽ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്താലും ഈ പോയിന്റിൽ EPS ഏർണിംഗ് പെർ ഷെയർ സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? EBIT എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഈ ഏർണിങ്സ് ലെവലിൽ നിങ്ങൾ ഏത് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും EPS ഏർണിംഗ് പെർ ഷെയർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്താണ്? ഇറ്റ്സ് എ കട്ട് ഓഫ് ലെവൽ. ഇറ്റ്സ് എ കട്ട് ഓഫ് ലെവൽ ഓഫ് EBIT ബിലോ വിച്ച് ഫൈനാൻഷ്യൽ ലിവറേജ് ഈസ് ഡിസഡ്വാൻറ്റേജസ്. ഈ പോയിന്റിൻ്റെ താഴോട്ട് നമ്മൾ ഈ പോയിന്റ് ഈ ലെവൽ ഓഫ് ഏർണിങ്സിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ ഫൈനാൻഷ്യൽ ലിവറേജ് യൂസ് ചെയ്യുമ്പോൾ അത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് തരുന്നത്. സോ ബിയോണ്ട് ദ ഇൻഡിഫറൻസ് പോയിന്റ് ലെവൽ ഓഫ് EBIT the benefit of financial leverage with respect to EPS starts increasing. So ഈ ഏർണിങ്സ് ലെവലിൻ്റെ മുകളിലോട്ട് പോകുന്തോറും ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങും. ദാറ്റ് ഈസ് EPS starts increasing. In other words, financial leverage will be favorable beyond the indifference level of EBIT and will lead to an increase in the EPS. അപ്പം ഈ ലെവൽ ഓഫ് EBITൻ്റെ മുകളിൽ ഏർണിങ്സ് വരുമ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ലിവറേജ് കൂടുതൽ എഫക്റ്റീവായിട്ട് വരും. EPS ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ ലെവൽ ഓഫ് EBITൻ്റെ താഴെ ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ്. അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് മനസ്സിലായല്ലോ? Indifference point refers to that EBIT level at which EPS remains the same irrespective of any debt equity mix. ഏത് debt equity mix ചൂസ് ചെയ്താലും ഈ ലെവൽ ഓഫ് EBITയിൽ EPS remains the same. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
in point of indifference. Here the equation is given x minus interest. X എന്താണ് equivalency point or point of indifference ആണ് നമ്മൾ x എന്ന് denote ചെയ്യുന്നത്. I interest under നമ്മൾ രണ്ട് ഫൈനാൻഷ്യൽ പ്ലാനിനെയാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞ എന്താ, ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്, ഈ EBIT ലെവലിൽ നമ്മൾ ഏത് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ EPS റിമെയിൻസ് സെയിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം രണ്ട് ഫൈനാൻഷ്യൽ പ്ലാൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കമ്പയർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ എക്സിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് പോയിന്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ പ്ലാൻ 1ന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇവിടെ I2 എന്നത് ഫൈനാൻഷ്യൽ പ്ലാൻ 2ന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, T ഈസ് ടാക്സ് റേറ്റ്. S1 എന്താണ്, ഫസ്റ്റ് ഫൈനാൻഷ്യൽ പ്ലാനിലെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, S2 സെക്കൻഡ് പ്ലാനിലെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. So we will see an example of point of indifference calculation. So first, a project under consideration by your company requires capital investment of 60 lakh. Total capital is 60 lakh ആണ്. ഇവിടെ interest on term loan 10% ആണ് interest per annum, and tax rate 50% തന്നിട്ടുണ്ട്. Tax rate 50% തന്നിട്ടുണ്ട്. And calculate the point of indifference for the project if the debt equity ratio insisted by the financing agencies 2:1. 2:1 ആണ് ഫൈനാൻസിങ് ഏജൻസീസ് ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. സോ നമ്മൾക്ക് ഇപ്പോൾ രണ്ട് ഫൈനാൻഷ്യൽ പ്ലാൻ ആണുള്ളത്. ഒന്ന്, റേസിംഗ് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് 60 lakh ബൈ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, കംപ്ലീറ്റ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. റേസിംഗ് 40 lakhs ബൈ വേ ഓഫ് ഡെപ്റ്റ് ആൻഡ് 20 lakh ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ രണ്ട് ഫൈനാൻസിങ് പ്ലാൻ ആണുള്ളത്. നമ്മൾ 2:1 ചെയ്യുന്നു. ആൻഡ് the next one is 60 lakh നമ്മൾ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. നമ്മൾ ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാല്യൂസ് എന്തൊക്കെയാണ്? എക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ്. ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഫൈനാൻഷ്യൽ പ്ലാനിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, കാരണം 60 lakhും ഇക്വിറ്റി ഷെയർസ് ആയിട്ട് തന്നെ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് 0 ആയിരിക്കും. 1 മൈനസ് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് എത്രയാണ്? 0.5 മൈനസ് PD, ദാറ്റ് ഈസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് അവിടെ 0 ആണ്. ഡിവൈഡഡ് ബൈ S1 എത്രയാണ്? 60 lakh ആണ് ടോട്ടൽ ഇക്വിറ്റി ഷെയർസ് അല്ലേ. ടോട്ടൽ എമൗണ്ട് ഓഫ് ഇക്വിറ്റി ഷെയർസ് 60 lakh ആണ്. ഇനി നെക്സ്റ്റ് ഫൈനാൻഷ്യൽ പ്ലാനിൽ എങ്ങനെയാണ് വരുന്നത്? എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? 40 lakh ആണ് നമ്മൾ ഡെപ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. 40 lakhന്റെ 10% എന്ന് പറയുമ്പോൾ 4 lakh, അതായത് നമ്മൾ 4 ആണ് ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുക. ഇനി 1 മൈനസ് ടാക്സ്, എത്രയാണ് ടാക്സ്? 0.5 തന്നെയാണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് സെക്കൻഡ് പ്ലാനിലും ഇല്ല, അപ്പം അത് 0 ആയിരിക്കും. S2 എത്രയാണ് ഇവിടുത്തെ ഇക്വിറ്റി ഷെയർസ് ഉള്ളത്? 20 lakh ആണ് ഇക്വിറ്റി ഷെയർസ് ഉള്ളത്. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 0, 1 മൈനസ് 0.5 മൈനസ് 0 ഡിവൈഡഡ് ബൈ 60 ഈക്വൽ ടു എക്സ് മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 0.5 മൈനസ് 0 ഡിവൈഡഡ് ബൈ 20. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ നമ്മൾ ഓരോ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം. 1 മൈനസ് 0.5, ഇവിടെ 0.5 ഉണ്ടാവുക. ഈ 0.5നെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5 ഇൻറ്റു 0 0 ആയിരിക്കും. 0.5 ഇൻറ്റു എക്സ്, അപ്പം 0.5x ആയിരിക്കും. 0.5x ഡിവൈഡ് ബൈ 60 ആണ് ഈ സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് എമൗണ്ട് വരുന്നത്? ഇവിടെ 1 മൈനസ് 0.5 ഉണ്ടാവും. നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എക്സ് ഇൻറ്റു 0.5, 0.5x മൈനസ് 4 ഇൻറ്റു 0.5 മൈനസ് 2. അപ്പോൾ 0.5x മൈനസ് 2 ഡിവൈഡഡ് ബൈ 20. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യണം. അപ്പം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 20 ഇൻറ്റു 0.5x equal to 60 into 0.5x minus 2, that is 10x equal to 30x minus 120. So the x will be 6. നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നു. നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ന്യൂമറിക്കൽ സ്കിൽസിലൊക്കെ. ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ ഇവിടെ സിമ്പിൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത്.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇക്വേഷൻ ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ആണ്. 20 into 5 10x വരും. 60 into 2 that is 120. 60 into 0.5 30x വരും. So here the x will be 6. Okay. എങ്ങനെ കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടോ? 6 നമ്മൾ ഇവിടെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി ഈ 120നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ -120 + 120 ആവും. അപ്പം 120 = 30x മൈനസ്, അപ്പോൾ 10xനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വരുമ്പോൾ -10x. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്തായി? 120 = 20x ആയി അല്ലേ? 20x. ഈ 20xന് അപ്പോൾ നമുക്ക് x എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 120 divided by 20 that is 6. 120 divided by 20 x എത്രയായിരിക്കും? 6. ഓക്കെ, മനസ്സിലായല്ലോ. So thus EBIT earnings before interest and tax at point of indifference is ₹6. അപ്പം EBIT ലെവൽ എത്രയാണ്? 6 lakh ആണ്. ₹6 എന്ന് പറയുമ്പോൾ നമ്മൾ at this level it is 6 lakh. അപ്പം 6 lakh എന്ന് പറയുന്നതാണ് അവരുടെ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ്. 6 lakh EBIT ഉണ്ടാവും. EBITയിൽ ആ ഒരു പോയിന്റിൽ അവർക്ക് ഏത് ഇക്വിറ്റി മിക്സ് ചൂസ് ചെയ്താലും അതിന് സെയിം EPS ആയിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ അവർക്ക് ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങും. അവരുടെ EBIT 6 lakhൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ അവർക്ക് ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങും. പക്ഷേ 6 lakhൻ്റെ താഴെയാണ് അവരുടെ EBIT പോകുന്നതെങ്കിൽ ഫൈനാൻഷ്യൽ ലിവറേജ് അവർക്ക് അഡ്വേഴ്സ് എഫക്റ്റ്, അത് നെഗറ്റീവായിട്ടാണ് അവരെ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ അവരെന്ത് ചൂസ് ചെയ്യേണ്ടി വരും? കൂടുതൽ ഇക്വിറ്റി ഫൈനാൻസ് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ. Topic is optimum capital structure. The capital structure of combination of debt and equity that leads to the maximum value of the firm. Maximum value of the firm attain ചെയ്യുന്ന debt equity mixനെയാണ് നമ്മൾ optimum capital structure എന്ന് പറയുന്നത്. So ഈ optimum capital structureൽ value of the firm will be maximum and wealth of its owners will increase and cost of capital will decrease. ഇതാണ് optimum capital structureന്റെ features. So നമ്മൾ optimum capital structure attain ചെയ്യാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? If the return on investment is higher than the fixed cost funds, ഫിക്സഡ് കോസ്റ്റിനേക്കാളും കൂടുതലാണ് ഫേമിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്തിട്ട് അവരുടെ EPSഉം മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേമും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. കാരണം അവരുടെ കയ്യിൽ ഈ ഫിക്സഡ് കോസ്റ്റ് മീറ്റ് ചെയ്യല്ല. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും പ്രിഫറൻസ് ഡിവിഡൻറ്റ് പേയ്മെൻറ്റും മീറ്റ് ചെയ്യാനുള്ള റിട്ടേൺ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഡെപ്റ്റ് ഫൈനാൻസിങ് ഡയറക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റും. സോ they can increase the earning per share and market value of the firm by using more debt financing. So next point പറയുന്നത് ടാക്സ് ലിവറേജ് ആണ്. ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ട് നമ്മൾ എത്രത്തോളം ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട് അത്രത്തോളം കൺസിഡറബിൾ എമൗണ്ട് നമുക്ക് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ടാക്സ് ലിവറേജ്. അപ്പോൾ കൂടുതൽ ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്യുമ്പോൾ കമ്പനീസിന് ഈ ടാക്സ് ലിവറേജിൻ്റെ അഡ്വാൻറ്റേജസ് അവൈലബിൾ ആവും. ഓക്കെ. And the third one is a firm should avoid undue financial risk attached with the use of increased debt financing. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇൻഡിഫറൻസ് പോയിന്റ് നമ്മൾ പറഞ്ഞു അതിൻ്റെ താഴെയുള്ള EBIT ലെവലാണെങ്കിൽ നമ്മൾ ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഫേമിനെ അഡ്വേഴ്സ് ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുക. സോ അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞിട്ട് ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്യുമ്പോൾ അതൊരു ബേർഡൻ ആയിട്ട് ആ ഫിക്സഡ് കോസ്റ്റ് ഒരു ബേർഡൻ ആയിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ഹ്യൂജ് ഫൈനാൻഷ്യൽ റിസ്ക്. And the fourth one is the capital structure should be flexible. എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള capital structure ആയിരിക്കണം. So the capital structure should be flexible. Now we will discuss theories of capital structure. The first theory is net income approach. According to this approach, a firm can minimize the weighted average cost of capital and increase the value of the firm as well as
market price of equity shares by using debt financing to the maximum possible extent. എന്താണ് പറയുന്നത്? ഡെപ്റ്റ് ഫൈനാൻസിങ് മാക്സിമം യൂസ് ചെയ്തിട്ട് ആവറേജ് കോസ്റ്റ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യാനും വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നുള്ളതാണ് നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. സോ ഇൻ അതർ വേർഡ്സ്, എ കമ്പനി ക്യാൻ ഇൻക്രീസ് ദ value of the firm and decrease the overall cost of capital by increasing the proportion of debt financing in the capital structure. Capital structure debt financing increase ചെയ്ത് കഴിഞ്ഞാൽ debt financing proportion increase ചെയ്തിട്ട് അവർക്ക് value of the firm increase ചെയ്യാനും overall cost of capital minimize ചെയ്യാനും സാധിക്കുന്നുള്ളതാണ് നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ അപ്രോച്ചിന്റെ അസംഷൻസ്? ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി and there are no taxes and the risk perception of investor is not changed by the use of debt. Debt use ചെയ്യുന്നതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ റിസ്ക് പെർസെപ്ഷനിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. So these are the assumptions of net income approach. So how we will calculate a value of the firm under net income approach? V equal to S plus D. S എന്താണ്? Market value of equity and D market value of debt. Okay. So value of the firm can be calculated by adding market value of equity plus the market value of debt. So how we will calculate market value of equity? That is S equal to earnings available to equity shareholders divided by market capitalization rate. Earnings available to equity shareholders divided by equity capitalization rate. Okay. Now market value of debt നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ് ഡി എന്ന് പറയുന്നത്. സോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം. സോ ഫസ്റ്റ് വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നെറ്റ് ഇൻകം അപ്രോച്ചിൽ നമുക്ക് കാൽക്കുലേഷൻസ് വരുന്നത്. സോ വി വിൽ സീ ആൻ എക്സാമ്പിൾ. So X Limited is expecting an annual EBIT of 1 lakh. Earnings 1 lakh ആണ്. So and the company has 4 lakh debt. 4 lakh ആണ് debt ഉള്ളത്. 10% debentures ആണ്. Equity capitalization rate എത്രയാണ്? 12.5. 12.5. So ഇവിടെ നമുക്ക് നെറ്റ് ഇൻകം തന്നിട്ടുണ്ട് 1 lakh. 1 lakh നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് എത്രയാണ്? 4 lakhന്റെ 10%, that is 40,000. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. ഇതെന്തിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഇക്വേഷൻ എന്താണ്? വാല്യൂ ഓഫ് ദ ഫേമിന് S പ്ലസ് ഡി ആണ്. ഇവിടെ ഡി നമുക്കുണ്ട്, കാരണം മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്. 4 lakh ആണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ്? ഏർണിങ്സ് അവൈലബിൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്, ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട്. ഇത് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നെറ്റ് ഇൻകത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ 60,000 ആണ്. 60,000 ആണ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇനി നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 60,000 ഡിവൈഡഡ് ബൈ 0.125, ദാറ്റ് ഈസ് 12.5. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4,80,000. Okay. So now we will calculate value of the firm. ഡിബഞ്ചറിന്റെ total value എത്രയാണ്? 4 lakh. അപ്പം 4 lakh plus 4,80,000, that is 8,80,000 will be value of the firm. So in another example, a company expects net income of 80,000. Net income 80,000 ആണ്. It has 2 lakh 8% debentures. 2 lakh 8% interest debentures ആണ്. Equity capitalization rate 10% ആണ്. So we have to calculate the value of the firm. And if the debenture debt is increased to 3 lakh, what shall be the value of the firm and overall capitalization rate? Okay. So first നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 80,000 ആണ് ഏർണിങ്സ്. 80,000 ഇൻട്രസ്റ്റ് എത്രയാണ്? 2 lakh ആണ് ഡെപ്റ്റ്. 2 lakhന്റെ 8% 16,000. So earnings available to equity shareholders will be 64,000. And the market capitalization, equity capitalization rate എത്ര തന്നിട്ടുള്ളത്? 10% തന്നിട്ടുണ്ട്. Equity capitalization rate 10%. So market value of equity
64,000 into 100 by 10, or otherwise you can calculate 64,000 divided by 0.10, that is 6,40,000. The value of debenture is 2 lakh. So the value of the firm will be 8,40,000. Okay. The overall cost of capital എങ്ങനെയാണ് calculate ചെയ്യുന്നത്? EBIT divided by value of the firm. So 80,000 divided by 8,40,000, that is 9.52%. So ഇനി ഡെപ്റ്റ് നമ്മൾ 3 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്രയാണെന്നുള്ളതാണ്. So net income remaining constant, that is 80,000, and interest 8% debentures on 3 lakh ആണ്. 3 lakhന്റെ 8% ആകുമ്പോൾ 24,000 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. So earnings available to equity shareholders എത്രയാണ്? 56,000. So market value of equity മാറി 5,60,000 ആണ്. Market value of debenture എത്രയാണ്? 3 lakh ആണ്. So value of the firm will be 5,60,000 plus 3 lakh, that is 8,60,000. Overall capitalization rate of 80,000 divided by 8,60,000 into 100, that is 9.3%. From debt financing increase ചെയ്തപ്പോൾ overall cost of capital കുറഞ്ഞു. 9.52% ആയിരുന്നു ആദ്യം. ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ 9.30% ആയി. എന്ത് കൂടി? വാല്യൂ ഓഫ് ദ ഫേം കൂടുകയും ചെയ്തു. വാല്യൂ ഓഫ് ദ ഫേം 8,40,000 ആയിരുന്നു ആദ്യം, 8,60,000 ആയി. സോ ദിസ് ഈസ് നെറ്റ് ഇൻകം അപ്രോച്ച്. ഓക്കെ. നെക്സ്റ്റ് തിയറി ഈസ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, ചേഞ്ച് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി ഡസ് നോട്ട് എഫക്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം, and the overall cost of capital remains constant irrespective of method of financing. Capital structure decisions value of the firm നെ affect ചെയ്യുന്നില്ല എന്നാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും capital structure decisions affect ചെയ്യുന്നില്ല. So there is nothing as an optimum capital structure, and every capital structure is the optimum capital structure. അപ്പം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിലില്ല. ഇതിൽ പറയുന്നത് എവറി ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ. എന്തൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസ്? മാർക്കറ്റ് ക്യാപിറ്റലൈസസ് ദ വാല്യൂ ഓഫ് ദ ഫേം ആസ് എ ഓൾ, ആൻഡ് ദ ബിസിനസ് റിസ്ക് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് എവറി ലെവൽ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്, ആൻഡ് ദർ ആർ നോ കോർപ്പറേറ്റ് ടാക്സസ്. അപ്പോൾ നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? EBIT divided by overall cost of capital. So ഇവിടെ നമ്മൾ വാല്യൂ ഓഫ് ദ ഇക്വിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് നമ്മൾ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ആണ് EBIT divided by overall cost of capital. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? S equal to B minus D. ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എന്ന് ഡെപ്റ്റിൻ്റെ വാല്യൂ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ. ഓക്കെ. ഇനി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ബിഫോർ ടാക്സ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം മൈനസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്, അതായത് EBIT മൈനസ് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, ദാറ്റ് ഈസ് B മൈനസ് D, ടോട്ടൽ വാല്യൂ മൈനസ് ഡെപ്റ്റ് വാല്യൂ. ഓക്കെ. So we will see an example. A company expects a net operating income of 1 lakh. 1 lakh ആണ് നെറ്റ് ഇൻകം ഉള്ളത്. ഡെപ്റ്റ് 5 lakh and 6% debentures. Overall cost of capital എത്രയാണ്? 10%. So calculate the value of the firm, and if the debenture debt is increased to 7,50,000, what will be the effect on value of the firm and the equity capitalization rate? ഇവിടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാണ്? 1 lakh ആണ് തന്നിട്ടുള്ളത്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. അപ്പം ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? EBIT ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് 1 lakh ഡിവൈഡഡ് ബൈ 0.10, ദാറ്റ് ഈസ് 10 lakh. ഓക്കെ. അപ്പം ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം കിട്ടി. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം മൈനസ് market value of debt. Market value of debt എത്രയാണ്? 5 lakh. Total value of the firm 10 lakh. 10 lakh minus 5 lakh. Market value of equity will be 5 lakh. So ഇനി equity capitalization rate എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? EBIT minus
interest divided by V minus D, that is debt value. So here the interest will be 5 lakh in the 6%, that is 30,000. So 1 lakh minus 30,000 divided by 10 lakh minus 5 lakh, that is 70,000 divided by 5 lakh is equal to 14% ആണ് മാർക്ക് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ഡിബഞ്ചർ ഡെപ്റ്റിൻ്റെ വാല്യൂ 7,50,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പം എന്തായിരിക്കും വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. അപ്പോൾ നമുക്കറിയാം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് ചേഞ്ച് വന്നാലും അത് വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ വാല്യൂ ഓഫ് ദ ഫേം വിൽ ബി സെയിം, ദാറ്റ് ഈസ് 10 lakh. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിൽ ചേഞ്ച് വരും, കാരണം ഇക്വിറ്റീൻ്റെ പ്രൊപ്പോർഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, EBIT മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ V മൈനസ് D. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയായിട്ട് കൂടി, 45,000 ആയി, അതായത് 7,50,000 6%. So 1 lakh minus 45,000, that is 55,000, and 10 lakh minus 7,50,000, 2,50,000. So equity capitalization rate will be 22%. Okay, this is all about net operating income approach. Next theory is the traditional approach. Traditional approach എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് അപ്രോച്ച് ആണ്. നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചിൻ്റെയും ഒരു ഇന്റർമീഡിയറ്റ് അപ്രോച്ച് ആണ്. പറയുമ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ച് ഒരു എക്സ്ട്രീം ആണ്. നെറ്റ് ഇൻകം അപ്രോച്ചിൽ എന്താണ് പറയുന്നത്, എത്ര പോസിബിൾ എക്സ്റ്റെൻഡിൽ ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ എന്താ പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ഡസ് നോട്ട് എഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പം ഇത് രണ്ട് എക്സ്ട്രീം അപ്രോച്ച് ആണ്. ഇതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് അപ്രോച്ച് ആണ് എന്ത്, ദ ട്രഡീഷണൽ അപ്രോച്ച്. So according to this theory, the value of the firm can be increased initially and the cost of capital can be decreased by using more debt, as the debt is a cheaper source of funds than equity. So value of the firm initially increase ചെയ്യും and the cost of capital can be decreased. കൂടുതൽ ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ലെസ് ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. സോ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാൻ ബി റീച്ച്ഡ് ബൈ എ പ്രോപ്പർ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. അപ്പം ഒരു പ്രോപ്പർ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിലൂടെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. So beyond a particular point, the cost of equity increases because increased debt increases the financial risk of the equity shareholders. നമ്മൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെപ്റ്റ് ഫൈനാൻസിങ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ടാക്കും. സോ പ്രോപ്പർ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് യൂസ് ചെയ്തിട്ട് വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യാനും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാനും പറ്റുന്നുള്ളതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. We will see an example. What are the particulars given here? Net operating income 2 lakh, total investment 10 lakh. ഇവിടെ 3 കേസ് പറയുന്നുണ്ട്. If the firm uses no debt, 10 lakhും ഇക്വിറ്റി ഷെയർസ് വെച്ചിട്ടാണ് ഫൈനാൻസ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്, 10%. If the firm uses 4 lakh ഡിബഞ്ചേഴ്സ്, 4 lakh ഡിബഞ്ചേഴ്സും 6 lakh ഇക്വിറ്റി ഷെയർസും ആണെങ്കിൽ 11% ആയിരിക്കും ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഇഫ് ദ ഫേം യൂസസ് 6 lakh ഡെപ്റ്റും ബാക്കി 4 lakh ഇക്വിറ്റി ഷെയർസും ആണെങ്കിൽ 13% ആയിരിക്കും ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. അപ്പോൾ ഇവിടെ 4 lakh ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റേസ്ഡ് അറ്റ് 5% ഡിബഞ്ചർ. 4 lakh ഡിബഞ്ചർ ആകുമ്പോൾ 5% ഇൻട്രസ്റ്റിലാണ് റേസ് ചെയ്യുന്നത്. 6 lakh ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റേസ്ഡ് അറ്റ് 6% ഇൻട്രസ്റ്റ്. ഓക്കെ, സോ 3 കേസാണ് ഇവിടെ നമുക്കുള്ളത്. ഫസ്റ്റ് നോ ഡെപ്റ്റ്, 4 lakh 5% ഡിബഞ്ചേഴ്സ്, 6 lakh 6% ഡിബഞ്ചേഴ്സും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാണ്, 2 lakh ആണ്. ഇതിന് നമ്മൾ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്, ടോട്ടൽ എക്വിറ്റി ഷെയർസ് ആണ്, അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല. ഇനി സെക്കൻഡ് കേസിൽ എത്രയാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, 4 lakh. 4 lakhൻ്റെ 5% ഇൻട്രസ്റ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് 20,000. ഓക്കെ, ഇനി തേർഡ് കേസിൽ എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്,
6 lakh into 6%, that is 36,000. So ഇപ്പോൾ earnings available to equity shareholders എത്രയാണ്? ഇൻട്രസ്റ്റ് ലെസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് 2 lakh, ഇവിടെ ഇൻട്രസ്റ്റ് 20,000 ലെസ് ചെയ്താൽ 1,80,000 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 1,64,000. സോ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്രയാണ്? 3 കേസിൽ 10%, 11%, 13%. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഒക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 2 lakh ഇൻറ്റു ഇക്വിറ്റി ക്യാപിറ്റൽ, അതായത് EBIT ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. So 2 lakh divided by 0.10. Otherwise you can calculate 2 lakh into 100 by 10. That is 20 lakh. Here 1,80,000 divided by 0.11. That is 16 lakh 36,363. Here 1,64,000 divided by 0.13. That is 12,61,538. Okay. So market value of equity നമ്മൾ calculate ചെയ്തു. Market value of debt, ഫസ്റ്റ് കേസിൽ മാർക്കറ്റ് ഡെപ്റ്റ് ഇല്ല, സെക്കൻഡ് കേസിൽ 4 lakh ആണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്, തേർഡ് കേസിൽ 6 lakh. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം എത്രയാണ്? ഫസ്റ്റ് കേസിൽ 20 lakh ആണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം. ഇനി സെക്കൻഡ് കേസിൽ 4 lakh പ്ലസ് 16,36,363. So 20 lakh 36,363, and here 18 lakh 61,538. So average cost of capital എത്രയാണ്? average cost of capital നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത്? EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം. നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ ചെയ്ത അതേ കാൽക്കുലേഷൻ ആണ്. EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം എത്രയാണ് വരുന്നത്? വാല്യൂ ഓഫ് average cost of capital എത്രയാണ് വരുന്നത്? EBIT divided by value of the firm. That is, in first case it is 10%, second case 9.8%, and in third case it is 10.7%. നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചിൽ പറഞ്ഞത് പ്രോപ്പർ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാനും വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. അതാണ് നമ്മൾ സെക്കൻഡ് കേസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. നമ്മൾ 4 lakh ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നുണ്ട്, 9.8% ആണ്. വാല്യൂ ഓഫ് ദ ഫേമും മാക്സിമം ഉള്ളത് സെക്കൻഡ് കേസിലാണ് അല്ലേ? പക്ഷെ തേർഡ് കേസിൽ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും, വാല്യൂ ഓഫ് ദ ഫേം ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ച്. മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ചിൽ രണ്ട് അപ്രോച്ച് പറയുന്നുണ്ട്, തിയറി ഓഫ് ഇറലവൻസും തിയറി ഓഫ് റെലവൻസും. അതിൽ തിയറി ഓഫ് ഇറലവൻസ് എപ്പോഴാണ് പറയുന്നത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സ് ആണ്. ഇഫ് ദർ ഈസ് നോ ടാക്സസ്, Modigliani and Miller approach suggests theory of irrelevance that is similar to net operating income approach. ഈ theory of irrelevance net operating income approachന് സെയിം ആണ്. അതായത് net operating income approach നമ്മൾ എന്താണ് പറഞ്ഞത്? capital structure decisions does not affect the value of the firm and cost of equity capital. അതുതന്നെയാണ് theory of irrelevanceലും പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണ് പറയുന്നത്? ഇക്വിറ്റിനേക്കാളും ചീപ്പർ ആയിട്ടുള്ള സോഴ്സാണ് ഡെപ്റ്റ് എങ്കിലും കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫൈനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യും. സോ ദെർഫോർ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ഇൻക്രീസ്. അതാണ് ഒരു റീസൺ പറയുന്നത്. ഓക്കെ, തിയറി ഓഫ് ഇറലവൻസിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? ദർ ആർ നോ കോർപ്പറേറ്റ് ടാക്സസ്, ദർ ഈസ് എ പെർഫെക്റ്റ് മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സ് ആക്ട് റാഷണലി, the expected earnings of all firms have identical risk features, and cutoff point of investment in the firm is capitalization rate, and risk to investors depends upon the random fluctuations of expected earnings and the possibility that the actual value of the variables may turn out to be different from the best estimate. ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എക്സ്പെക്റ്റഡ് ഏർണിങ്സിലെ റാൻഡം ഫ്ലക്ച്വേഷൻസിനെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏർണിങ്സിൽ ഉണ്ടാകുന്ന റാൻഡം ഫ്ലക്ച്വേഷനാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ഏർണിങ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. എല്ലാ ഏർണിങ്സും ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് തിയറി ഓഫ് ഇറലവൻസിൽ മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ചിൽ
assumptions. Okay, there are no corporate taxes. There is a perfect market. Investors act rationally. The expected earnings of all the firms have identical risk characteristics, and the cutoff point of investment in a firm is capitalization rate. Risk to investors depends upon random fluctuations of expected earnings, and all earnings are distributed to the shareholders. Okay. An example, the following information is available regarding Mid-Air Enterprise. Mid-Air currently has no debt. It is an all-equity company. An expected EBIT is 24 lakh. And EBIT is not expected to increase overnight. So Mid-Air is in no growth situation. So there are no taxes, so the tax rate is 0%. Mid-Air pays out all income as dividends. Equity shareholders ella earnings distribute ചെയ്യുന്നത്. If Mid-Air begins to use debt, it can borrow at the rate 8%. അവർ ഡെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 8% ഇൻട്രസ്റ്റിലായിരിക്കും. ദിസ് ബോറോയിങ് റേറ്റ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ്. അത് എത്ര എമൗണ്ട് ആണ് റേസ് ചെയ്യുന്നതെങ്കിലും 8% ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. So the risk of Mid-Air asset and thus its EBIT is such that its shareholders require a rate of return 12%. Cost of equity, അതായത് capitalization rate എത്രയാണ് പറയുന്നത് 12%. If no debt is used, debt ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ equity capitalization rate 12% ആണ്. So using model without corporate taxes and assuming the debt of 1 crore, you are required to determine the firm's total market value, determine the firm's value of equity, and determine the firm's leverage cost of equity. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്ട്, ഫേംസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഉണ്ട്, ആൻഡ് ലിവറേജ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻസ് ഉപയോഗിക്കും? നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ യൂസ് ചെയ്ത അതേ ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കുക. അപ്പം വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? EBIT ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. സോ EBIT എത്രയാണ്? 24 ലാക്ക് തന്നിട്ടുണ്ട്. 24 ലാക്ക് ഇസ് ദ EBIT. And equity capitalization rate is 12%. Debt യൂസ് ചെയ്യുന്നില്ലെങ്കിൽ equity capitalization rate 12% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So 24 lakh divided by 0.12, that is 2 crore will be the value of the firm. So market value of equity എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന? total value of the firm minus market value of debt. നമ്മൾ 1 crore debt യൂസ് ചെയ്യുകയാണെങ്കിൽ market value of equity എത്രയാണ്? 2 minus 1, 2 crore minus 1 crore, that is 1 crore. So market value of equity is 1 crore. അത് നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി 1 crore. ഓക്കെ. ആൻഡ് ഫേംസ് ലിവറേജ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പ്ലസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ലിവറേജ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ലിവറേജ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Cost of equity plus cost of equity minus cost of debt. Cost of equity എത്രയാണ് ഇവിടെ? 12%. Cost of equity, debt cost എത്രയാണ്? 8% ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണ്. നമ്മൾ cost of equity, cost of debt ഇവിടെ പറഞ്ഞിട്ടുള്ളത് 8% ആണ്. So 12% minus 8%, that is 16%. Firm's leverage cost of equity is 16%. 12% minus 8% plus 12%, that is 16%. Okay. Like this, you have to calculate firm's leverage cost of equity. Leverage cost of equity is calculate in the cost of equity plus cost of equity minus cost of debt. Cost of debt നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എത്ര എമൗണ്ട് റേസ് ചെയ്യുകയാണെങ്കിലും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 8% ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ. മില്ലർ അപ്രോച്ചിന്റെ സെക്കൻഡ് അപ്രോച്ച് എന്താണ്? തിയറി ഓഫ് റെലവൻസ് ആണ്. എന്താണ് ഇതിൽ അസ്യൂം ചെയ്യുന്നത്? കോർപ്പറേറ്റ് ടാക്സസ് ആർ അസ്യൂംഡ് ടു എക്സിസ്റ്റ്. കോർപ്പറേറ്റ് ടാക്സസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്രോച്ചിൽ എന്താണ് മോഡിക്ലൈൻ ആൻഡ് മില്ലർ പറയുന്നത്? ദ യൂസ് ഓഫ് ഡെപ്റ്റ് will increase the value of the firm and it will decrease the cost of capital. Debt financing യൂസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യാനും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ്
ഈ അപ്രോച്ചിൽ പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു നെറ്റ് ഇൻകം അപ്രോച്ച്. ഇതിൽ എന്താണ് അതിൻ്റെ റീസൺ പറയുന്നത്? ടാക്സ് ലിവറേജ് ആണ്. നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ചാർജസിൻ്റെ ടാക്സ് ബെനിഫിറ്റ് കാരണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുന്നതാണ് ഈ അപ്രോച്ചിൽ മോഡിഗ്ലാനി ആൻഡ് മില്ലർ പറയുന്നത്. സോ the optimum capital structure can be achieved by maximizing the debt mix in the equity of a firm. ഇവിടെ എങ്ങനെയാണ് വാല്യൂ ഓഫ് ദ ഫേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം ആണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അൺലിവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്യാത്ത ഫേം. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. ഇങ്ങനെയാണ് അൺലിവേർഡ് ഫേമിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി വാല്യൂ ഓഫ് ലിവേർഡ് ഫേം, ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്യുന്ന ഫേമിൻ്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വാല്യൂ ഓഫ് ലിവേർഡ് ഫേം ഈക്വൽ ടു വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം പ്ലസ് ടാക്സ് റേറ്റ് ഇൻറ്റു എമൗണ്ട് ഓഫ് ഡെപ്റ്റ്. ഇതെന്താണ്? ടാക്സ് റേറ്റ് ഇൻറ്റു എമൗണ്ട് ഓഫ് ഡെപ്റ്റ്. TD is the discounted present value of tax saving. Tax saving ന്റെ discounted present value ആണ് TD എന്ന് പറയുന്നത്. Tax rate into amount of debt. Okay, so we will see a next here. In first problem, a company has earnings before interest and taxes rupees 1 lakh. It expects return on its investment rate of 12.5%. So you are required to find total value of the firm according to Modigliani and Miller theory. ഇവിടെ നമുക്ക് ടാക്സ് റേറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ഫസ്റ്റ് അപ്രോച്ച് ആണ് വരിക. അപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം ഫസ്റ്റ് അപ്രോച്ചിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? EBIT ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. EBIT എത്രയാണ്? 1 lakh. ഇവിടെ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുള്ളത് 12.5 ആണ്. സോ 1 lakh ഡിവൈഡഡ് ബൈ 0.125 ഈസ് ഈക്വൽ ടു rupees 8 lakh. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ തിയറി ഓഫ് ഇറലവൻസിൽ നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി സെക്കൻഡ് പ്രോബ്ലത്തിൽ ദർ ആർ 2 firms X and Y, and here X does not use any debt financing. X debt financing യൂസ് ചെയ്യുന്നില്ല. So it is a unlevered firm. Okay. While Y has 1 lakh 5% debenture in its financing. Y 1 lakh debenture യൂസ് ചെയ്യുന്നുണ്ട്. So it is a levered firm. Y is the levered firm. Okay. So both the firms have earnings before interest and tax 25,000. രണ്ട് ഫേമിനും EBIT 25,000 ആണ്. Equity capitalization rate 10%. So assuming the corporation tax rate of 50%, tax rate 50% assume ചെയ്തിട്ട് value of the firm calculate ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. So value of the unlevered firm എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ EBIT divided by overall cost of capital into 1 minus tax rate. So EBIT എത്രയാണ് ഇവിടെ? 25,000 ആണ്. 25,000 divided by equity capitalization rate എത്രയാണ്? 10%. So 25,000 divided by 0.10 into 1 minus tax rate, that is 1 minus 0.5, it is 0.5. So the value will be 1,25,000. Value of unlevered firm is 1,25,000. So now we will calculate the market value of Y, that is levered firm. Debt financing 1 lakh ആണ് യൂസ് ചെയ്യുന്നത്. So എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം പ്ലസ് ടാക്സ് റേറ്റ് ഇൻറ്റു എമൗണ്ട് ഓഫ് ഡെപ്റ്റ്. സോ അൺലിവേർഡ് ഫേമിൻ്റെ വാല്യൂ എത്രയാണ്? 1,25,000. 1,25,000 പ്ലസ് 0.5 ടാക്സ് റേറ്റ് ഇൻറ്റു 1 lakh ഡെപ്റ്റ് ഫൈനാൻസിങ്ങിൻ്റെ എമൗണ്ട്. So it is 1,25,000 plus 50,000. Value of levered firm, that is value of Y is 1,75,000. Okay. Factors determining the capital structure. The first one is financial leverage or trading on equity. Financial leverage എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് യൂസ് ചെയ്യുന്നതിനാണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഇക്വിറ്റി ഷെയർസിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതിനാണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. So, and the second one is growth and stability of sales. ഒരു ഫേമിൻ്റെ growth and stability of sales. And third one is cost of capital. ആ ഫേമിൻ്റെ required rate of return എത്രയാണെന്നുള്ളത്. And fourth one is risk. അപ്പോൾ നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് ഫൈനാൻസ് ചെയ്യുമ്പോഴും റിസ്ക് ഉണ്ടാകും. അപ്പോൾ ഓരോ സോഴ്സിൻ്റെ റിസ്ക് ഫാക്ടർ എത്രയാണ്, ബിസിനസ് റിസ്ക് എത്രയാണ്, ഫൈനാൻഷ്യൽ റിസ്ക് എന്താണെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ. And fifth one is cash flow ability to service debt. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള
ഫണ്ട് ക്യാഷ് ഫ്ലോ എബിലിറ്റി ഫേമിന് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. 6th വൺ ഈസ് നാച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഫേം. ഫേമിൻ്റെ നാച്ചറും സൈസും പിന്നെ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് എത്രയാണെന്നുള്ളത്. നമ്മൾ ഒരു ഫേമിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ആ ഫേമിൻ്റെ റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ട്സും ഇൻക്രീസ് ചെയ്യും. സോ നാച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഫേം is a factor to determine capital structure. And the 7th one is control. So whenever additional data are required by a firm, the management of the firm wants to raise the funds without any loss of control. കൂടുതൽ ഫണ്ട് അക്വയർ ചെയ്യുമ്പം ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും നോക്കുക അവരുടെ കൺട്രോൾ ഡൈല്യൂട്ട് ആവാണ്ടിരിക്കാനാണ്. കൂടുതൽ ഫണ്ട് റിക്വയർ ചെയ്യുമ്പോൾ അത് ഡെപ്റ്റ് ഫൈനാൻസിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ കൺട്രോൾ ഡൈല്യൂട്ട് ആവുന്നില്ല. അവർക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഹോൾഡേഴ്സിന് അവിടെ കൺട്രോളിൽ പാർട്ടിസിപ്പേഷൻ കിട്ടുന്നില്ല. പക്ഷെ കൂടുതൽ ഇക്വിറ്റി വെച്ച് ഫൈനാൻസ് ചെയ്യുമ്പം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺട്രോൾ ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. So that is a determining factor for the capital structure. And the 8th one is flexibility. എപ്പോഴും ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒരു ചേഞ്ചസ് വരുമ്പോൾ അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി ഫ്ലെക്സിബിൾ. ആൻഡ് 9th വൺ ഈസ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. 10th വൺ ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ്. മാർക്കറ്റ് കണ്ടീഷൻസ്, റിസഷൻസ്, ബൂംസ്, ഇതൊക്കെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഫാക്ടേഴ്സ് ആണ്. ആൻഡ് 11th വൺ ഈസ് അസറ്റ് സ്ട്രക്ചർ. ഒരു ഫേമിൻ്റെ asset structure, the liquidity and the composition of assets should also be kept in mind while selecting the capital structure. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അസറ്റ്സിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനും അതിൻ്റെ കോമ്പോസിഷൻ ഓഫ് അസറ്റ്സ് ഒക്കെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യണം. ആൻഡ് 12 ഇറ്റ് ഈസ് പർപ്പസ് ഓഫ് ഫൈനാൻസിങ്. എന്താണ് നമ്മൾ ഫൈനാൻസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്നുള്ളത്. The funds required for a productive purpose, debt financing is suitable. The company should issue debentures as interest can be paid out of profits generated from the investment. നമ്മളിപ്പം ഒരു പ്രോജക്റ്റിന് വേണ്ടി ഫൈനാൻസ് ചെയ്യുമ്പം ആ പ്രോജക്റ്റിൻ്റെ പർപ്പസ് എന്താണ്, ആ പ്രോജക്റ്റിൻ്റെ റിട്ടേണിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പീരീഡ് ഓഫ് ഫൈനാൻസ്. എത്ര പീരീഡിനാണ് നമ്മൾ ഫൈനാൻസ് ചെയ്യുന്നത്. ഷോർട്ട് ടേം പീരീഡ്സിനാണെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. ലോങ് ടേം ആണെങ്കിൽ നമുക്ക് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്, ഇക്വിറ്റി ഫൈനാൻസിങ് ഒക്കെ യൂസ് ചെയ്യാം. സോ ദ പീരീഡ് ഓഫ് ഫൈനാൻസ് ഷുഡ് ബി അനലൈസ്ഡ് ബിഫോർ ടേക്കിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്. ആൻഡ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ. So it is, although it is not very significant, yet the cost of flotation or various kinds of security should be also considered while raising funds. ഫ്ലോട്ടേഷൻ കോസ്റ്റ് വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിലും നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യണം. ആൻഡ് 15th വൺ പേഴ്സണൽ കൺസിഡറേഷൻസ്. So personal considerations and abilities of management will have the final say on the capital structure of a firm. So managements which are experienced and are very enterprising do not hesitate to use more of debt in their financing as compared to the less experienced and conservative management. Personal considerations എന്താണ് പറയുന്നത്, മാനേജ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സും ഷെയർ ഹോൾഡേഴ്സും ഒക്കെ ആകുമ്പം അവർക്ക് ഡെപ്റ്റ് ഫൈനാൻസിങ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. അവർക്ക് അത് ഫിക്സഡ് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള പേഴ്സണൽ കൺസിഡറേഷൻസും ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ദ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഓരോ ഫണ്ട് റേസ് ചെയ്യുമ്പം അതിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ദറ്റ് ഈസ് ക്യാപിറ്റൽ ഗിയറിംഗ്. ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വിറ്റി ക്യാപിറ്റലും ലോങ് ടേം ഡെപ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇക്വിറ്റി വേഴ്സസ് ഡെപ്റ്റ്. So in simple words, capital gearing means ratio between various types of securities in the capital structure. ഒരു capital structureൽ various securities തമ്മിലുള്ള റേഷ്യോസിനെയാണ് നമ്മൾ capital gearing എന്ന് പറയുന്നത്. ഹൈ ഗിയർ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊപ്പോർഷനേറ്റ്ലി ലാർജർ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന ഫേംസിനെയാണ് നമ്മൾ ഹൈ ഗിയർ എന്ന് പറയുന്നത്. ലോ ഗിയർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ്ലി
larger equity shares ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ലോ ഗിയർ എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷനേറ്റ്ലി ലാർജർ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും they were using, and in case of high gear they were using proportionately higher amount of debentures and preference shares. Okay, so capital gearing എന്ന് പറഞ്ഞാൽ it is the proportion of securities within the capital structure. Various securities in the capital structure പ്രൊപ്പോർഷനെയാണ് നമ്മൾ capital gearing എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഒരു ബെറ്റർ എഫക്റ്റീവ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ബെനിഫിറ്റ് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ ഗിയർ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ഫൈനാൻഷ്യൽ റിസ്ക് ആയിട്ട് മാറാം. ലോ ഗിയർ ആകുമ്പോൾ മേ ബി ദേ വോണ്ട് യൂസ് ദ benefits of financial leverage. So there should be a proper capital gearing ratio should be maintained in a firm. Okay. Mechanics and practices of dividend payment. Dividend decisions എന്താണ്? Decisions related to dividend payment. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേയ്മെൻറ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസിനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. So value of the firm can be maximized if the shareholders' wealth is maximized. ഷെയർഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ദ ഫേമും ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് തന്നെ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് irrelevance concept of dividend or theory of irrelevance, and the second one is the relevance concept of dividend and theory of relevance. So first we will see what is the irrelevance concept of dividend and theory of irrelevance. So first approach is residual approach. According to this theory, dividend decision has no effect on the wealth of the shareholders or the price of the shares. So hence it is irrelevant so far as the valuation of the firm is concerned. Residual approach il endanu parayunnathu, wealth of the shareholders dividend decisions ന്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള എഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. So dividend decision has no effect on wealth of shareholders and the price of the shares. So hence it is irrelevant so far as valuation of the firm concerned. ഡിവിഡൻഡ് ഡിസിഷൻസും ഫേംസിൻ്റെ വാല്യൂവും തമ്മിൽ യാതൊരു തരത്തിലുള്ള റിലേഷനും ഇല്ല എന്നുള്ളതാണ് റെസിഡ്യൂവൽ അപ്രോച്ചിൽ പറയുന്നത്. സോ ഡിവിഡൻഡ് ഡിസിഷൻസ് ഹാസ് നോ എഫക്റ്റ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഫേം. ഓക്കെ, ആൻഡ് ദ ഡിസിഷൻസ് ടു പേ ഡിവിഡൻസ് ഓർ റിറ്റെയിൻ ദ ഏർണിങ്സ് മേ ബി ടേക്കൺ ആസ് റെസിഡ്യൂവൽ ഡിസിഷൻസ്. ഇതാണ് റെസിഡ്യൂവൽ അപ്രോച്ചിൽ പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ അണ്ടർ irrelevance concept is Modigliani and Miller approach. So Modigliani and Miller have expressed in the most comprehensive manner in support of the theory of irrelevance. They maintain that dividend policy has no effect on the market price of the shares, and the value of the firm is determined by the earning capacity of the firm and investment policy. Modigliani and Miller approach il parayunnathu ഡിവിഡൻഡ് ഡിസിഷൻസിനും വാല്യൂ ഓഫ് ദ ഫേം, അതല്ല ഫേമിൻ്റെ മാർക്കറ്റ് പ്രൈസുമായിട്ട് യാതൊരു തരത്തിലുള്ള എഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. ഡിവിഡൻഡ് പോളിസിക്ക് ഫേമിൻ്റെ മാർക്കറ്റ് ഷെയറുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഇല്ല. ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം എന്താണ് വാല്യൂ ഓഫ് ദ ഫേം ഡിറ്റർമിൻ ചെയ്യുന്നത്? ഈ ഫേമിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ് വാല്യൂ ഓഫ് ദ ഫേം ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചിൽ പറയുന്നത്. മനസ്സിലായല്ലോ? രണ്ട് അപ്രോച്ചാണ്, റെസിഡ്യൂവൽ അപ്രോച്ചും മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചും. രണ്ടിലും ഇറലവൻസ് തന്നെയാണ് പറയുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻസ് ഹാസ് നോ എഫക്റ്റ് ഓൺ വാല്യൂ ഓഫ് ദ ഫേം. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് അവർ കോംപ്രിഹെൻസീവ് ആയിട്ട് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് പോളിസിക്ക് വാല്യൂ ഓഫ് ദ ഫേം അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയറിനെ യാതൊരു തരത്തിലും ഡിവിഡൻഡ് പോളിസിയെ എഫക്റ്റ് ചെയ്യുന്നില്ല. പകരം വാല്യൂ ഓഫ് ദ ഫേം ഡിറ്റർമിൻ ചെയ്യുന്നത് ഏർണിംഗ് കപ്പാസിറ്റിയും ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ്. ഓക്കെ. Assumptions of MCOM hypothesis. Perfect capital markets, investors are rational, there are no transaction costs, securities are infinitely divisible, and no investor is large enough to influence the market price of securities, and there are no flotation costs, there are no taxes, and there are no difference in tax rates between capital gains and dividends, and a firm has a fixed investment policy which will not change over a period of time. So these are the assumptions of MCOM hypothesis. നിങ്ങൾ അസംഷൻസ് പഠിക്കാനും തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അസംഷൻസും MCOM അപ്രോച്ച് എന്താണെന്ന് എഴുതേണ്ടി വരും. അപ്പം അസംഷൻസ് പഠിച്ചു വെക്കുക. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? P0 equal to
D1 plus P1 divided by 1 plus KE. KE എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ചപ്പോൾ പറഞ്ഞു. And D1 dividend to be received at the end of the period, and P1 market price per share at the end of the period. So P0 is market price per share at the beginning of the period. ഇങ്ങനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദ വാല്യൂ ഓഫ് P1 ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ ദ എബോവ് ഇക്വേഷൻ ആസ് അണ്ടർ. P0 നമുക്ക് P1 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? P0 into 1 plus KE minus D1. P0 into 1 plus KE minus D1. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊരു എക്സാമ്പിൾ നോക്കാം. Relevance concept of dividend and theory of relevance. ഇതിന്റെ ബേസിക് ഐഡിയ എന്താണ്? ഡിവിഡൻഡ് ഡിസിഷൻസ് വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് റെലവൻസ് കൺസെപ്റ്റിൽ പറയുന്നത്. സോ ദ അതർ സ്കൂൾ ഓഫ് തോട്ട് ഓൺ ഡിവിഡൻഡ് ഡിസിഷൻസ് ഹോൾഡ്സ് ദാറ്റ് ദ ഡിവിഡൻഡ് ഡിസിഷൻസ് കൺസിഡറബിളി എഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം. So advocates of this school thought include Myron Gordon and John Linder, James Walter and Richardson. According to them, dividends communicate information to the investors about the firm's profitability, hence dividend decisions become relevant. ഇവരുടെ സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം അവർ പറയുന്ന ഡിവിഡൻഡ് ഡിസിഷൻസ്, അതായത് ഡിവിഡൻഡ് ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ചും വാല്യൂ ഓഫ് ദ ഫേമിനെ കുറിച്ചും ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പം ഒരു ഇൻവെസ്റ്റർ പുറത്ത് നോക്കുമ്പോൾ ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് നോക്കിയിട്ട് ആ ഫേമിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, എത്രത്തോളം പ്രോഫിറ്റ് അവർക്ക് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും എന്നുള്ളത് അവർ ഇൻവെസ്റ്റേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഡിവിഡൻഡ് ഡിസിഷൻസിന് വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിവിഡൻഡ് ഡിസിഷൻസ് വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് റെലവൻസ് കൺസെപ്റ്റിൽ പറയുന്നത്. ഇതിൽ നമ്മൾ രണ്ട് അപ്രോച്ചാണ് പഠിക്കുന്നത്, വാൾട്ടേഴ്സ് അപ്രോച്ചും ഗോർഡൻസ് അപ്രോച്ചും. എന്താണ് പറയുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഏൺഡ് ബൈ ദ ഫേം ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ ഡിറ്റർമിനിങ് ദ ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഫേമിൻ്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ആൻഡ് ദിസ് സബ്സേർവ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് മാക്സിമൈസിങ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഈ ഡിവിഡൻഡ് പോളിസി ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് പോളിസി എന്ത് ചെയ്യുന്നുണ്ട്? ഈ അൾട്ടിമേറ്റ് ഗോളായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. So Professor Walter model is based on the relationship between the firm's return on investment and the cost of capital, that is required rate of return. ഇനി വാൾട്ടേഴ്സ് മോഡലിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? The investments of the firm are financed through retained earnings only and the firm does not use external sources of fund. എന്താണ് പറഞ്ഞത്? ഫേം റീറ്റെയിൻഡ് ഏർണിങ്സ് വെച്ചിട്ടാണ് ഫൈനാൻസ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഫണ്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആൻഡ് the second one is the internal rate and the cost of capital of the firm are constant. Internal rate of return cost of capital remains constant and earnings and dividend do not change while determining the value, and the firm has a very long. എന്താണ് പറയുന്നത്? ഡിവിഡൻസ് ഡിസിഷൻസ് വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്ട് ചെയ്യുന്നതെന്നാണ്. ഇതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? ദ ഫേം ഈസ് ആൻ ഓൾ ഇക്വിറ്റി ഫേം. ഇക്വിറ്റി ഫേമാണ്, കംപ്ലീറ്റ്ലി ഇക്വിറ്റി ഫേമാണ്. നോ എക്സ്റ്റേണൽ ഫൈനാൻസിങ് ഈസ് അവൈലബിൾ ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് റെപ്രസെൻറ്റ് ഓൺലി സോഴ്സ് ഓഫ് ഫൈനാൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് ഫൈനാൻസ് ചെയ്യാൻ റീറ്റെയിൻഡ് ഏർണിങ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദ ഫേം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് റിട്ടൻഷൻ റേഷ്യോ once decided upon is constant. ഒരു വട്ടം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടൻഷൻ റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ദസ് ഗ്രോത്ത് ഓഫ് റേറ്റ് ഈസ് ആൾസോ കോൺസ്റ്റൻറ്റ്. ഗ്രോത്ത് ഓഫ് റേറ്റും കോൺസ്റ്റൻ്റ് ആണ്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ദ ഫേം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ദ ഫേംസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രോത്ത് റേറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗ്രോത്ത് റേറ്റിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ആൻഡ് ദ ഫേം ഹാസ് പെർപെച്വൽ ലൈഫ് and corporate taxes do not exist. Okay, these are the assumptions of Gordon's approach. Of all three approaches, നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കി approach. Approachൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Approachൽ ഒരു പ്രോബ്ലം തന്നിട്ടുള്ളത് ABC Limited belongs to a risk class and for which the appropriate capitalization rate is
10%. Capitalization rate 10% ആണ്, and it is currently has outstanding 5,000 shares selling at rupees 100 each, and firm is contemplating the declaration of dividend rupees 6 per share and the end of the current financial year. So the company expects to have net income of rupees 50,000 and as a proposal for making new investment of 1 lakh. So under MM hypothesis, the payment of dividend does not affect the value of the firm. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്താണ് പഠിച്ചത്, അതായത് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർസ് ആകുമ്പോൾ നമ്മൾ പ്രൈസ് ഓഫ് ദ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാണ് എന്താണ് ഇക്വേഷൻ പഠിച്ചത്, P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷനിലോട്ട് ഈ വാല്യൂസ് തന്ന വാല്യൂസിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ P0 എന്താണ് 100ലാണ് ഈ ഷെയർസ് സെല് ചെയ്യുന്നത്. അപ്പം P0 എന്താണ് 100 ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 100 ആണ്. സോറി, പ്രീവിയസ് മാർക്കറ്റ് പ്രൈസ് 100 ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് P1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പം 100 ഇൻറ്റു 1 പ്ലസ് KE എത്രയാണ് 10%. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. ക്യാപിറ്റലൈസേഷൻ റേറ്റ് 10% തന്നിട്ടുണ്ട്. സോ 1 പ്ലസ് 0.10 മൈനസ് D1 എത്രയാണ് rupees 6 ആണ്. കറണ്ട് ഡിവിഡൻഡ് എത്രയാണ് rupees 6 ആണ് പറഞ്ഞിട്ടുള്ളത്, മൈനസ് 6. എത്രയാണ് ഇത് ആൻസർ വരുന്നത് rupees 104. അപ്പം മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് 104 ആണ്. ഓക്കെ, ആൻഡ് ദ നമ്പർ ഓഫ് ഷെയർസ്, ഇനി നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. നമ്മൾ 1 lakh പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് M ഈക്വൽ ടു 1 ഇൻറ്റു E മൈനസ് N D1 ഡിവൈഡഡ് ബൈ P1, ദാറ്റ് ഈസ് 1 lakh. 1 lakh ആണ് നമ്മൾ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. 1 lakh മൈനസ് ഏർണിങ്സ് എത്രയാണ്, E എന്ന് പറയുന്നത് ഏർണിങ്സ് ആണ്. ഏർണിങ്സ് എത്രയാണ് 50,000 മൈനസ് നമ്പർ ഓഫ് ഷെയർസ്. കറൻ്റ്ലി ഹാസ് ഔട്ട്സ്റ്റാൻഡിങ് 5,000 ഷെയർസ് എന്ന് പറഞ്ഞത്. കറൻ്റ്ലി നമുക്കുള്ളത് 5,000 ഷെയർസ് ആണ്. കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഷെയർസ് നമ്പർ ഓഫ് ഷെയർസ് 5,000. ഇവിടെ ഈ N നമ്പർ ഓഫ് ഷെയർസ് ആണ്. നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു D1 6. D1 എത്രയാണ് 6 ഡിവൈഡഡ് ബൈ 104. 104 എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ടു ബി 80,000 ഡിവൈഡഡ് ബൈ 104. 80,000 divided by 104, ഇതാണ് number of shares to be issued. Okay, so now we have to calculate the value of the firm. How we will calculate? N P0 equal to N plus M into P1 minus I minus E. So the number of shares is 5,000. M എന്താണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് 80,000 divided by 104 into 104. P1 104 ആണ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത്, മൈനസ് 1 lakh ഇൻവെസ്റ്റ്മെൻറ്റ്. ഐ നമ്മൾ എത്രയാണോ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് 1 lakh മൈനസ് ഏർണിങ്സ് എത്രയാണ് 50,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് KE, ദാറ്റ് ഈസ് 1 പ്ലസ് 0.10. സോ ദ ആൻസർ വാല്യൂ ഓഫ് ദ ഫേം വിൽ ബി rupees 5 lakh. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എന്താണ്, വാല്യൂ ഓഫ് ദ ഫേം വെൻ ഡിവിഡൻസ് ആർ പെയ്ഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി വാല്യൂ ഓഫ് ദ ഫേം വെൻ ഡിവിഡൻസ് ആർ നോട്ട് പെയ്ഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ സെയിം ഇക്വേഷനിൽ D1 0 ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുന്നത്, P1ൻ്റെ വാല്യൂ 110. സെയിം ഇക്വേഷൻസ് ആണ്, നമ്മൾ സെയിം വാല്യൂസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഡിഫറൻസ് എന്താണ് വരുന്നത്, ഈ D1 0 ആയിരിക്കും, ഡിവിഡൻറ്റ് 0 ആയിരിക്കും, കാരണം ഡിവിഡൻസ് പേ ചെയ്യുന്നില്ല. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ് കിട്ടുന്നത് rupees 110. ആൻഡ് നമ്പർ ഓഫ് ഷെയർസോ, ഇവിടെ ഡിവിഡൻറ്റ് 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്രയാണ് വരിക 50,000 ഡിവൈഡഡ് ബൈ 110 ആണ് നമുക്ക് ഇത് വരുന്നത്, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് 50,000 ഡിവൈഡഡ് ബൈ 110. ഇനി നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ എന്താണ് ഡിഫറൻസ് വരുന്നത്, ഈ വാല്യൂസ് രണ്ടും മാറി.
കറണ്ട് മാർക്കറ്റ് പ്രൈസ് മാറി, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡും മാറി. അപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വാല്യൂ വരുന്നത്? ഇവിടെ ₹5 lakh തന്നെയാണ് കിട്ടുന്നത്. സോ value of the firm when dividends are paid also ₹5 lakh, and value of the firm when dividends are not paid, that is also ₹5 lakh. So hence whether the dividends are paid or not, value of the firm remains the same. Dividend pay ചെയ്താലും dividend pay ചെയ്തില്ലെങ്കിലും ഈ അപ്രോച്ച് പ്രകാരം വാല്യൂ ഓഫ് ദ ഫേം സെയിം ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന വോൾട്ടേഴ്സ് മോഡലിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പർട്ടിക്കുലേഴ്സ് വന്നിട്ടുള്ള? ക്യാപിറ്റലൈസേഷൻ റേറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%, ഏർണിംഗ് പെർ ഷെയർ 50, റേറ്റ് ഓഫ് റിട്ടേൺ എത്രയൊക്കെ 12%, 8%, 10%. അപ്പോൾ നമ്മൾ ഈ 3 കേസിലും കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. ഇനി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നമുക്ക് എത്ര കേസ് വന്നിട്ടുണ്ട്? 0%, 20%, 40%, 80%, 100%. അപ്പോൾ ഇത്രയും കേസ് ചെയ്തിട്ട് നമ്മൾ ഇത് ഡിവിഡൻഡ് പോളിസി വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യണം. സോ എന്താണ് ഇക്വേഷൻ? P = D/KE. D എന്താണ്? ഡിവിഡൻഡ്, KE കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, R എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, E ഏർണിങ്സ്, D ഡിവിഡൻഡ് അഗെയിൻ, and KE cost of capital. So we will substitute these values in this equation. അപ്പോൾ നമ്മൾ 3 കോളം ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ 12% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് കോളത്തിൽ ചെയ്യുന്നത്, 8% ആണ് സെക്കൻഡ് കോളത്തിൽ, ആൻഡ് 10% ആണ് തേർഡ് കോളത്തിൽ. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്? വെൻ ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് 0. നമ്മൾ ഡിവിഡൻഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. KE എന്താണ്? 0.10 പ്ലസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 12% ആണ്, അപ്പം 0.12 ഇൻറ്റു 50 എന്താണ്? ഏർണിങ്സ് പെർ ഷെയർ 50 മൈനസ് 0 ഡിവൈഡഡ് ബൈ 0.10 ഡിവൈഡഡ് ബൈ 0.10. അപ്പം എന്താണ് വാല്യൂ ഓഫ് ദ ഫേം വരിക? ₹600. ഇനി 8% കേസിലാവുമ്പം ഇവിടെ എന്താണ് ഡിഫറൻസ് വരുന്നത്? ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റിൽ മാത്രമാണ് വരുന്നത് 0.08, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ₹400. 10% ആകുമ്പോൾ ഇവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ആവും? 0.10 ആയിരിക്കും. അപ്പം ₹500. ഓക്കെ, ഇനി വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് 20%. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഏർണിംഗ് പെർ ഷെയർ എത്രയാണ്? 50. ഈ ഏർണിംഗ് പെർ ഷെയറിൻ്റെ 20% ആണ് നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അപ്പോൾ 50ൻ്റെ 20% എത്ര വരും? 20 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100, 10 വരും. അപ്പം ഈ കേസിൽ ഡിവിഡൻഡ് എത്രയാണ്? 10 ആണ്. ഓക്കെ, സോ ഇവിടെ എത്രയാണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 12% ആണ്. ഫസ്റ്റ് കോളത്തിൽ 12% ആണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 0.10 ഡിവൈഡഡ് ബൈ 0.12 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു 50 മൈനസ് 10. 50 10 ഡിവിഡൻഡും 50 ഏർണിങ്സും ഡിവൈഡഡ് ബൈ 0.10. ദ ആൻസർ വിൽ ബി ₹580. Okay, and in case of 8% it will be ₹420, and in case of 10% it is for ₹500. So likewise we will calculate the next case. It is payout ratio is 40%. So the dividend will be 40% of the ₹50. 40% of ₹50. How much it is? It is 20. So the dividend will be 20 in this case. So the answer will be ₹560 in 12% return on investment, 8% ₹440, and 10% എത്ര ആയിരിക്കും? ₹500. So likewise again we will calculate the 80% and 100%. 100% ഡിവിഡൻഡ് എത്ര ആയിരിക്കും? 50 തന്നെ ആയിരിക്കും. ഏർണിംഗ് പെർ ഷെയർ 50 ആണ്. 100% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് 50 നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് പേ ഔട്ട് ചെയ്യാണ്. സോ 50 will be dividend. So how we will now we will evaluate the result. So the first R greater than K ആകുമ്പോൾ return on investment cost of capitalനെക്കാളും കൂടുതലാവുമ്പം എന്താണ് നമുക്ക് ആൻസർ വരുന്നത്? So the company should retain the profit. Company profit എന്ത് ചെയ്യണം? retain ചെയ്യണം. Okay, so the value of the firm is 600. ഇവിടെ 12% ആണ് return on investment. 12% ആകുമ്പോൾ value of the firm എന്ത് ചെയ്യുന്നുണ്ട്? Value of the firm is ₹600, ₹580, ₹560, and ₹520. ഇവിടെയാണ് നമുക്ക് കൂടുതൽ വാല്യൂ വരുന്നത്. മാർക്കറ്റ് പ്രൈസ് കൂടുതൽ എപ്പോഴാണ്?
റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുമ്പോഴാണ്. ഓക്കെ, ആൻഡ് ഇവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കുറയുമ്പോൾ, അതായത് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് 10%, ഇവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 8%. അപ്പം വാല്യൂ ഓഫ് ദ ഫേം എന്താണ്? വാല്യൂ ഓഫ് ദ ഫേം നേരത്തേനേക്കാളും കുറവാണ്. സോ ദ പേ ഔട്ട് ഷുഡ് ബി ഹൈ. സോ പേ ഔട്ട് എന്തായിരിക്കണം? പേ ഔട്ട് കൂടുതലായിരിക്കണം. ഓക്കെ, വാല്യൂ ഓഫ് ദ ഫേം ഇവിടെ കുറയാണ്. പേ ഔട്ട് കൂടുമ്പോൾ ഇവിടെ വാല്യൂ ഓഫ് ദ ഫേം കുറയുന്നുണ്ട്. ഇനി സെയിം ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാവുമ്പോൾ എന്താണ്? ഡിവിഡൻഡ് പേ ഔട്ട് ഡസ് നോട്ട് എഫക്ട് ദ പ്രൈസ് ഓഫ് ദ ഷെയർ. R=K ആവുമ്പോൾ അത് ഡിവിഡൻഡ് പേ ഔട്ട് എന്തിനെ എഫക്ട് ചെയ്യുന്നില്ല? മാർക്കറ്റ് പ്രൈസിനെ എഫക്ട് ചെയ്യുന്നില്ല, അതായത് വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, so like this you can calculate the Walters model and evaluate your results. Okay, നമ്മൾ നോക്കുന്ന ഗോർഡൻസ് അപ്രോച്ചിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഗോർഡൻസ് അപ്രോച്ചിൽ എന്താണ് എക്സ്ട്രാ വരുന്നത്? ഗ്രോത്ത് റേറ്റും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഗോർഡൻസ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു പേ ഡിവിഡൻഡ് ₹6 and ₹6 per share next year, and the dividends are expected to grow perpetually at the rate of 9%. So what is the value of its share if the required rate of return is 15%? So what is the equation? P0 equal to D1 divided by KE minus G. ഇവിടെ ഗ്രോത്ത് റേറ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 9% തന്നിട്ടുണ്ട്. ടു ഗ്രോ പെർപെക്ച്വലി അറ്റ് റേറ്റ് ഓഫ് 9%. KE എത്രയാണ് തന്നിട്ടുള്ളത്? KE നമുക്ക് തന്നിട്ടുള്ള 15%. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 15% തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് എത്രയാണ്? 6 per ഷെയർ ആണ്. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 divided by 0.15 minus 0.09, that is 6/0.06 equal to ₹100. ഇനി വേറൊരു പ്രോബ്ലം നോക്കാം. The current price of a company share is ₹75 and the dividend per share is ₹5. And calculate the dividend growth rate if its capitalization rate is 12%. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി പഠിച്ചിട്ടുണ്ട് നമ്മൾ ഗോർഡൻസ് അപ്രോച്ചിൽ. D0 into 1 plus growth rate divided by KE minus growth rate. ഇവിടെ നമ്മൾ എന്താണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കാനുള്ള കാരണം? ഇവിടെ നമുക്ക് ഡിവിഡൻഡ് പെർ ഷെയർ 5 ഇത്ര തന്നിട്ടുള്ളത് കറണ്ട് ആണ് തന്നിട്ടുള്ളത്. കറണ്ട് മറ്റേത് നെക്സ്റ്റ് ഇയർ D1 ആണ് തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ D1 അല്ല നമുക്കുള്ള D0 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ D0 ആകുമ്പോൾ എന്താണ് ആൻസർ? എന്താണ് ഇക്വേഷൻസ് യൂസ് ചെയ്യുക നമ്മൾ? D0 into 1 plus growth rate divided by KE minus G. ഈ D0 D1 എന്താണെന്ന് മനസ്സിലായോ? D0 എന്ന് പറയുന്നത് കറണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഇയർ, അതായത് കറണ്ട് ഇയറിൽ നമ്മൾ പേ ചെയ്ത ഡിവിഡൻഡിനെയാണ് D0 എന്ന് പറയുന്നത്. D1 എന്ന് പറയുന്നത് ഇവിടെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ നോക്കുക, പെർ ഷെയർ നെക്സ്റ്റ് ഇയറിലാണ്. നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് പേ ചെയ്യുന്നു? ഈ ₹6 പേ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ഇവിടെ എന്താ ഈ ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് പെർ ഷെയർ ഇസ് ₹5, അതായത് കറണ്ട് ഇയറിൻ്റെയാണ് തന്നിട്ടുള്ളത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 75ഉം കറണ്ട് ഡിവിഡൻഡ് പെർ ഷെയർ 5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഡിഫറൻസ് മനസ്സിലാക്കുക. ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കുക. സോ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? ഗ്രോത്ത് റേറ്റ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. കാരണം നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി തന്നിട്ടുണ്ട്, 75 തന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, സോ 75 equal to 5 into 1 plus growth rate divided by 0.12 minus G. നമ്മൾ ഈ ഇക്വേഷനെ അതർ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് വരിക? ഇവിടെ 9.0 minus 75 ഗ്രോത്ത് റേറ്റ്. ഈ 9.0 എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഇക്വേഷൻ അതർ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഈ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? 5 into 1 5. ഇതിനെ നമ്മൾ ഇങ്ങനെ സെയിം ആയിട്ട് റിമൈൻ ചെയ്യാണ്. ഈ മുകളിലുള്ള പാർട്ടിനെ നമ്മൾ സെയിം ആയിട്ട് റിമൈൻ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യും. 5 into 1 5 ആൻഡ് 5 into G, ദാറ്റ് ഈസ് 5G. അപ്പം 5 plus 5G ആയിരിക്കും ഇവിടെ നമ്മൾ സെയിം ആയിട്ട് റിമൈൻ ചെയ്യുന്നത്.
ഇനി നമ്മൾ താഴെയുള്ള പാർട്ടിനെ നമ്മൾ അതർ സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പം ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ 75 ഇൻറ്റു 0.12 ദാറ്റ് ഈസ് 9. ഓക്കെ, മൈനസ് 75 ഇൻറ്റു ജി ദാറ്റ് ഈസ് 75 ജി. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഒരു അതർ സൈഡിലോട്ട് ഈ പാർട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? സോ 9 minus 75g minus equal to 5 plus 5g, that is minus 80g equal to minus 4. So the g will be minus 4 divided by minus 80. So the growth rate will be 0.05, that is 5%. Okay, so like this you can calculate the growth rate. So what are the determinants of dividend policy? Legal restrictions, magnitude and trend of earnings, desire and types of shareholders, nature of industry, age of the company, future financial requirements, government's economic policy, taxation policy, inflation, control objectives and requirements of institutional investors, and stability of dividends and liquid resources. These are the determinants of dividend policy.